ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരുമായ തലേക്കോണം ദേശനിവാസികൾ, രാവും പകലും മഹത്വമാർന്ന കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവകുഞ്ഞുങ്ങൾ, ദാസന്മാർ, ദാസിമാർ, ഈ രണ്ടാം രാത്രിയും വചന കേൾവിക്കായി ഗ്രൗണ്ടിൽ പോസ്റ്ററായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയ മക്കൾക്കും സന്ധ്യയെങ്കിൽ പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു ദിനം കൂടി എളിയവന് നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകളിൽ വചനപ്രഘോഷണം ശ്രണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ, ദൈവസഭ, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ രാത്രി യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവദാസ് പാസ്റ്റർ, പ്രാർത്ഥിച്ച് സഹായിച്ച കർത്താവിൻ്റെ ദാസൻ, പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആമുഖമായി ഏകദേശം ഒരു 15 വർഷത്തോളം ഞങ്ങൾ തങ്ങളിൽ വളരെ പരിചയമുള്ള പ്രിയപ്പെട്ട ദേവദാസ് പാസ്റ്റർ ആദ്യമായി ചെമ്പൂരിൽ, ആദ്യമായിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസനായിരുന്നു. ഒറ്റശേഖരമംഗലത്ത് നിന്ന് ചെമ്പൂരിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ആ ഭാഗങ്ങളിലെല്ലാം അനവധി രാത്രികളിൽ വചനം പ്രസംഗിപ്പാനും ഇതുവഴി വെള്ളറടയ്ക്കുവാനും ദൈവം കൃപ ചെയ്തു. അത് മാത്രമല്ല, അവരുടെ ഭവനത്തിൽ താമസിക്കുവാനും അവരുടെ കുഞ്ഞുങ്ങളോടൊത്ത് പാർക്കുവാനും സഹോദരങ്ങളോടൊപ്പം ആഹാരം കഴിപ്പാനും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഇടയാക്കി. നമ്മൾ ഏത് വലിയ നിലയിലെത്തിയാലും ഒരു കാലത്ത് നമ്മളെ പ്രാർത്ഥിച്ച് സഹായിച്ച് ഒരു ഗ്ലാസ് വെള്ളം തന്ന ദൈവമക്കളെ മറക്കരുത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ സുരാജും ഉണ്ടായിരുന്നു ചെമ്പൂരിൽ. അദ്ദേഹം ഇപ്പോൾ അവിടെ പാർക്കുന്നില്ലെങ്കിൽ അവിടെ മഞ്ചങ്കോട് കർത്താവിൻ്റെ വരവ് ഞാൻ പ്രസംഗിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിലമ്പറ കൺവെൻഷൻ 3 ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചിട്ടാണ് വന്നത്. ഇനി അടുത്ത മണ്ണാങ്കോണമാണ്. അവിടെയൊക്കെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച കർത്താവിൻ്റെ ദാസന ഇന്ന് രാത്രിയും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്തദാസ് ഒരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ സുവിശേഷ യോഗത്തിന് വലിയ താല്പര്യമൊന്നുമില്ലാതെ ആൾക്കാർ വരുന്നില്ല. അതിനകത്ത് ഒത്തിരി മാറ്റമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ഒരു കാലത്തൊരു ദൈവദാസനെ കിട്ടാൻ കൊതിക്കുന്ന നാൾ വരും. ഒരു വചനം കേൾക്കുവാൻ ദൈവജനം ഓടുന്നൊരു കാലം വരും. ആമോസ് പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഇതിനകത്ത് ചില വിഷയങ്ങൾ വന്നത് ഈ ഭാഗത്തെ പഴയ കാലത്തെ ഭക്തന്മാരെല്ലാം, എൻ്റെ സുഹൃത്തുക്കളെ ദേവദാസ് പാസ്റ്റർക്കറിയാം, സൂചേട്ടനൊക്കെ അറിയാം, വളരെ വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന അവർ കാണിച്ച മാതൃകയൊക്കെ ദേശത്ത് വളരെ അനുഗ്രഹവും കുടുംബങ്ങൾക്ക് വിടുതലുമായിരുന്നു. പണമോ വേദിയോ സ്റ്റേജോ നോക്കാതെ പ്രസംഗിക്കുക, പാട്ട് പാടുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ആ കാലം അങ്ങ് മാറിപ്പോയി. ഇന്ന് സുവിശേഷം എന്നുള്ളത് ഒരു കച്ചവട സ്ഥിതിയിലേക്ക് വന്നു. അതാണ് ഏറ്റവും വലിയ വിഷയമായിപ്പോയി. അത് മാത്രമല്ല, പാസ്റ്റർമാരിലും ഒരുപാട് മാറ്റം വന്നു. നിങ്ങൾ കണ്ടിരിക്കുന്നതാ. എങ്ങനെയെങ്കിലും ഒരു പരുവത്തിൽ തട്ടിയും മുട്ടിയും പോകണം എന്നുള്ളൊരു പരിപാടിയിലേക്ക് വന്നു. പിന്നെ പലർക്കും ഒരു വശത്തൊരു നാണയത്തിന് 2 ഭാഗമുള്ള, ഒരു വശത്ത് സുവിശേഷവും മറ്റേ സ്ഥലത്ത് ബിസിനസ്സും ഒക്കെ ആക്കിയ കുറേ പേർ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. വിശ്വാസികളുടെ കുഴപ്പമല്ല, നിങ്ങളൊക്കെ വളരെ മര്യാദയുള്ളവർ. സ്തോത്രം. ഞാൻ ആദ്യം പറയാറുണ്ട്, ആദ്യം ഈ ക്രമീകരണം നടത്തേണ്ടത് പാസ്റ്റർമാരില്ല. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട സെൽവരാജ് പാസ്റ്റർ ഈ കാട്ടാക്കടയെ കൊണ്ടുപോയി അത്ഭുത രോഗശാന്തിയും വലിയ വിടുതലെന്ന് അടിച്ചിരുന്നേ. പുള്ളിയുടെ മൊബൈലിൽ നിന്ന് സ്വസ്ഥത കാണത്തില്ല. ഈ സ്ഥലം എവിടെ അന്ന് വന്ന് ജനം ചോദിച്ചേനെ. ഇന്ന് ആൾക്കാർ വിടുതൽ മാത്രം മതി, അക്കരെ നാട്ടിൽ പോകണമെന്നൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബം സന്തോഷത്തോടെ അങ്ങ് ജീവിച്ച് കുറച്ച് കാശും ആകണമെന്ന് പറഞ്ഞാൽ സ്വോത്രം. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇറക്കിയാൽ ചിലപ്പം കുറച്ച് പേര് വന്നെന്നിരിക്കും. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യം ദൈവജനം മനസ്സിലാക്കണം. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കുക. വലിയ മിച്ചപ്പണം കൊണ്ടുള്ള കാശല്ല, അവരുടെ ഉള്ളിൽ ദൈവസഭയ്ക്ക് കൊടുത്ത ഒരു പ്രത്യേക ഒരു താലന്തായി സുവിശേഷ യോഗം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കർത്താവിൻ്റെ ദാസൻ സെൽവരാജ് പാസ്റ്റർ സഭയും ഇങ്ങനൊരു കാര്യം അവരറിഞ്ഞ സത്യസുവിശേഷം ദേശം കേൾക്കണം. ഒന്നേ, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി സ്വന്തം സഭയെ ഒരുക്കുക, ദേശത്തെയും ഒരുക്കുക.
അതിനു വേണ്ടിയ കർത്തൃദാസനെ ദൈവം ഇതിനു വേണ്ടി നിയോഗിച്ചത്. പല പ്രാസംഗികർക്കും ഈ വേദി ആൾ കുറയുമ്പോൾ ഞങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്, ചിലപ്പോൾ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം മാറ്റിയിട്ട് സങ്കീർത്തനം 21 പ്രസംഗിച്ച് കളയും. സ്തോത്രം. അങ്ങനെയും ചില കുഴപ്പങ്ങളുണ്ട്. സ്തോത്രം. ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇന്ന് ജോഗ്രഫി പഠിക്കുന്ന നാളത്തെ ഫിസിക്സ് എടുത്ത് ഇന്നാക്കും ഫിസിക്സ് ജോഗ്രഫിയിലും ആക്കും. സ്തോത്രം. അതുപോലെ ചെയ്യും. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇന്നലെ 1-ാം ഭാഗമായിരുന്നു കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രസംഗിച്ച്. അതിൻ്റെ 2-ാം ഭാഗം ഇന്ന് പ്രസംഗിക്കും, 3-ാം ഭാഗം നാളെ പ്രസംഗിക്കും. ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ വളരെ സ്നേഹത്തോടും അല്പം ഇത്തിരി വൈകിയെങ്കിലും സഹകരിച്ച് ഞങ്ങൾ പാട്ടുപാടിയൊക്കെയാണ് ആരാധിച്ച് മടങ്ങിയത്. ഇനി നമുക്ക് ഈ വർഷം ഇങ്ങനെ ഒരു യോഗമില്ലല്ലോ. ഇന്നലെ തുടങ്ങി വെച്ചത് മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. അപ്പോൾ തന്നെ യെരൂശലേം ദൈവാലയത്തിലെ യേശുക്രിസ്തുവിൻ്റെ ഉലവുമല പ്രഭാഷണത്തിന് നിവൃത്തിയായി ആലയം തകർന്നു പോയി. കിഴക്കേ വാതിലും അതുപോലെ തന്നെ വിലാപമതിലും അവിടെയുണ്ട്. ആ വാതിൽ ഇന്നും അടഞ്ഞിരിക്കുന്നു. എസെക്കിയേൽ 44:1-2 വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഈ വാതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് ഇതാരും തുറക്കാൻ അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അവൻ്റെ മടങ്ങി വരവ് വാതിലിനെ കാണിക്കുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി റഷ്യ ഉക്രൈൻ എന്ന് പറയുന്ന 1 വർഷവും 9 മാസവും നടക്കുന്ന യുദ്ധത്തെപ്പറ്റി, അന്തിമമായ യുദ്ധം എവിടേക്കെങ്കിലും ഇസ്രയേലിലേക്ക് ചെല്ലും. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെക്കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ് മേശക് ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗി, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയിൽ ചൂണ്ടൽ കൊടുത്ത് ആറിലൊന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിലെത്തും. അന്ത്യദിനത്തിലേക്ക് ലോകം വരുമ്പോൾ 2 ചേരിയിലേക്ക്. എസെക്കിയേൽ 38:7-8 ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചു. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിരകളിൽ ഒടുവിൽ നീ എത്തിച്ചേരും. അതോടനുബന്ധിച്ച് ഇന്ന് ഗാസ ഇസ്രായേൽ നടക്കുമ്പോഴും ലോകം 2 ചേരിയിൽ. റഷ്യയുടെ കൂടെ അവരോട് ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, അതിനുശേഷം ഗോമേര്, യൂറോപ്യൻ യൂണിയൻ എന്നീ ഒരു രാജ്യവും ഇന്നത്തെ തുർക്കിയും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയുടെയും ചൈനയുടെയും കീഴിൽ അണിനിരക്കും. എസെക്കിയേൽ 38:5-6. അപ്പോൾ ഇന്നത്തെ ഉക്രൈനെ ഇസ്രായേലിനെ സഹായിക്കുന്ന 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങളെപ്പറ്റി ഇന്നലെ രാത്രി എസെക്കിയേൽ 38:13-14 വാക്യങ്ങൾ. അവരോട് കൂടെ ആരൊക്കെ? ശബയും ദദാനും യമനും ഏഡനും അതുപോലെ തർശീശ് വർത്തങ്ങൾ. 5 ഇംഗ്ലീഷ് രാജ്യങ്ങൾ ഇന്ന് ഇസ്രയേലിനും അതുപോലെ തന്നെ ഉക്രൈന് സൈഡ് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരുമ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളെല്ലാം ഇന്നും ഗാസ വിഷയത്തിൽ പിന്തുണ കൊടുക്കുന്നു. അവർ റഷ്യയോട് ചോദിക്കും, നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ പൊന്നെ വെള്ളി കവരുവാനോ വന്നത്? അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഒരു ജാതീയാക്രമണമല്ല. ഇന്ന് തകർന്ന് തരിപ്പണമാകുന്ന റഷ്യ രക്ഷപ്പെടാൻ ഇസ്രയേലിനെ ആക്രമിക്കും. ഒന്ന്, ചാവുകടലിലെ ധാതുക്കൾ തോറിയോ, ലിഥിയവും, പ്രൊട്ടറ്റീനിയവും, മഗ്നീഷ്യവും. 2-ാമത്തെ കാര്യം, ഏറ്റവും നല്ല ഈ നിർണായകമായ ഈ ഗ്യാസ് ഉള്ളത് നെഗോ മരുഭൂമിയിലാണ്. 3, ഏറ്റവും കൂടുതൽ എണ്ണ ലോകത്തിലുള്ളത് ക്രൂഡ് ഓയിൽ. ഇസ്രയേലിലെ ആവർത്തനം 33:24 ഇന്നലെ വായിച്ച് കേൾപ്പിച്ചു. ആഷേറിനെ പറ്റി, പുത്രസമ്പത്തിൽ അവൻ പ്രിയപ്പെട്ടവൻ, അവൻ്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. അങ്ങനെയെങ്കിൽ റഷ്യ താമസമിന ഇസ്രയേലിനെ ആക്രമിക്കും. 21 മാസമായി യുദ്ധം നടക്കുമ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ ഇസ്രയേലിനെ കാക്കുന്നത് അയൺ ഡോമ. അയൺ ഡോമിനെ ഇന്നലെ രാത്രി പറഞ്ഞു 5 കാര്യങ്ങൾ: BMC, അതുപോലെ തന്നെ ലോഞ്ചിങ്, ഇൻ്റർസെപ്റ്റർ, ഇലക്ട്രാ റഡാർ. ബൈബിൾ യെശയ്യാ 31:5 ഇന്നലെ രാത്രി പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ എൻ്റെ ജനമായ ഇസ്രയേലിനെ ഇപ്പോൾ ഞാൻ കാക്കും. ആ അയൺ ഡോം തകരുന്ന 1-ാമത്തെ കാഴ്ച ഒക്ടോബർ മാസം 7-ാം തീയതി കണ്ടു. അതാ ഇന്നത്തെ പ്രസംഗം. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്നലെ രാത്രി ഒരു 2 ഭവനങ്ങളെപ്പറ്റി മത്തായി 7:24-25 പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം, കൊടുങ്കാറ്റും പെരുങ്കാറ്റും ആഞ്ഞടിച്ചു, വലിയ പ്രതിസന്ധികൾ വന്നു. പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം വീഴുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. സത്യവചനം കേട്ട് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ വചനത്തിൻ്റെ പെട്ടകത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിത്യതയെ കാത്തിരിക്കുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഭവനത്തെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇവിടെ യോഗം നടത്തുമ്പോൾ അത് അലക്ഷ്യമായി ചിന്തിച്ചുകൊണ്ട് മണലിന്മേൽ അവരവരുടെ ഇഷ്ടത്തിന് ലോകത്തിൽ നടന്ന് കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച്
ഈ ലോക ജീവിതം ആസ്വദിച്ചു പോകുന്ന കുഞ്ഞെ, ഒരു നാൾ നിന്റെ കൂടാരം താഴെ വീഴും. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ബുദ്ധിമാൻ്റെ യാത്ര ഉയരത്തിലേക്കാ, കീഴപാതാളങ്ങൾ അവനെ വിട്ടൊഴിഞ്ഞ് ഇന്നലെ രാത്രി പറയുമ്പോൾ ആദ്യ ദിനത്തിലെ സന്ദേശം അവസാനിച്ചു. ഇന്ന് രാത്രി രണ്ടാം രാത്രിയിൽ പ്രസംഗിക്കുന്നത് ഇന്ന് നിങ്ങളുടെ പത്രങ്ങളിൽ കാണുന്ന ഇസ്രയേൽ ഗാസ സംഘടനമായിരിക്കും. ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ ഒന്നുമല്ല ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷണം. എല്ലാവരും യേശുവിനെ അറിയണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം, ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം, സമാധാനത്തോടെ ഇവിടെയുള്ള മക്കൾ ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ സുവിശേഷ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ്, പ്ലെയിൻ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ സംഭവം, കോവിഡിൻ്റെ മറവ് ഇവിടെ അവസാനിക്കുമ്പോൾ സകല ബാങ്കുകളും പ്രതിസന്ധിയിൽ പോകുന്നു. നിങ്ങൾക്കറിയാം, കരുവന്നൂർ, ഇവിടെ കാട്ടാക്കടയ്ക്കടുത്ത് കണ്ടല, സേഫ് ആൻഡ് സ്ട്രോങ്, അമേരിക്കയിലെ സിൻഡിക്കേറ്റ്, സിലിക്കൺ വാലി, ഒരുപാട് ബാങ്കുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു കോവിഡിൻ്റെ പ്രതിഭാസമാണ്. HDFC എന്ന് പറയുന്ന ബാങ്ക് ഇപ്പോൾ തന്നെ പാസ്ബുക്കിൽ പതിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ പതിച്ചിരിക്കുന്നത്? ബാങ്ക് പൊട്ടിയാൽ കോമ്പൻസേഷൻ 1 ലക്ഷം മാത്രം. ബാക്കി ബാങ്കുകാർ അത് പതിച്ചിട്ടില്ല, HDFC. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സാമ്പത്തിക മണ്ഡലം തകരുമോ? ധനവാന്മാർ കരയുമോ? ലോകത്തിലെ രണ്ടാമത്തെ പണക്കാരനായിരുന്നു അദാനി. പക്ഷേ അമേരിക്കയിൽ 6 കുഞ്ഞുങ്ങൾ. അദാനിയുടെ കണക്കൊന്ന് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം പൊള്ളയാണ്. 16ാം സ്ഥാനത്തേക്ക് അദാനിയും തള്ളപ്പെട്ടു പോയി. ഇത് ഇന്നത്തെ ലോകഭരണം വരാൻ പോകുന്നു. ബൈ ഫ്രോഡ്സ്, ചീറ്റിംഗ് കേസുകൾ ലോകത്തിൽ വരാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ? യാക്കോബ് അപ്പോസ്തലൻ ലേഖനം 5-ാം അധ്യായം 1, കോവിഡ് അനന്തര ലോകം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ ദ്രവിച്ചും പൊന്നും വെള്ളിയും കറുത്തും വസ്ത്രം പുഴുവരിച്ചും പോകുന്ന കാലം. നിങ്ങളുടെ സാധനങ്ങളുടെ വിലയെല്ലാം ഒരു കോർപ്പറേറ്റ് കമ്പനി കൈകാര്യം ചെയ്യുന്ന അന്ത്യകാലം. 1. 2, കോവിഡ് ഇവിടെ ആഞ്ഞടിച്ചപ്പോൾ നിങ്ങളെല്ലാം ലോക്ക്ഡൗണിലും ക്വാറന്റൈനിലും ഞങ്ങളടക്കം വീട്ടിലിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. വൻകിട മാളുകൾ ലോകത്തിൽ വരുന്നു. ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദിൽ നിന്ന് തുറമുഖ റോഡാണ് നജഫ് എർബിൽ. ഇന്ന് രാത്രി 1000കണക്കിന് ഏക്കർ വലിപ്പമുള്ള മാൾ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. മൊബൈലിൽ അവസാനം അടിച്ചാൽ കിട്ടും ട്രേഡ് ബാബിലോൺ, വ്യാപാര ബാബിലോൺ. അതിനാസ്പദമായി ഇന്ന് നമ്മുടെ കഴക്കൂട്ടം മുതൽ ചാക്ക കോവളം വരെ, ഒരു കാലത്ത് ഞാൻ വിദ്യാഭ്യാസത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ കണ്ടൽ കാടുകളും പിടിച്ചുപറിക്കാരുമായിരുന്നു. ഈ കഴക്കൂട്ടം മുതൽ ഈ കോവളം റോഡ് മൊത്തവും ചാക്ക റോഡ് മൊത്തവും. ഇന്നവിടെ നല്ല സുന്ദരമായ റോഡും എലിവേറ്റഡ് ഹൈവേ പോലെ പൂളുകളും അപ്പുറവും ഇപ്പുറവും മാളുകൾ. ലൂലു, പെൻഡലൂൺ, ട്രാവൻകൂർ, അടുത്ത ഇസ്രയേലും പറയുന്നു തിരുവനന്തപുരത്ത് മാൾ വരുന്നെന്ന്. ഇതെല്ലാം അവസാന കാലങ്ങളിലേക്ക്. അങ്ങനെയെങ്കിൽ ഈ മാളിൻ്റെ മദർ മാൾ നമ്മുടെ ആമച്ചലും അതുപോലെ മണ്ഡപത്തിൻ കടവും കുറ്റപ്പുറത്തും ചെന്നാൽ സപ്ലൈകോയും മാവേലി സ്റ്റോറും കാണും. പക്ഷേ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പലർക്കും തിരുവനന്തപുരത്തുകാർക്ക് അറിയത്തില്ല, വള്ളക്കടവില്ല. അവിടുന്ന് ആ സോർട്ട് ഔട്ട് ചെയ്ത് സാധനം ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ അന്ത്യകാലത്ത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇറാഖിനകത്തൊരു മാൾ പണിയുന്നു. അതിൻ്റെ പേര് ട്രേഡ് ബാബിലോൺ. അവിടെ എന്തെല്ലാം കിട്ടും? ആ ഭാഗം പ്രസംഗിച്ച 2 ദിവസം പ്രസംഗം. ഒന്ന് തൊട്ട് വെച്ച് വചനത്തിലേക്ക്. വെളിപ്പാട് 18-11 ഭൂമിയിലെ വ്യാപാരികൾ പൊന്നെ, മുത്ത്, കുന്തിരിക്കം, നേരിയ തുണി, ആട്ടിയ മാവ്, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ജീവൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കാലം. സയൻസിൻ്റെ കണ്ടുപിടുത്തം വലുതായി കഴിഞ്ഞു. ഇന്നൊരു വ്യക്തി മരിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണോ ഹാർട്ടോ ഒരു പ്രത്യേകമായ അറയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു തെർമോകോൾ ബോക്സിനകത്ത് ഐസിൻ്റെ സഹായത്തോടെ എവിടെ കൊണ്ടുവന്ന ഹെലികോപ്റ്ററിൽ 9 അല്ലെ 12 മണിക്കൂർ കൊണ്ട് ഇത് വെച്ചെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ആ കാലം പോയി. ഒരു മനുഷ്യൻ്റെ അവയവം 14 വർഷം വീട്ടിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സംഭവമായി അനിമാറ്റിക് ഫ്ലൂയിഡ് വന്നു. 14 വർഷം ഒരു മനുഷ്യൻ്റെ അവയവം കേടുകൂടാതെ സൂക്ഷിക്കാം. ഇന്ന് രാത്രി ഇവിടുത്തെ തലേക്കോണം ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു, പണ്ടത്തെ കാലത്തെ അമ്മച്ചിമാർ നാട്ടുമാങ്ങ നേരെ പറിച്ചതിന് ശേഷം എന്തുവാ, എല്ലാം കൂടെ നല്ല വൃത്തിയാക്കിയിട്ട് വലിയ ഭരണിയിലിട്ട് അടയ്ക്കും. കുറച്ച് ഉപ്പ് ഒഴിക്കും, പറ്റുമെങ്കിൽ 2 കാന്താരിയും കൂടെ വാരിയിടും. 6 മാസത്തേക്ക് തുറക്കത്തേയില്ല, മൂടിയും കെട്ടിവെച്ച്. 6-ാം മാസം കഴിയുമ്പം പഴങ്ങഞ്ഞിക്കടുത്ത് നമ്മൾ ഞെവിടി സുന്ദരമായിട്ട് കഴിക്കുമായിരുന്നു. സന്തോഷമില്ലല്ലോ. അതുപോലെ അന്നത്തെ ഉപ്പുരസം പോലെ ഇന്ന് അനിമാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു സാധനം കിട്ടിയാൽ 14 വർഷം മനുഷ്യൻ്റെ അവയവം കേടുകൂടാതെ സൂക്ഷിക്കും. അന്ത്യകാലത്ത് മനുഷ്യനെ തട്ടിക്കൊണ്ടു അവയവ കച്ചവടം തുരന്നെടുത്ത് അവയവ സൂപ്പർ മാർക്കറ്റ് ബ്ലഡും കിട്ടും. ക്രോസ് മാച്ച് ചെയ്ത പേപ്പർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കിട്ടും. അതൊരു വലിയ പ്രസംഗം ട്രേഡ് ബാബിലോൺ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ
അന്ത്യകാലത്ത് ഈ സംഭവം നടക്കും. ഒരു മാൾ ഇവിടെ വരും കോവിഡിൻ്റെ മറവിൽ. സെഖര്യാ പ്രവചനം 5:11. അവൾക്ക് ഷീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോകുന്നു. അത് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്കും. പലരും പറയാറുണ്ട് സൗദി അറേബ്യയിൽ നിയോം സിറ്റിയാണ്. സൗദി നിയോം സിറ്റി അല്ല, മാൾ പഴയ ബാബേൽ നിമ്രോദിൻ്റെ കാലത്ത് തുടങ്ങിയത് മടങ്ങി വരുന്നു. ട്രേഡ് ബാബിലോൺ. അന്ത്യദിനങ്ങൾ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി തലേക്കോണം നിവാസികളോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ ചക്രം ചലിക്കുന്നത് പോലെ കോവിഡിൻ്റെ മറവിൽ അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വചനപ്രകാരം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് അവരുടെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കുരുതങ്കോട് എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സൗരി വായിച്ചാട്ടെ, കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ തുറന്നാട്ടെ. ആമോസ് 4:11-12 വായിക്കുന്നതിന് വിട്ട ഒരു കാര്യം, നിങ്ങൾ വരുമ്പോഴെല്ലാവരും ഈ ബൈബിൾ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുക, ഇന്ന് ഞങ്ങളുടെ പാടുന്ന പിള്ളേരും പ്രസംഗിക്കുന്ന ഉപദേശിമാരുടെ കയ്യിലൊന്നും ബൈബിളിലില്ല. എല്ലാം ഈ മൊബൈലും അതുപോലെ ടാബും ലാപ്ടോപ്പുമായിട്ടൊക്കെ വരുന്നത്. നിങ്ങളുടെ മൊബൈലിലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം BSNL അല്ല തരുന്നത്. ഇത് ഇസ്രായേലിലെ 3 കമ്പനികളാണ് ഇത് ചെയ്യുന്നത്. 1 IBM, 2 ഇൻ്റൽ, 3 മൈക്രോസോഫ്റ്റ്. ഞാൻ ഒരു കാര്യം പറയുമോ, കാട്ടാക്കടയിൽ ഇലക്ട്രിക് സ്റ്റേഷന് ഫീസ് ഊരുന്ന പോലെ അവൻ ഒരു ദിവസം ഫീസ് ഊരിയാൽ നമ്മുടെ ഫേസ്ബുക്കും പോകും, ഇൻ്റർനെറ്റും പോകും, വാട്സപ്പും പോകും, യൂട്യൂബും പോകും. സ്വത്രം. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞേക്കാം, ചേച്ചിമാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ കടയിൽ നമ്മുടെ സ്റ്റോർ കർത്തൃദാസൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 പാട്ടുപുസ്തകവും മേടിച്ച് വെച്ചേക്കണം. പ്രത്യേകിച്ച് പെങ്കൊച്ചിനെ കെട്ടിച്ചിട്ട് പുതുവീട്ടിൽ വിടുമ്പം അലമാരിയും വാഷിംഗ് മെഷീനും കൊടുക്കുമ്പോൾ അതിനകത്ത് 2 പാട്ടുപുസ്തകവും കൂടെ ഇട്ടേക്കണം. കഷ്ടകാലത്തിന് പെങ്കൊച്ച് അവിടെ ചെയ്യും മൊബൈലിൽ ഞെക്കി പാട്ട് വരായിരുന്നു, അന്ന് കലകാവും. അതുകൊണ്ട് പഴയ പാട്ട് വന്ദനം യേശു വരാ പാടണമെങ്കിൽ 2 പാട്ടുപുസ്തകവും കൈ വെച്ചിരിക്കണം. സന്തോഷമില്ലല്ലോ. അലമാരി വാഷിംഗ് മെഷീനും കൊണ്ടുവന്ന കൂട്ടത്തിൽ പെങ്കൊച്ചിന് 2 പാട്ടുപുസ്തകം കൂടെ കൊടുത്ത് വേണം. അത് മാത്രമല്ല ബൈബിളും കയ്യിലുണ്ടായിരിക്കണം. സ്വോത്രം. ഇന്ന് പലരും മൊബൈലിലാക്കി ബൈബിളെല്ലാം. ഇസ്രയേൽ സൂര്യാൽ കാട്ടാക്കട പവർ സ്റ്റേഷനിൽ പവർ കട്ട് വരുന്നല്ല, പിന്നെ ഒന്നും കാണത്തില്ല. അത് മാത്രമല്ല അവന് പണ്ടേ അവന് വെളിവില്ലാത്തവനാ. ചിലപ്പോൾ ഇനി അടി വരുമ്പോൾ അവൻ 3 പീസ് ഊരി കഴിഞ്ഞാൽ 3 പീസ് ലൈൻ ഓഫ് ആവുന്നല്ല. ഫേസ്ബുക്കും പോവും, യൂട്യൂബും പോവും, ഇൻ്റർനെറ്റും പോവും. പിന്നെ പഴയ മൊബൈൽ ആരും കളയുകയും ചെയ്യരുത്. അവൻ ആവശ്യം വരും ടവർ വഴിയെങ്കിലും ഹലോ പറയാം. അതുകൊണ്ട് പഴയ മൊബൈൽ എടുത്ത് ആക്രിക്കാരൻ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യരുത്. സ്വോത്രം. ഇന്ന് ചില ആൾക്കാർ പാട്ടുപുസ്തകവും ബൈബിളും ഒക്കെ ആക്രിക്കാരന് കൊടുത്തുകൊണ്ടിരിക്കുക. കുഞ്ഞ് ഇതെല്ലാം വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ബൈബിൾ കളയരുത്, പാട്ടുപുസ്തകവും കളയരുത്. മൊബൈൽ നോക്കി പാടുന്നതോ പ്രസംഗിക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷേ ഡേറ്റയോ നെറ്റ്വർക്കോ പോയാൽ തദൈവ സ്വാഗയായി പോകും. അതുകൊണ്ട് ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കണം അന്ത്യകാലം. അതുകൊണ്ട് ദൈവമക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആമോസ് 4:11-12 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ദൈവം സോദോമിനെയും ഗോമറയും വായിച്ചു തുടങ്ങിയോ? ദൈവം സൊദോമിനെയും ഗോമോറയെയും. അതാണ്ട് ആ കർത്തൃദാസ് വായിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്യാം. ദൈവം സോദോമിനെയും ഗോമറയും ഉന്മൂലനാശം ചെയ്തതുപോലെ ലോത്തിന്റെ കാലത്ത് ആകാശത്തിന്റെ 1ാമത്തെ തട്ടായ സ്ട്രാറ്റോസ്ഫിയറിന് തീയും ഗന്ധകവും ഇറങ്ങി പച്ചയ്ക്ക് നശിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. ഇസ്രായേൽ പാളയത്തിനകത്ത് ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. അടുത്തത്, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് യഹൂദ പരീക്ഷകൾ നിലവിളിച്ച് കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ ചിതറിപ്പോയ യഹൂദൻ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ഒരു കൊള്ളി പോലെ ആയിരുന്നു. ഒരു കൊള്ളി പോലെ ആയിരുന്നു. എന്നിട്ടും വായിക്കാം കുഞ്ഞെ. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ കഷ്ടതയും പ്രതികൂലവും ഒക്കെ വന്നിട്ട് പോലും നിങ്ങൾ അറിയേണ്ടവനെ അറിയാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങി. അടുത്ത വാക്ക്, അതുകൊണ്ട് ഇസ്രായേലേ, ഇനി അധിക നാൾ നീ ഇങ്ങനെ പോകത്തില്ല. നിന്റെ കഴുത്തെ ഒരു കൊളുത്തി ഞാൻ തരാൻ പോവാ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്, ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ
ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ചില കാര്യങ്ങൾ ഇസ്രായേലിനോട് ദൈവം ചെയ്യാൻ പോകുന്നു. ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ഭാഗമായിരിക്കും ഇന്ന് നാളെയോ പ്രതിപാദിക്കുന്ന എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടി അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരയറ്റ. കഴിഞ്ഞ രാത്രി നമ്മളെ അനുഗ്രഹിച്ച പൊന്നു ദൈവം ഇന്ന് രാത്രി നിയമത്തിന്റെ പെട്ടകവുമായി ദൂത സഞ്ചയവുമായി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. കരുണയോടെ ഈ ഗ്രൗണ്ടിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ ഉൾക്കാമ്പുകളെ കണ്ട് ഇന്ന് രാത്രി ഉയരത്തിലെ കരം നീട്ടി അനുഗ്രഹിക്കുവാൻ തേജസ് വാരി ഉടുത്തവനായി നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഓ, നയിന്റെ പട്ടണത്തിൽ ഒരു വിധവ, അവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിനകത്ത് പാവപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയി. പിന്നെ ആകെ ആശ്രയം 9 മാസം 9 ദിവസം 9 വിനാഴിക നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞും മരണപ്പെടുവാനിടയായി തീർന്നു. ആ കുഞ്ഞിൻ്റെ ഒരു അടക്ക യാത്ര സെമിത്തേരിയിലേക്ക് യാത്രയാണ്. പെട്ടി ചുമക്കുന്നവർക്ക് വേദന അറിയത്തില്ല. എന്നാൽ അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന കണ്ട് സെമിത്തേരിയിലേക്ക് പോകുന്ന വിലാപജാഥയുടെ നടുവിൽ ഒരുവൻ വരുവാനിടയായി. ഇന്ന് രാത്രി പറയണം, ആശകൾ അറ്റുപോകുമ്പോൾ, ഒരുപക്ഷെ സെമിത്തേരി നിന്റെ പിൻപിൽ ഉറങ്ങുമ്പോൾ വിലാപത്തെ മാറ്റി സന്തോഷത്തിൻ്റെ രട്ടുടിപ്പിക്കുന്ന നല്ല ദൈവം നയിൻ്റെ പട്ടണത്തിൽ വിധവയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കടന്നു വരുന്ന നല്ല ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ശവമഞ്ചത്തിനകത്ത് നാഥൻ്റെ കരമിറങ്ങിയപ്പോൾ മരണപ്പെട്ട് അസ്ഥികൾ ഹല്ലേലൂയ മാറ്റപ്പെട്ട് ചലനമറ്റ ശരീരത്തിനകത്ത് ഒരു ജീവൻ തുടിച്ചതുപോലെ ഇന്ന് രാത്രി സത്യവചനം ഈ പട്ടണത്തിനകത്ത് പെയ്തിറങ്ങുമ്പോൾ ചില മരണം കാത്തിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിനെ കാണുക. തകർന്നെന്ന് ലോകം വിധി എഴുതിയ ചില കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേൽക്കുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഒരു മാതാവിൻ്റെ വേദന അറിഞ്ഞ് വിലാപങ്ങളെ നൃത്തമാക്കി ആ ശവപ്പെട്ടിക്കകത്ത് നാഥൻ്റെ കരമിറങ്ങിയപ്പോൾ ആ ഹല്ലേലൂയ ദേഹി ആത്മാവിനകത്ത് ചലനം കൊടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ചാടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് നയിൻ്റെ പട്ടണത്തിൽ വിധവയുടെ കുഞ്ഞിന് വേണ്ടി അത്ഭുതം ചെയ്ത മഹാദൈവത്തിൻ്റെ കര ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ചില കുരുടായ കണ്ണുകൾ, ചില മുടന്തായ ജീവിതങ്ങൾ, ചില പാപത്തിൻ്റെ കുഷ്ഠങ്ങൾ മാറി ഇന്ന് രാത്രി കാന്തന് വേണ്ടി കരമുയർത്തുന്ന ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വാർത്തെടുക്കുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന അങ്ങയുടെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന അങ്ങയുടെ ശബ്ദം, കാദേശ് മരുഭൂമിനെ നടുക്കുന്ന അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന ദൈവശബ്ദം ഇത് ഈ പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ശാപത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിനെ കാണുക. ചില മദ്യപാനികൾ ഇന്ന് രാത്രി യേശുവിനെ കാണുക. ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി യേശുവിന് വേണ്ടി കരമുയർത്തുക. ജീവിതം തകർന്ന് ചളർന്ന ചില വ്യക്തികൾ ഇന്ന് രാത്രി കാൽവറി മലയിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്ന രാത്രിയായി മാറുക. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ മക്കളെയും ദൈവം കാത്താട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അപ്പച്ചൻ്റെ തിരുക്കരം ഇന്ന് രാത്രി ചലിച്ചാട്ട്. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണം. തലേക്കോണം പട്ടണം എൻ്റെ ദൈവത്താൽ കാക്കപ്പെടണം. ഒരു രാത്രി കൂടി തിരുവഴുത്തുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഡോക്ടറേറ്റോ ഇവിടെ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം ഈ പട്ടണത്തിനകത്ത് ഉയരുമ്പോൾ ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവിന് വേണ്ടി ആയിരങ്ങൾ ഈ പട്ടണത്തിൽ വേർപെട്ട് യേശുവിനെ ആരാധിക്കുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ മുഖാന്തരമായി മാറട്ടെ. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. പ്രാർത്ഥന മാനിക്കും. ഈ ജനത്തെ അങ്ങ് വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് കരയേറ്റുന്നു യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ സ്തുതിക്കാം, ഉണർവോടെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ശ്രദ്ധയോടെ ദൈവവചനത്തിലേക്ക്. ഇന്ന് രാത്രി വായിച്ചത് ആമോസിൻ്റെ പ്രവചനം. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണേ. ഒരിക്കൽ കൂടി ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, വിശുദ്ധ ബൈബിൾ 31,173, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഗാനം, 1189 അധ്യായങ്ങൾ, അതിനകത്ത് 8600 പരം വാക്യങ്ങൾ പ്രവചനങ്ങൾ. പഴയ നിയമത്തിൽ 17 പ്രവചനങ്ങളുണ്ട് മക്കളെ. 3 പ്രവചനങ്ങൾ വലിയ പ്രവചനങ്ങൾ, എസെക്കിയേലും യെശയ്യാവും ഇരമ്യാവും 50ഓളം അധ്യായങ്ങൾ. 2 മിഡിൽ ക്ലാസ്
ആമോസ് പ്രവചനങ്ങൾ 4 ആമോസ് ഉണ്ട്, സെക്കരിയാവുണ്ട്, ദാനിയേലുണ്ട്, ഹോശയുണ്ട്. ഇതെല്ലാം 12-13 അധ്യായങ്ങളാണ്. അത് കഴിഞ്ഞ് തുലോം ചെറിയ പ്രവചനങ്ങൾ അനവധിയുണ്ട്. ഹബക്കൂക്കുണ്ട്, മീക്കയുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. മലാക്കി. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് ആമോസിൻ്റെ പ്രവചനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇന്നേക്ക് 2700 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് സ്വർഗം വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി ഇസ്രായേലിനുള്ള ന്യായവിധിയെ കാണിക്കുന്ന 146 വാക്യങ്ങളും 9 അധ്യായങ്ങളും ആമോസിൻ്റെ പ്രവചനം. തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനെ കൊണ്ടെഴുതിക്കുന്നു. 1 ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധി, 2 മോവാബിൻ്റെ മേൽ വരുന്ന ന്യായവിധി, 3 പാപം നിറഞ്ഞ ഇസ്രായേൽ, 4 അകൃത്യം നിറഞ്ഞ ഇസ്രായേൽ, 5 ശാസനം നിറഞ്ഞ ഇസ്രായേൽ, 6 യഹൂദൻ നിലവിളിക്കുന്നു, 7 വെട്ടുകിളി അവനെ വെട്ടുന്നു, 8 ഒരു കുട്ട പഴത്തിൻ്റെ ദർശനത്തെ കാണിക്കുന്നു, 9 അധ്യായമായ ഇന്നത്തെ ലോകത്തിൻ്റെ സംഭവം. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ ഞാൻ മടക്കി വരുത്തും. ആമോസ് 9:9. ലോകത്തിൻ്റെ അവസാനം ഇസ്രായേലിലേക്കാ. ഇത് പറയാതെ കാര്യം നടക്കത്തില്ല. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ആമോസിൻ്റെ 4:11-12 വാക്യങ്ങൾ. സോദോമിനെയും ഗോമോറയും ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളെ ലോകത്തിൻ്റെ പട്ടണങ്ങളിൽ മുഴുവൻ ഞാൻ ചിതറിച്ചു കളഞ്ഞു. 48 മെയ് 14 നിങ്ങൾ മടങ്ങി വന്ന് അത്തി തളർത്തു, എന്നിട്ടും എൻ്റെ വാക്ക് കേൾക്കത്തില്ല. അതുകൊണ്ട് ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ശ്രദ്ധയോടെ റഷ്യയിലേക്ക് ഒരു ഭാഗം തിരിച്ചു പോട്ട് വീണ്ടും വരും. 1948 മെയ് 14. ശ്രദ്ധയോടെ ഇരിക്കണം. ക്രൂശിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. പീലാത്തോസിൻ്റെ അരമനയിൽ 2 കൂടുകൾ, ഒന്നേ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, മറ്റൊന്ന് ബറബാസ. യഹൂദൻ നിലവിളിച്ചൊരു കാര്യമുണ്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ പേര് ഞങ്ങളുടെ തലമുറ പേര് വന്നു ഭവിക്കട്ടെ. AD 30 പറഞ്ഞത്. AD 70 മുതൽ അവൻ്റെ പീഡാകാലം തുടങ്ങി. AD 135 ആയപ്പോൾ കൊച്ചി മട്ടാഞ്ചേരിയുടെ പേര് മാത്തഞ്ചേരി എന്നായിരുന്നു. ഈ യഹൂദൻ മാത്തഞ്ചേരി പറയാൻ അറിയാത്തതുകൊണ്ട് മട്ടാഞ്ചേരി എന്ന് വിളിച്ചായി മട്ടാഞ്ചേരി ആയത്. സ്വോത്രം. പണ്ട് സായിപ്പിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഈ നമ്മുടെ മരച്ചീനയുടെ അടിയിൽ സ്വോത്രം കിഴങ്ങുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങനെ തപ്പി നോക്കി, അങ്ങനെ ടപ്പിയൊക്കെയാ വന്നതല്ല, കിഴങ്ങിൻ്റെ പേരല്ല, അവൻ തപ്പി നോക്കിയാൽ ടപ്പിയൊക്കെയാ എന്ന് പേര് വന്നത്. അങ്ങനെ മാത്തഞ്ചേരി ആയത്. അത് കഴിഞ്ഞിട്ട് അങ്കമാലി, ആലുവ, കറുകുറ്റി, ഇരിങ്ങാലക്കുട, കൊരട്ടി, ഇവിടെ എല്ലാം ഇന്നും യഹൂദൻ്റെ വീടുകളുണ്ട്, ശവക്കല്ലറയുണ്ട്, മട്ടാഞ്ചേരി സിനഗോഗുമുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ കരുണാകർജി യാത്ര ചെയ്ത ഒരു സ്ഥലമുണ്ട്, മാള മലയാള പദമല്ല, അത് യഹൂദൻ്റെ പദമാ. മായിലാക വാണ്ടറിങ് ജ്യൂസ് ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത്. സൂപ്പർ ഫാസ്റ്റ് കരുണാകർജി വിട്ട ഫാസ്റ്റുണ്ട്, മാള ഫാസ്റ്റ്. മാളയില ഏറ്റവും കൂടുതൽ യഹൂദന്മാർ വന്ന് പാർത്തത്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറ മേൽ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ 110 രാജ്യങ്ങളിൽ അവർ ചിതറിപ്പോയി. 1867 ഒരു യുദ്ധം ഇവിടെ ആരംഭിച്ചു. ആ യുദ്ധത്തിൻ്റെ ഇതാണ് സിയോൻ സംഘം. ആ സിയോൻ സംഘത്തിൻ്റെ നിർണായകമായ തിയോഡർ കർസൻ വഴി ലഘുലേഖ കൊടുത്തുവോ. 1910 മുതൽ അവർ പ്രാർത്ഥന തുടങ്ങി. 14 മുതൽ 17 വരെ 1-ാം ലോക മഹായുദ്ധം. അന്ന് ബ്രിട്ടൻ്റെ ചാൻസലറായിരിക്കുന്ന ഡേവിഡ് ലോറൻസ് ജോർജും ആർതർ ബാൽഫോർഡ് എന്ന ഗവർണറും ഡേവിഡ് അലൻബി ചേർന്ന് യഹൂദ ശാസ്ത്രജ്ഞനായ വൈസ്മാനെ കൊണ്ട് ഗ്രനേഡ് നിർമ്മിച്ചു. പ്രതിഫലമായി ചോദിച്ചപ്പോൾ ആ പ്രതിഫലത്തിൻ്റെ പരമായി ആ യഹൂദ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, സിയോൺ സംഘത്തിൻ്റെ പ്രസിഡന്റ്, സാറേ വീടില്ല കൂടില്ല പാർക്കുവാനൊന്നുമില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊരു മടങ്ങി വരണം. 1917 നവംബർ 11 രാത്രി 11 ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. കാട്ടാക്കട കോളേജിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയാം. ആദ്യമായി യഹൂദൻ അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. മത്തായി 21 ഇന്നലെ ഞാൻ പറഞ്ഞു, അവൻ ഉലൂമലയുടെ താഴ്വാരം വന്ന് കഴുതയും കുട്ടിയൊക്കെ അഴിച്ചതിന് ശേഷം പോകുമ്പോൾ പ്രഭാതത്തിൽ ഒരു അത്തിയെ കണ്ടു. അതിനകത്ത് ഒരു ഫലവുമില്ലായിരുന്നു. യേശു പറഞ്ഞു, ഇതിനകത്ത് ഒരു ഫലവുമില്ല, ഇത് ഉണങ്ങിപ്പോകട്ടെ. ക്ഷണനേരത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അതാ ഇസ്രായേൽ. 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ കേൾക്കണം. 1 അത്തി അവൻ്റെ രാഷ്ട്രീയമാണ്. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ. 2 മുന്തിരി. അതാ യോഹന്നാൻ 15:1-2 അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു. 1 രാഷ്ട്രീയം, 2 അവൻ്റെ ആത്മീയ, 3 അവൻ്റെ സൗന്ദര്യം. സങ്കീർത്തനം 128 അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. എന്താ? യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം കാട്ടാക്കട ബെവറേജസിൽ എത്തത്തില്ല. നിന്റെ മക്കൾ ഹല്ലേലൂയ നെയ്യാറ് ചൂണ്ടയിടാൻ പോകത്തില്ല. ഭാര്യ കർത്തവത്ത് കാണത്തില്ല. അങ്ങനെ ഒരു സങ്കീർത്തനം വല്ലവർക്ക് ഓർമ്മയുണ്ടോ? പാറശാല ഷീല മണ്ഡപത്തിൽ പോകുമ്പോൾ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് പാടുന്ന അവസാന സങ്കീർത്തന. ആ സമയത്ത് വിശ്വാസികൾ താഴേക്ക് ഓടിപ്പോയി എങ്ങനെങ്കിലും ബിരിയാണി കഴിക്കാൻ. ഞങ്ങളുടെ ആഗ്രഹ സങ്കീർത്തനമല്ല, വലിയ കവർ കിട്ടാൻ. സ്വോത്രം. ഇതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം, അവൻ്റെ സൗന്ദര്യം. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ,
ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മന്ദിരപള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. 3 മരങ്ങളോട് ഇസ്രായേൽ: 1 അത്തി രാഷ്ട്രീയം, 2 ഒലിവ് അവൻ്റെ സൗന്ദര്യം, 3 മുന്തിരി ആത്മീയം. അതുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. എൻ്റെ നാഥൻ ചൊല്ലി, അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതായിരിക്കും നമ്മുടെ പ്രഭാഷണം. അങ്ങനെയെങ്കിൽ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞു. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ ഹല്ലേലൂയ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു. 2-ാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബ് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേര് ടിക്കോ ഫെർമി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്കകത്ത് ആറ്റത്തെ പൊട്ടിച്ച് പത്രോസ്ലീഹയുടെ വചനം എടുത്തുകൊണ്ട് കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ ആകാശം കൊടുമിടക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന വചനം, പദാർത്ഥത്തിൻ്റെ ചെറിയ കണികയെ ആറ്റം കത്തുമെന്നോ, ആറ്റം പൊട്ടി മനുഷ്യൻ മരിക്കുമെന്നോ. ആ ആറ്റത്തിൻ്റെ വിപണിയായി എന്താ സംഭവിച്ചത്? ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും 1.5 ലക്ഷം കുഞ്ഞുങ്ങളെ സഹിതം കൊന്നുകൊണ്ട് അമേരിക്ക വെന്നിക്കൊടി പാറിച്ചപ്പോൾ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ യഹൂദനോട് ചോദിച്ചു, എന്ത് വേണം? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം വേണോ? നൈജീരിയ വേണോ? വേണ്ട. ആഫ്രിക്ക വേണോ? വേണ്ട. ഇന്ത്യ വേണോ? വേണ്ട. അവർ പറഞ്ഞ പിതാക്കന്മാർ കാഴ്ചവെട്ടിയ ദേശത്തേക്ക് അബ്രഹാമിനെ ദൈവം കൊണ്ടുപോയി. അതാ കൊണ്ടുപോയത് എവിടുന്ന് കൊണ്ടുപോയി? ഇറാഖിൽ നിന്ന് കൊണ്ടുപോയി. ഇറാഖിൽ നിന്ന് 1250 മൈൽ കൊണ്ടുപോയി 750 വീതിയും കൊടുത്തു. ഇറാഖിലെ യൂഫ്രട്ടീസ് മുതൽ ഇസ്രയേലിൻ്റെ മണ്ണിൽ ഈജിപ്തിലെ നൈൽ നദി വരെ അബ്രഹാമിന് പതിച്ചു കൊടുത്തു. നിന്റെ സന്തതി തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടുമെല്ലാം പരക്കും. ആ സ്ഥലം ഞങ്ങൾക്ക് മതി, അപ്പച്ചൻ കാലി ചവിട്ടിയ സ്ഥലം മതി എന്ന് പറഞ്ഞ് ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ 48 മെയ് 14 ഒരു സംഭവം നടന്നു. ഇസ്രയേൽ രാഷ്ട്രം സ്വാതന്ത്ര്യമായി. അത്തിച്ചെടി കുഴിച്ചതല്ല, ഇപ്പോൾ അവർക്ക് പതാക സഹിതം കിട്ടി. അന്നൊരു സംഭവം നടന്നു. ഉപദേശിമാർ പ്രസംഗിക്കത്തില്ല. 20,750 കിലോമീറ്ററായി ഇസ്രയേൽ. അതിൻ്റെ നടുക്ക് 671 കിലോമീറ്റർ ഒരുത്തം കിടപ്പുണ്ട്, കിഴക്കൻ ജെറുസലേം. അതിനാ യുദ്ധം വരുന്നത്. ആ 20,750 കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാ പലസ്തീൻ. PLOയുടെ നേതാക്കൾ ഇരിക്കുന്ന സ്ഥലം. അതിൻ്റെ പേരാ 6,750 കിലോമീറ്റർ മാത്രം. ആ സ്ഥലമാ റമല്ല, ആ സ്ഥലമാ ഗാസ. അല്ല, ആ സ്ഥലം റമല്ല, ആ സ്ഥലം ജെനുവിൻ, ആ സ്ഥലത്ത് പിന്നെ ജാവ്ലിയ. ഈ 3 പട്ടണങ്ങളാണ് പലസ്തീൻ്റെ മണ്ണ്. അതിനോട് ചേർന്ന് ഒരു തുറമുഖമുണ്ട്, വെസ്റ്റ് ബാങ്ക്. 1 വെസ്റ്റ് ബാങ്ക്, 2 റമല്ല, 3 ജനീൻ, അത് കഴിഞ്ഞിട്ട് ജാവ്ലിയ. ഇതാണ് 6,750. അതുപോലെ നമ്മുടെ പൂവാർ ഐലൻഡ് കിട്ടുന്ന പോലെ ഇസ്രയേലിൻ്റെ വടക്കേറ്റമായ വേറൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് അഷ്കലോൺ, അഷ്തോദ്, സെദത്ത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന കിരിയാത് ഘട്ട്, ബേർഷബ മരുഭൂമി. ഇതിനോട് ചേർന്ന് വേറൊരു സ്ഥലം കിടപ്പുണ്ട്, 340 കിലോമീറ്റർ. ആ സ്ഥലത്തിൻ്റെ പേര് ഗാസ സ്ട്രിപ്പ്. ഇന്ന് രാത്രി 23 ലക്ഷം പേരുള്ള ഗാസ. ഗാസയ്ക്കകത്ത് 2 ടൗൺ മാത്രം. 1 കാൻയൂനിസ്, 2 സഹർ. ഇന്ന് രാത്രി ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ സൂക്കോത്ത് പെരുന്നാളിനകത്ത് എവിടെ നടന്നൊരാക്രമണം? ഇസ്രയേലിനകത്തൊരാക്രമണം നടന്നു. ഇത് അന്തിമ ദിനത്തിലേക്ക് ലോകം പോന്നു. ആമോസിന്റെ പ്രവചനത്തിലേക്ക് വരാം. അപ്പോൾ ഒരു യുദ്ധം ഇങ്ങനെ ഒരു പരിവത്തി, ഒരു വല്ലാത്ത അവസ്ഥ വയ്ക്കുക. ആരാ? റഷ്യ ഉക്രൈൻ യുദ്ധം. ഉക്രൈൻ്റെ പ്രത്യേകത ഇന്നലെ ഞാൻ പറഞ്ഞു, ശ്രദ്ധയോടെ ഇരിക്കണം. ഉക്രൈൻ എന്തുകൊണ്ട് നാറ്റോയിൽ ചേർക്കത്തില്ല? ഇത് ഇവിടുത്തെ ചാനലുകാർക്കോ രാഷ്ട്രീയക്കാർക്കോ അറിയത്തില്ല. 1971 ഒരു കരാറുണ്ട്. കരാറിൻ്റെ പേരാ ജോൺ ഓഫ് കെന്നഡി കരാർ. ജോൺ ഓഫ് കെന്നഡി കരാർ അമേരിക്ക റഷ്യ ഒപ്പുവെച്ചിട്ടുണ്ട്. റഷ്യയുടെ അതിർത്തിയിൽ ഒരു രാജ്യങ്ങൾ അമേരിക്ക കയ്യിൽ പിടിക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? മനസ്സിലാക്കണം. അമേരിക്ക അവിടെ രാജ്യത്തെ പിടിച്ചാൽ, റഡാർ കൊണ്ടുവച്ചാൽ റഷ്യയുടെ കാര്യം കട്ടപ്പുക. പറയാം, തമിഴ്നാട്ടിൽ നാഗപട്ടണത്ത് 4 മണിക്കൂർ ഓടിയാൽ ശ്രീലങ്ക കിട്ടും. ചെല്ലുന്ന തുറമുഖത്തിൻ്റെ പേരാ ഹമ്പൻതോട്ട തുറമുഖം. 1500 കോടി രൂപയാണ് ചൈന മുടക്കി ആ തുറമുഖം പണിഞ്ഞത്. ഈ അടുത്ത നാളുകളിൽ ചൈനയുടെ ഒരു ഭയങ്കര രഹസ്യാന്വേഷണ കപ്പൽ നേരെ അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സഹിതം ശ്രീലങ്കയോട് പറഞ്ഞ്, ദയവ് ചെയ്ത് അവരെ കൊണ്ടുവരുത്, ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കും. ചൈനക്കാർ പറഞ്ഞ്, എൻ്റെ സാറേ ഒരു രക്ഷയില്ല, തുറമുഖം പണിഞ്ഞത് അവരാ, അതുകൊണ്ട് കപ്പൽ വരും. കപ്പൽ വന്നപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്ന എസ് ജയശങ്കർ അദ്ദേഹം ISRോട് പറഞ്ഞ് കപ്പലിൻ്റെ മണ്ടയ്ക്കോട്ടൊരു സാറ്റലൈറ്റ് വിട്ടേക്കാൻ പറഞ്ഞു. സ്വോത്രം. കപ്പൽ അവിടെ വന്നു, സാറ്റലൈറ്റ് വിട്ടു. ഈ കപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് തിരുവനന്തപുരംകാർ മനസ്സിലാക്കണം. ഈ കപ്പൽ അവിടെ വന്നാൽ തിരുവനന്തപുരത്തെ ഏറ്റവും നിർണായകമായ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സന്ദേശം ചോർത്തു, എയർപോർട്ടിലെ സന്ദേശം ചോർത്തു, ബ്രഹ്മോസിൻ്റെ സന്ദേശം ചോർത്തു, മുംബൈയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ കാര്യം പിടിക്കുക, നെടുമങ്ങാട് വലിയ വിളയിലെ സന്ദേശങ്ങൾ അവൻ പിടിക്കും, കൂടംകുളം ആണവ നിലയത്തിൻ്റെ സന്ദേശം അന്തരീക്ഷത്തിൽ കൂടെ സാറ്റലൈറ്റ് വഴി ഊറ്റും. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ പേടിച്ചുപോയി. അന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു സാറ്റലൈറ്റ് വിടാൻ പറഞ്ഞു. സാറ്റലൈറ്റ് വിട്ടപ്പോൾ ഇന്റർനെറ്റ് കട്ടായി. മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ പത്രത്തിൽ വരാറുണ്ട്, മണിപ്പൂരിൽ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു. തീർന്നില്ല.
കാര്യം എന്താണെന്നറിയോ? സാറ്റലൈറ്റിനകത്ത് ജാമർ വച്ചാൽ പിന്നെ ഒരു ഡേറ്റയും വരത്തില്ല, ടവറും വരത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ചില ജമ്മു കാശ്മീരിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു. കാര്യം എന്താ? സ്പീഡിൽ വാർത്ത പരക്കാതിരിക്കാൻ. ആ പരിപാടി ആ ശ്രീലങ്കയ്ക്കകത്ത് ഇന്ത്യ കൊണ്ട് ചെയ്തു കഴിഞ്ഞു. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ചെയ്തു. വന്ന വഴി കപ്പൽ അങ്ങ് തിരിച്ചു പോയി. അതുപോലെ ഇന്ന് അമേരിക്ക ഉക്രൈനെ ചേർത്ത് നാറ്റോയിൽ ചേർത്താൽ രഹസ്യങ്ങൾ മുഴുവൻ പിടിക്കും. എത്ര ദിവസം കൊണ്ട് യുദ്ധം ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാകുന്നില്ല. ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയാണ് റഷ്യ. ഏകദേശം 2000 ഫൈറ്റർ, 800 യുദ്ധക്കപ്പലുകൾ, 4000 ആണവായുധം. ആരാ? ദാണ്ടൊരു ഞാഞ്ഞൂല് ദാ കിടക്കുന്ന ഉക്രൈൻ 2 കോടി. കീവ്, വോർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ, സബ്രോഷ്യ, ലൊണാസ്ക്. ഇവിടെ മാത്രം 6 ഡിസ്ട്രിക്റ്റുള്ള ഒരു രാജ്യത്തിലേക്ക് ഉക്രൈനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല, ഒരു കാര്യം നടക്കത്തുമില്ല. ഇവനെ കൊല്ലാനും കഴിയത്തില്ല. അവനൊരു യഹൂദനാ. യഹൂദൻ്റെ വിഷയം എന്താ നിങ്ങൾക്കറിയാമോ? അവൻ ആരാണെന്നറിയാം? മൊർദെഖായിയുടെ കൊച്ചുമോൻ. അങ്ങനെ ഒരാളെ പറ്റി വല്ലവർക്കും അറിയാമോ? പഴയ നിയമത്തിലൊരു ഭാഗമുണ്ട്, എസ്തേറിൻ്റെ പുസ്തകം. പലരും അത് വായിക്കാറില്ല. ഇന്ത്യയെ പറ്റി കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ ബൈബിളിനകത്താ ഇന്ത്യയെ പറ്റി എസ്തേറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതാ എഴുതിയിരിക്കുന്നത്? ഹിന്ദു ദേശം മുതൽ കൂശ് വരെ. ഹിന്ദു ദേശം ഇന്ത്യ, അതാ കൂശ് എത്യോപ്യ വരെ. 120 സംസ്ഥാനം വാണിരുന്ന ഒരു ചക്രവർത്തിയാണ് അഹശ്വേരോശ്. അഹശ്വേരോശ് ചക്രവർത്തിയുടെ പ്രത്യേകത, പുള്ളിയുടെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഒരു പരസ്യക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു മൊർദെഖായി. മൊർദെഖായി എന്താ? വരുന്നവരോടും പോകുന്നവർക്കും ട്രാക്ട് കൊടുക്കും. ഞങ്ങളുടെ ഉപദേശിമാർ വഴി പാടുന്ന പോലെ പാട്ട് പാട്, യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. അത് കേട്ടപ്പോൾ ഒരുത്തനുണ്ടായിരുന്നു, ഹാമാൻ എന്ന് പറയുന്ന ആഗാഗ്യനായ ഒരുവനുണ്ടായിരുന്നു. ഹാമാൻ്റെ പ്രത്യേകത എന്തോ? ഇവന് സുവിശേഷം പാട്ടൊന്നും ഇഷ്ടമല്ല. അവൻ കൊട്ടാരത്തിലെ 2ാമത്തെ പുള്ളിയാ. അവൻ എന്തോ മൊർദെഖായിയുടെ കാര്യമെല്ലാം ചെന്ന് രാജാവിനോട് പറഞ്ഞിട്ട്, ഇവർ നിന്നെ വണങ്ങത്തില്ല, ഇസ്രായേൽ ജനം ഈ പട്ടണം പിടിച്ചടക്കും, നിന്നെ സഹിതം ശരിയാക്കും, അതുകൊണ്ട് അവർ മുച്ചൂടും മുടിച്ച് കളയണം. ആ സമയത്ത് രാജാവിന് നല്ല ടെൻഷനായിരുന്നു. രാജാവ് പറഞ്ഞ് പേനയും പേപ്പറും കൊണ്ടുപോവാ, എഴുതി കൊടുത്തോ, ശൂഷൻ പട്ടണത്തിലുള്ള സകല യഹൂദന്മാരെയും മുടിച്ച് കളയുവാനുള്ള കൽപ്പന. സകലയിടത്തും പോസ്റ്റർ അടിച്ചു. പോസ്റ്റർ അടിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അന്നത്തെ കാലത്തായി കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഈ യഹൂദന്മാരുടെ നേതാവായ മൊർദെഖായിയെ കാട്ടാക്കട ചൂണ്ടുപലക മരത്തെ തൂക്കാനുള്ള കാര്യങ്ങളുമെല്ലാം ചെയ്തങ്ങ് വെച്ചിരിക്കുക. കോവിഡ് വന്നപ്പോൾ ഒരു കാര്യം നടന്നു. ഈ രാജാവുമായിട്ട് കശപിശ നടക്കുന്ന 1-2 സൈന്യാധിപന്മാരുണ്ടായിരുന്നു. അവൻ്റെ പേര് ബിഗ്ദ്വാനും തേരശും. അവർ പുറത്ത് നിന്ന് വാട്സപ്പ് അടിച്ച് ഇന്ദിരാഗാന്ധിയെ തട്ടിയോളെ ഈ രാജാവിനെ കോവിഡ് കാലത്ത് തട്ടണമെന്ന്. എങ്ങനെ മൊർദെഖായി പരസ്യവും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് അവൻ്റെ മൊബൈലിൽ തെളിഞ്ഞ്. മൊർദെഖായി എന്ന് കൊട്ടാരത്തിലെ പാർട്ടികളോട് പറഞ്ഞ്, രാജാവ് സൂക്ഷിച്ചോണം, 2 ഭടന്മാർ താങ്കളെ കൊല്ലാൻ വരുവാണെന്ന്. സ്വോത്രം. ഇത് രാജാവിൻ്റെ ചെവി പറഞ്ഞ് തുണ്ടു പേപ്പർ ചെന്ന് പടയാളികൾ കൊടുത്തു. രാജാവ് അമ്മാരെ ഒതുക്കി. പക്ഷേ ആ പേപ്പർ ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ആയിപ്പോയി. രാജാവ് ഈ കോവിഡിന് കിറ്റും മരുന്നും എല്ലാം കൊടുത്തുകൊണ്ട് ഈ കാര്യം മറന്നുപോവുകയും ചെയ്തു. കാര്യമൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴാ ഹാമാനെ ഹല്ലേലൂയ ഈ കൽപ്പനയും മൊർദെഖായിയെ തൂക്കാനുള്ള വിളംബരമെല്ലാം കൊടുത്തത്. ഈ മൊർദെഖായിയെ തൂക്കുവാനുള്ള വിളംബരവുമായിട്ട് ഹാമാൻ വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് പോയി ഫേസ്ബുക്ക് യൂട്യൂബിലെയും പോസ്റ്റ് കാണിച്ചിട്ട് ഭാര്യ സേരസിനോട് പറഞ്ഞു, സഹോദരി, ഈ മൊർദെഖായി അവൻ്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ കൊന്നിട്ട് ഇവിടുത്തെ ശൂശൻ പട്ടണം ഞാൻ പിടിച്ചടക്ക്. ആൻറ്റി പറഞ്ഞു, എൻ്റെ അച്ചായ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. അദ്ദേഹം കാട്ടാക്കട പ്ലാവൂരി തമ്പേരെടുത്ത് പാട്ടുപാടി രാത്രി എന്തതിശയമേ പാടുന്ന അച്ചായനാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോയ അച്ചായൻ കുരുങ്ങിപ്പോവും. ആ സമയത്ത് ഞങ്ങളുടെ ചേട്ടന്മാർ പറഞ്ഞോളെ അന്യായ ഭാഷ പാവപ്പെട്ട സഹോദരിയോട് പറഞ്ഞു, നല്ല സഹോദരി സേറസ്, ഇവിടെ ഇരിക്കുന്നവരും കേൾക്കണം. ചില കാര്യങ്ങളൊക്കെ ഭാര്യമാർ പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ അനുസരിക്കപ്പെട്ടവരാ. ചേട്ടന്മാരെ എല്ലാ കാര്യവും കേൾക്കാൻ നിൽക്കരുത്, പരിപാടിയായിപ്പോ. അങ്ങനെ കേട്ട ഒരുവനാ സിനിമാ നടൻ ദിലീപ്, വാളയാർ പരമശിവ. ഇത്ര ഓർത്താൽ മതി. ഇന്ന് വരെ ഊരിയിട്ടുള്ള സോദർ. ഒരു പെൺകൊച്ചിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഇന്ന് നിൽക്കുന്ന സുപ്രീം കോടതി കിടക്കുക. എല്ലാ വാക്കും പെൺപിള്ളാരുടെ കേൾക്കരുത്, ചില വാക്കുകൾ കേൾക്കണം. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഭയങ്കര ഒരു ഉപവാസം ശൂശനിൽ നടത്തി. ഇസ്രായേൽ ജനം 8ലും വെണ്ണിയിലും ഇരുന്ന് കരയുവാൻ തുടങ്ങി. മൃഗങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം നിലവിളിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ ഒരു പുള്ളി കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ആരാന്നറിയാമോ? എസ്തേർ. വസ്തി മാറിയിട്ട് കൊട്ടാരത്തിനകത്ത് എസ്തേർ എന്ന് പറയുന്ന പെൺകുട്ടി രാജ്ഞിയുടെ പട്ടത്തിലേക്ക് ഇരിക്കുമ്പോൾ മൊർദെഖായി വിളിച്ചു, ചിറ്റപ്പൻ്റെ മകളാ. അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ ജനം ഈ പട്ടണത്തിനകത്ത് തീർന്നു പോകും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എന്ന് രാത്രി കേട്ടോ അവരുടെ ഉപവാസം പ്രാർത്ഥന. ഇന്ന് ചില പ്രിയപ്പെട്ടവർ പറയാനുണ്ട്, എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവസന്ധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൊട്ടാരത്തിനകത്തും അന്തപുരത്തിനകത്തും വിടുതലിറങ്ങി വരുന്നത് വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടേക്ക്. അവൻ
അവനാകെ ബോധപരശുമനുഷ്യനായി കിടക്കുക. നാളെ അവനെ വെട്ടിക്കൊള്ളുവാനുള്ള വാളുകൾ രാഗുന്ന ശബ്ദം അപ്പുറത്ത് കേൾക്കുക. പത്രോസ് ചെരുപ്പെല്ലാം ഊരി അവിടെ കിടക്കുക. 4 ഓട്ടോമാറ്റിക് ഡോറുകൾ, 1, 2, 3, 4. ഇനി പുറത്തു പോകാൻ ഒരു രക്ഷയില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഏതൊക്കെ കാവലുകൾ നിനക്കെതിരെ വച്ചാൽ ഒരുപക്ഷെ നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറഞ്ഞാൽ, നിന്റെ മരണം കാണുമെന്ന് രാജാക്കന്മാർ വാളുകൾ രാഗിയാൽ, അതിൻ്റെ നടുവിൽ പുതിയ നിയമസഭയുടെ വചനം പ്രസംഗിക്കുവാൻ ദൈവം ഒരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്ന് പത്രോസിനെ ഉയർത്തിക്കൊണ്ടുവരുക. കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങിയ ദൈവകരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി പറയണ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു ദൂതൻ ഇറങ്ങിയ ഏത് കാരാഗ്രഹത്തിൽ കടന്നാലും നിന്റെ കാലിനകത്ത് ചെരുപ്പെട്ടുകൊണ്ട് പുറത്ത് കൊണ്ടുവരുക. അട്ടകാരകഥ ബൗഡ ഇന്ന് രാത്രി വിശ്വസിച്ച കുഞ്ഞ്, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ, നിന്റെ സഭയെ പറ്റി ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ, താമസമിന് ആയിരങ്ങളോട് സുവിശേഷം പറയുവാൻ ദൈവത്തിന് നിന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നീ കാരാഗ്രഹത്തിനകത്ത് കടന്ന് ഒടുങ്ങേണ്ടവനല്ല. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതത്തിന്റെ പ്രകാശത്തിലേക്ക് വിളിച്ചു വരുത്തിയവന്റെ രാജകീയ ഗുണങ്ങളെ, സദ്വചനങ്ങളെ ഘോഷിക്കുക. പുതിയ നിയമസഭയിൽ പെന്തക്കോസ് വരുന്നാളിൽ നിന്റെ മേൽ ഒരു അഭിഷേകം പകരണമെങ്കിൽ ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് തകർക്കുന്ന കിടക്കേണ്ടവനല്ല. അതിൻ്റെ നടുവിൽ നിന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്ന് പൊന്നുപോലെ പത്രോസിനെ കൊണ്ടുവരുവാൻ ദൈവ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പിശാച് നിനക്കെതിരെ പോരാട്ടം അഴിച്ചുവിടും. നാട്ടുകാർ നിനക്കെതിരെ പരാതി വെക്കും. ഭരണകൂടങ്ങൾ നിനക്കെതിരായിരിക്കും. നിനക്കെതിരെ വാതിലുകൾ അടച്ചിരിക്കുക. ലോകം പറയുന്ന ഈ പുറത്തു വരത്തില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി പറയണത്, എന്നെ വിളിച്ച ദൈവം വിശ്വസനെങ്കിൽ, ഞാൻ ഇറങ്ങി തിരിച്ച നാളുകളിൽ ദൈവം ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ കാരാഗ്രഹത്തിനകത്ത് വാളുകൾ രാഗിയാലും അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുക. ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ശംതരാധികജാന ബൗഡാരവ ശംതുര്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ പോരുകളെയും കാൽവരിയുടെ കൊലക്കളത്തെ തകർത്തുയർത്തെഴുന്നിട്ട് യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി കാരാഗ്രഹ സമമായ നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്നാൽ ഇന്ന് രാത്രി കാവൽക്കാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് നീ കിടക്കുന്ന കടപ്പറയ്ക്കകത്ത് ഇറങ്ങി വന്ന് നിന്റെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുക. ദൈവസഭയുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ദൈവകരം വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. മകനെ, മകളെ, നിന്നെ പറ്റി ദൈവത്തിന് വാഗ്ദത്തമുണ്ടെങ്കിൽ, ചെറുപ്പക്കാരി നിന്നെ പറ്റി ദൈവത്തിന് പ്രോമിസ് ഉണ്ടെങ്കിൽ, അധിക നാൾ നീ കാരാഗ്രഹത്തിനകത്ത് കിടക്കണ്ട. ഏതൊക്കെ രാജാവും നിനക്കെതിരെ പദ്ധതി വെച്ചാലും, ഏതൊക്കെ സമൂഹം നിനക്കെതിരെ എഴുന്നേറ്റാലും, ഇന്ന് രാത്രി ഏതൊക്കെ കവാടങ്ങൾ നിനക്കെതിരെ അടഞ്ഞാലും അതിനെ വ്യക്തമായി തുറന്ന് നിന്റെ കാലയിൽ ചെരുപ്പണിപ്പിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ദൈവസഭയ്ക്കകത്ത് നിന്നെ കൊണ്ടുവരുക. പത്രോസിന്റെ ജീവിതത്തിൽ ഇറങ്ങിയ ദൈവകരം ഇന്ന് രാത്രി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ഉപവാസത്തിൽ മടുത്തു പോകാതെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പോസ്റ്റ് ഇടാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജന ഈ പ്ലാവൂരിനകത്ത് എഴുന്നേൽക്കട്ടെ. വചനം ഏറ്റെടുക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എസ്തേർ എന്ന് രാജാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവേ, ആ കോവിഡ് കാലത്ത് നിന്നെ കൊല്ലാൻ 2 പേര് വന്നപ്പം പരസ്യത്തിൽ വഴിയരികെ ട്രാക്ട് കൊടുക്കുന്ന മൊർദെഖായി ആയിരുന്നു പാവപ്പെട്ടവൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. നീ വല്ലതും കൊടുത്തോ? ഉടനെ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ ഞാൻ തിരക്കായിപ്പോയി. പുസ്തകം ഒന്ന് തുറന്നു. ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് കുറിപ്പ് കണ്ടിട്ട് രാജാവ് പറഞ്ഞു, എന്തായാലും നാളെ അവനെ ഒന്ന് ആദരിക്കാം. സ്തോത്രം. ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്തഃപുരത്തിനകത്ത് സ്വർഗത്തിൻ്റെ കരമിറങ്ങി വരും. ഇന്ന് രാത്രി ന്യായാധിപന്മാരോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. രാജാക്കന്മാരോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. നീ ഉപവസിച്ച് നിലവിളിച്ചാൽ രാജാവ് ഉണ്ടാക്കിയ രേഖയെ മാറ്റി അനുഗ്രഹത്തിൻ്റെ രേഖ നിന്റെ കരങ്ങളിൽ കൊണ്ടുവരുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാക്കുവാൻ കഴിയും? ആദിയെങ്കിൽ കൈപ്പെങ്കിലും അന്ത്യത്തത്. ആദ്യം എഴുതിയ രേഖയെ മാറ്റിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ രേഖ എഴുതുവാൻ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ നിറവിൽ ഒരു എസ്തേറിനെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ വീട്ടിനകത്ത് ഒരു അത്ഭുതം ചെയ്യുക, എൻ്റെ കേസിൻ്റെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുക, എൻ്റെ കടഭാരത്തിൻ്റെ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യുക, എൻ്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യുക. അന്തഃപുരങ്ങൾക്കകത്ത് ഇറങ്ങി വന്ന് കരങ്ങളിൽ പേന കൊണ്ട് ദൂതുകളെ മാറ്റി എഴുതുക. ശക്തനായ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ ചൊവ്വാഴ്ച വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി
വചനത്തിൻ്റെ അന്തശക്തി എടുത്തിട്ട് നിത്യജീവന്റെ മൊഴിമുത്ത് ഏറ്റെടുത്ത് ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിറവിൻ്റെ പൊൻകിരണങ്ങൾ എൻ്റെ കണ്ണിന് മുൻപിൽ ഭവനത്തിലും വന്ന ദൈവനാദം ഉയർത്തുക. കാട്ടാക്കട പത്രോസിനെ എടുത്തതുപോലെ, പുതിയ നിയമത്തിൽ പത്രോസിനെ എടുത്ത പോലെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് യേശുവിനെ ഉയർത്തുക. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വാസത്തോടെ പറയുന്ന ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ ഈ ദിവസങ്ങളിൽ കൺവെൻഷനിൽ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. ഈ രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനഭകത്തോട്ട് ഈ രാത്രി ചലിക്കട്ടെ. പ്രിയത, എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വോത്രം. രാജാവ് രാവിലെ ഹാമാൻ ഡ്യൂട്ടിക്ക് വന്നു. ഹാമാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ രാജാവ് പറഞ്ഞു ബുക്കും പേപ്പറും എല്ലാം എടുക്കാൻ പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു ഒരു വ്യക്തിയെ ഞാനൊന്ന് ബഹുമാനിക്കാൻ പോവാ, ഒരിച്ചിരി അനുഗ്രഹമൊക്കെ കൊടുക്കാൻ പോവാ. അപ്പം ഹാമാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്. സ്വോത്രം. ഞാനല്ലാതെ പിന്നെ ആരെയാ കർത്താവ് രാജാവ് അനുഗ്രഹിക്കുന്നത്? ഞാനല്ലയോ? വിത്ത് ലവ് ആൻഡ് ലവ് എവരിതിങ് ആയാം. അതുകൊണ്ട് ഹാമാൻ എന്തോ ഇത് ബുക്കും പേപ്പറും എടുത്ത്. അന്നായി കിയാ കാർണിവൽ കാർ ഇറങ്ങിയത്. ഹാമാനോട് പറഞ്ഞു ഒരു കാർ എഴുതി തരാം പുള്ളിക്ക്. അപ്പോൾ ഹാമാൻ വിചാരിച്ചു ഒരു ഓട്ടോമാറ്റിക് കാർ ഭാര്യയ്ക്ക് കൂടിയിരിക്കട്ടെ എന്ന് 2 കാർ എഴുതി. സ്വോത്രം. രാജാവ് നോക്കുന്നില്ലല്ലോ. എന്നിട്ട് പറഞ്ഞ് കാട്ടാക്കട 4 മുറി കട എഴുതിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ഹാമാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോൾ ഒരു 8 എണ്ണം അങ്ങ് എഴുതിയേക്കാം. സ്വോത്രം. അതിനുശേഷം അമ്പൂരി ആറാട്ടുകൂടി പോകുന്ന റോഡിൽ ഒരു 5 ഏക്കർ തോട്ടം എഴുതാൻ പറഞ്ഞു. ഹാമാൻ ഒരു 10 ഏക്കർ എഴുതി. അപ്പം ഹാമാൻ ഒരു സംശയം, രാജാവ് ആർക്ക് വേണ്ടിയായി പറയുന്നത്? അപ്പം രാജാവിനെ വിളിച്ച് ആർക്ക് വേണ്ടിയാ രാജാവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അയ്യോ നിനക്കറിയത്തില്ല, ആ കോവിഡ് കാലത്ത് 2 പേര് വടിവാളുമായിട്ടെന്ന് കൊല്ലാൻ വന്നപ്പോൾ പരിശോധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഉപദേശില്ലയോ നമുക്ക് വിവരം തന്ന് അന്ന് കിറ്റ് കൊടുക്കുന്ന തിരക്കായതുകൊണ്ട് മറന്നുപോയി. അതുകൊണ്ട് ഇപ്പം പണം പലിശ തീർത്ത് കൊടുക്കാം. സ്വോത്രം. അന്നേരമാ ഹാമാൻ മുട്ടിടി അവൻ്റെ പാടാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ. യോഗത്തെ പ്രസംഗിക്കുന്ന, അന്യഭാഷയിൽ ആരാധിക്കുന്ന, നിത്യജീവൻ്റെ വചനം പറയുന്ന പൊട്ടത്തമ്പേരെടുത്ത് രാത്രിയുടെ യാമങ്ങൾ എന്തതിശമയമായി പാടുന്ന ഉപദേശിയോട് നീ മത്സരിക്കാൻ പോയാൽ നിന്റെ കാലുകളുടെ പാടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സ്വോത്രം. ഇന്ന് രാത്രി പറയണം. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹാമാന് എവിടത്തേക്ക് പോയെന്നറിയാമോ? വീട്ടിൽ ചെന്ന് ഭാര്യ നല്ല ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഒടുക്കി വെച്ചിരുന്നയാ. അത് കഴിച്ചില്ല. അന്ന് അവൻ കട്ടിലേക്ക് കിടന്നൊരു പാട്ട് പാടി. ഏതാ പാട്ട്? കണ്ണുനീരെന്ന് മാറുമോ വേദനയെന്ന് തീരുമോ. കേൾക്കണമേ. ഹാമാൻ്റെ ഭാര്യ സേരസ് പറഞ്ഞു എൻ്റെ അച്ചായ അന്നേ അവിടെ വേല നടക്കുന്നതിനെതിരെ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞതാ. ദൈവവചന ഇരുവായി തലയുള്ള വാള വന്നത് സഹിച്ചോളാൻ പറഞ്ഞു. കണ്ടോ? ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. എന്താ സംഭവിച്ചതെന്ന് ദൈവവചനം മനസ്സിലാക്കണം. ഇന്ന് രാത്രി യഹൂദനെ അങ്ങനെ തകർക്കാൻ കഴിയത്തില്ല. അവൻ മൊർദെഖായിയുടെ കൊച്ചുമകനാ സെലൻസ്കി. ഇന്ന് രാത്രി ഒരു ഭാഗം പറഞ്ഞ് ഞാൻ ഇസ്രായേലിലേക്ക് പോവാ. എൻ്റെ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, കഴുമരം ഉണ്ടാക്കിയതാരാ? ഹാമാന. പോസ്റ്റർ അടിച്ചതാരാ? ഹാമാന. വാട്സപ്പിൽ ഇട്ടതാരാ? ഹാമാന. ലൈവ് ടെലികാസ്റ്റ് കൊടുക്കാൻ മൊർദെഖായിയെ തൂക്കുന്നത് കൊടുക്കാൻ പണം വരെ കൊടുത്തത് ഹാമാന. പക്ഷെ ഇന്ന് രാത്രി കഴുമരം ഉണ്ടാക്കിയത് ഹാമാനെങ്കിലും അതിനകത്താര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? ഇന്ന് രാത്രി പറയണ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. ആരാധിക്കുന്ന നിന്നെ തകർക്കുവാൻ, ഉപവസിക്കുന്ന നിന്നെ തകർക്കുവാൻ, അന്യഭാഷയിൽ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ആരാധിക്കുന്ന ദൈവദാസന് രാത്രിയുടെ യാമത്തിനകത്ത് പുൽപ്പായ്ക്കകത്ത് കണ്ണുനീര് കൊണ്ട് കരഞ്ഞുകൊണ്ട് വചനമേറ്റെടുത്ത് അപ്പാ പിതാവിൽ നിന്ന് നിലവിളിക്കുന്ന അമ്മച്ചേ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുക ഒരു സാമാന്യ ശക്തികളെയും ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി വിശ്വാസത്തോടെ പറയണ കുരുക്കൊണ്ടാക്കിയത് ഹാമാന. പക്ഷേ അതിനകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എൻ്റെ തലമുറകൾക്കെതിരെ, എൻ്റെ ചർച്ചിനെതിരെ, എൻ്റെ മിനിസ്ട്രിക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അവൻ്റെ കൊച്ചുമോന, മൊർദെഖായിയുടെ കൊച്ചുമോന ഇന്നത്തെ സെലൻസ്കി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 21 മാസമായിട്ട് ആ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ ഒക്ടോബർ മാസം 7-ാം തീയതി സൂക്കോത്ത് പെരുന്നാൾ, സിംചത്തോറ അത് നടക്കുമ്പോൾ ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം. ഈ ആക്രമണം എവിടെ പോകാൻ പോകുന്നത്? ജെറുസലേമിലേക്കാ. നാളെ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് വരും. വായിച്ചു തുടങ്ങാം. ഒക്ടോബർ 7-ാം തീയതി പത്രത്തിൽ മലയാളത്തിൽ കണ്ട വാർത്ത ഞങ്ങളുടെ ബൈബിളിലുണ്ടോ? നാട്ടുകാർക്കും കേൾക്കാം. ആമോസിൻ്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഗാസയിൽ നിന്ന് ഇസ്രയേലിൻ്റെ മതിലുകളിലേക്ക് മിസൈൽ. വായിക്കാം കുഞ്ഞ്. ഗാസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് വായിച്ചട്ടെ. ഗാസ ഇസ്രയേൽ വായിക്കാം. ആമോസ് 2:5. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ദാണ്ടെ ഇസ്രായേൽ ദേശം മുഴുവൻ തീ അയക്കും. 4000 റോക്കറ്റ് ഹമാസ് പോരാളികൾ അയച്ചത്. ഒരു തീ അയക്കും. അടുത്തത് അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. 1945 മുമ്പ്
ഹിറ്റ്ലർ എന്ന് പറയുന്ന ചക്രവർത്തി 60 ലക്ഷം യഹൂദന്മാർ ഗ്യാസ് ചേംബറിനകത്ത് കയറ്റി ജോലി തരാമെന്ന് പറഞ്ഞ് പൈപ്പിനകത്ത് വിഷം കൊടുത്തിട്ട് ഗ്യാസ് കൊടുത്തിട്ട് 60 ലക്ഷം യഹൂദന്മാർ മരിച്ചത്. അതിനായി രാഷ്ട്രീയക്കാർ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മരണം. അതിനുശേഷം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ 48 മെയ് 14 കഴിഞ്ഞിട്ട് ഇന്ന് 75 വയസ്സായി. 2023 ഇസ്രയേലായി. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രഭാതത്തിൽ 1400 പേർ മരിച്ചു വീണു. ഗാസ ഇസ്രയേൽ സംഘടനം. ആരാ? ഹമാസ്. 1967 അറബ് ഇസ്രയേൽ വാർ കഴിയുമ്പോൾ പലസ്തീനികൾക്ക് ഒരു സംഘടന രൂപീകരിച്ചു, PLO, പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത്. ആ യാസർ അറാഫത്തിന് നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പലസ്തീനെ ഇന്ത്യ സഹായിച്ചു കൊണ്ടിരുന്നത്. കാലത്തിൻ്റെ അവനികയ്ക്കകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, BJPയും ഭരണത്തിൽ വന്നു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ യാസർ അറാഫത്ത് സമാധാന പ്രേമിയായിരുന്നു. എങ്ങനെയെങ്കിലും സമാധാനത്തിൽ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് വന്നത് ഹമാസ്. ഈ ഹമാസ് ആരാന്നറിയാമോ? ഇറാനിൽ ഒരു സംഘടന, ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹാമാൻ. ഹാമാന്റെ കീഴിലുള്ള തീവ്രവാദികൾ. ആ ഹാമാൻ രാജാവിൻ്റെ വേറെ തീവ്രവാദിയാണ് ഹിസ്ബുള്ള. ഹാമാന്റെ മറ്റൊരു പോരാളികളാണ് ഹമാസ്. ആ ഹമാസിന് ഇന്ന് 2 ടീമുണ്ട്, അൽ-അക്സ ബ്രിഗേഡ്, അൽ ഖയ്യൂം ബ്രിഗേഡ്. അവരാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി സൂക്കോത്ത് പെരുന്നാളിൽ എവിടത്തേക്ക് ഇടിച്ചു കയറി? ഇസ്രയേലിലേക്ക് കയറി. യഹൂദയ്ക്കകത്ത് ഞാൻ തീ അയക്കും, യെരുശലേമിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. ലോക ചരിത്രത്തിൽ ആദ്യമായി അത്തിതളർത്ത് കൊമ്പിളതായി ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന യഹൂദൻ നിലവിളിച്ചൊരു കാലം ഒക്ടോബർ 7. അന്ന് രാവിലെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വി ആർ അറ്റ് വാർ, ഞങ്ങൾ യുദ്ധത്തിലേക്ക്. ഇന്ന് രാത്രി 40 ദിവസം ഇവിടെ കഴിഞ്ഞപ്പോഴും ഈ യുദ്ധം അവസാനിക്കുന്നില്ല. ഈ യുദ്ധം ജെറുസലേമിലേക്ക് പോകാൻ പോകുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. ഗാസയാര? ശിംശോനെ കണ്ണുകുത്തി പൊട്ടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിലകത്ത് കൊണ്ടുപോയ ഗാസയ ഇന്ന് പലസ്തീനോട് ചേർന്ന് കിടക്കുന്ന ബോർഡറിന്റെ ഇപ്പുറത്തെ സൈഡിൽ മെഡിറ്ററേനിയൻ കടലിൽ 340 കിലോമീറ്ററിനകത്ത് 23 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന വടക്കൻ തെക്കൻ ഗാസ, കാന്യൂനിസും അതുപോലെ കഴിഞ്ഞിട്ട് സാഗർ മാൽഷിബ ആശുപത്രി വരെ ഇന്ന് രാത്രി തകർത്ത് കഴിഞ്ഞു. ബൈബിളിനകത്തുണ്ടോ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് വരും അറബ് ലീഗ് ഒരുമിക്ക്? വായിക്കാം ആമോസിന്റെ പ്രവചനം 1:6-7 വാക്യങ്ങൾ. ആമോസിന്റെ പ്രവചനം 1:6-7 വാക്യങ്ങൾ. ഗാസ തീരും, ഗാസയ്ക്കകത്ത് അടിവരും, അന്തിമദിനം നടക്കും. വായിക്കാം ആമോസ് 1:6-7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. കേൾക്കണം, ബൈബിളെല്ലാം കേൾക്കണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസയുടെ 3-4 അതിക്രമം നിമിത്തം. ഗാസ ഇസ്രയേൽ, ഗസയ ഗാസ. ഗാസയുടെ 3-4 അതിക്രമം നിമിത്തം അവരെ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് അറബ് ലീഗിന്റെ കരങ്ങളിലേക്ക് ഈ പ്രശ്നം പോവുക. അറബ് ലീഗിനെ ഏൽപ്പിക്കേണ്ടതിന് വായിക്കാം. ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ 400-ൽ പരം പേരെ കൊണ്ടുപോയി കുറച്ചു പേരെ തുറഞ്ഞു വിട്ടു. 240 പേർ ഇന്നും തടവിൽ. ഇനിയുള്ള കാര്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. വളരെ ക്ലിയർ ആയിരിക്കണം. ഇത് പ്രവചന ഭാഗമാ, കാനാവിലെ കല്യാണമല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം ബൈബിളും പ്രവചനവും. ഒന്നാമത്തെ ഗാസ ഇസ്രായേൽ സംഘടന ഇവിടുത്തെ ടെലിവിഷൻ വരുന്നവർക്കൊക്കെ അറിയാം. 2003 അന്ന് കുറച്ച് പേര് മരിച്ചു. രണ്ടാമത്തെ സംഘടനമാർ 2007 ഗാസ ഇസ്രായേൽ സംഘടന. മൂന്നാമത്തെ സംഘടനമാർ 2013 അന്ന് 1200 യഹൂദന്മാരെ കൊന്നു. പലസ്തീൻ്റെ 2500 പേരെ തിരിച്ചും കൊന്നു. അന്ന് പറഞ്ഞ ഇനി സംഘടന വേണ്ട. നാലാമത്തെ സംഘടനമാർ 2021 മെയ് നമ്മളെല്ലാം കോവിഡ് കാലത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഇടുക്കിക്കാരി സൗമ്യ സന്തോഷം എന്നൊരു പെൺകുട്ടിയുടെ മണ്ടയ്ക്ക് ഗാസയിൽ നിന്ന് റോക്കറ്റ് വന്ന് അവളും മരിച്ചു. 4 സംഘടനകൾ ഇതുവരെ നടന്നെങ്കിൽ ഒക്ടോബർ മാസം 7-ാം തീയതി 5ാമത്തെ സംഘടന വരുന്നു അന്തിമ യുദ്ധത്തിലേക്ക്. അന്ന് രാവിലെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക്, ടെലവീവിലേക്കും ജെറുസലേമിലേക്കുമെല്ലാം അനവധി റോക്കറ്റുകൾ, അനവധി ചെറുപ്പക്കാരും കയറി. ബദ്ധന്മാര്. ഇന്ന് രാത്രി നമ്മൾ ഈ യോഗം ഇവിടെ സെൽവരായ ഭാഷ നടത്തുമ്പോൾ 240 പേരെ ബങ്കറിനകത്ത് ഗാസയിൽ ഇട്ടിരിക്കുക. അതിനുവേണ്ടി അവസാനം അടി ഏദോമിന്റെ വീരന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും ഈ വിഷയം. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചട്ടെ. ഞാൻ ശിക്ഷ മടക്കി കളകയില്ല. അടി ഇവിടെ നടക്കും. ആര് പറഞ്ഞാലും രക്ഷയില്ല. ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അടുത്തത്, ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഗാസയുടെ മതിലിനകത്ത് ഞാൻ ഒരു തീ അയക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന മലയാളം പത്രം, ഏഷ്യാനെറ്റ് വാർത്ത എല്ലാം കണ്ടു. ഗാസ തീഗോളം. ആ കരമുയർത്തിയാട്ടെ വായിച്ചവർക്കായി. പത്രത്തിനകത്തും ടെലിവിഷനകത്ത്. ഇതാ മക്കളെ, ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. ഇന്ന് രാത്രി എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു വ്യത്യാസവുമില്ല. ഇത് സാധാരണ മായാവിയും കുട്ടസനും ഡിങ്കനും ഒന്നുമല്ല. ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന നിത്യജീവൻ
ജീവന്റെ മൊഴിമുത്തുകൾ. 1400 കൊല്ലം വ്യത്യസ്തന്മാരായ അഭിഷിക്തന്മാർ ആടിനമേച്ചും യുദ്ധവേളയിലും സമാധാന വേളയിലും അവർ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം കൊടുത്ത അരുളപ്പാടാ ഈ വചനം. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിനകത്തും മനോരമയ്ക്കകത്തും മാതൃഭൂമിക്കകത്തും വാർത്ത ഗാസ തീഗോളമാകും. ഇന്ന് രാത്രി 40 ദിവസം ഈ കൺവെൻഷൻ കണ്ടിട്ടോ. ഈ 40 ദിവസം കഴിഞ്ഞിട്ടും ഗാസയിൽ അടി നടന്നുകൊണ്ടിരിക്കുക. 4 മണിക്കൂർ വെടിനിർത്തൽ. അടുത്ത വാക്ക് അതിന്റെ അരമനകളെ വായിച്ചിട്ടുമുള്ള അടുത്ത വാക്ക് അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ദാണ്ട സ്കൂൾ അവൻ തീർക്കും, ആശുപത്രി തീർക്കും, അൽ ജസീറ ടെലിവിഷന്റെ ഓഫീസ് തീർക്കും, ഹമാസിന്റെ സകല കേന്ദ്ര ഓഫീസും അവൻ തീർക്കും. ഇസ്രയേൽ രാവും പകലും അരമനകളെ അവൻ തീവച്ച് കളയും. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അസ്തോദിൽ നിന്ന് നിവാസിയെയും അഷ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെ. കേട്ടോണേ, നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയുടെ ഒരു അതിർത്തി ഭാഗമുണ്ട്, പാറശാലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു വഴിയുണ്ട്. നെടുവാമ്പുളയുണ്ട്, അത് കഴിഞ്ഞിട്ട് പളുകലുണ്ട്, അത് കഴിഞ്ഞ് കന്നുമാമൂടുണ്ട്, അത് കഴിഞ്ഞ് കാരക്കോണുണ്ട്. കാരക്കോണം കഴിയുമ്പോൾ പുലിയൂർശാല കഴിയുമ്പോൾ ചെറിയ കൊല്ല കഴിഞ്ഞ് പനച്ചമൂട്, അത് കഴിഞ്ഞ് വെള്ളറട വരെ സഞ്ചരിച്ചവർക്കറിയാം. ഒരു സ്ഥലം കേരളം, മറുസ്ഥലം തമിഴ്നാട്. അതുപോലെ ഇസ്രയേലിൻ്റെ ഏറ്റവും നിർണായകം, നിങ്ങൾക്ക് മലയാളം അറിയാൻ വേണ്ടി ഇത് ക്ലിയറാക്കി ഞാൻ തരുന്നത്, ഇസ്രയേലിനോട് ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലിലെ ഗാസ ദ്വീപ്. ആ മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിൽ 29 കിലോമീറ്റർ 5 അതിർത്തിയുണ്ട്. 1 അഷ്കലോൻ, 2 അസ്തോദ്, 3 സദത്ത്, 4 കിര്യാത്ഗട്ട്, 5 ബേർഷബ. ഈ 29 കിലോമീറ്റർ കമ്പിവേലി ഇട്ടേക്കുക. ഇതിൽ ഒറ്റ ഡോറ് മാത്രമേ ഉള്ളൂ ഇസ്രയേൽ ഗാസയിൽ കയറാൻ. അവിടെ 400 പട്ടാളക്കാരെ എല്ലാ സമയവും നിൽക്കുന്നത്. അന്നത്തെ കഷ്ടകാലത്തിന് എന്തോ ഈ അടി ഉണ്ടാവത്തില്ലായിരുന്നു. ഇസ്രയേലിൻ്റെ ഒരു പെരുന്നാളുണ്ട്, അതിൻ്റെ പേര് അസിംചത്തോറ, സൂക്കോത്ത് പെരുന്നാൾ. അത് മലയാളത്തിൽ കൂടാര പെരുന്നാൾ. 7 ദിവസത്തെ പെരുന്നാൾ. നമ്മുടെ ഈ ഓണം പോലെ എല്ലാവരും ലീവ് എടുത്ത് വീട്ടിൽ പോകും. ശനിയാഴ്ച രാവിലെ പെരുന്നാൾ ചെയ്തപ്പോൾ അന്ന് ശബത്തും, അന്ന് അവരെ മൊബൈൽ പോലും ഉപയോഗിക്കത്തില്ല. ആ സമയത്ത് പലസ്തീൻ്റെ ഒരു പ്രാന്തപ്രദേശമായ ഗസയിൽ നിന്ന് ഏകദേശം 3000 പടയാളികളും 4000 റോക്കറ്റുകളും സകലരും ഗാസയ്ക്കകത്ത് ഇടിച്ചു കയറിയ കാഴ്ചയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. അഷ്കലോൻ അത് കണ്ട് വിറയ്ക്കും. ഈ അഷ്കലോനകത്ത് വലിയ വിഷയമുണ്ടായി. അസ്തോദിൽ നിന്ന് പെൺപിള്ളാർ അപ്പനെ അമ്മയെ നോക്കുന്ന മലയാളി നേഴ്സുമാർ ആംബുലൻസിനകത്ത് അവരുമായിട്ട് ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച നമ്മുടെ ഹല്ലേലൂയ ബൈബിളിലെ പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. അടുത്ത വാക്കൂടെ കുഞ്ഞു വായിച്ചട്ടെ, അടുത്ത വാക്കൂടെ വായിക്കാം. എന്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും. ഈ ഗാസയിൽ ആദ്യം കയറുന്ന സ്ഥലമായ എക്രോൻ, തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ പാറശാലയിൽ നിന്ന് ആദ്യം ചവിട്ടുന്ന ഇഞ്ചി വിളയ. അതുപോലെ ഗാസ മുനമ്പിനകത്ത് അഷ്കലോനിൽ നിന്ന് ആദ്യം കയറുന്ന ബോർഡറിന്റെ പേരായി എക്രോൻ അത് കണ്ട് വിറയ്ക്കും. ആദ്യം തന്നെ അവിടുത്തേക്കായി ഇസ്രായേൽ അടി കൊടുത്തത്, പിന്നെ കരപ്പട്ടാളം മാർച്ച് ചെയ്ത്. അടുത്തത് വായിക്കാം. ഫെലിസ്തീനിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും. കിടക്കുന്ന ഫെലിസ്ത്യ ഗോത്രം നിലവിളിക്ക്. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ 11,000 പേരെ തകർത്ത് കളഞ്ഞു. എൻ്റെ ആഗ്രഹം യുദ്ധം തീരണം. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, ജനിച്ച കുഞ്ഞുങ്ങളെ, ആശുപത്രി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോലും കണ്ണിൽ ചോരയില്ലാത്തവന്മാർ കൊല്ലുന്നു. യഹൂദൻ്റെ പ്രത്യേകത എന്താ? അവരിൽ ഒരുത്തനെ കൊന്ന 10 പേരെ അവൻ കൊല്ലും. പല ദിവസങ്ങളായി പലരും എന്നോട് ചോദിക്കുന്നത് യുദ്ധം തീരുമെന്ന്. ഞാൻ പറയും യുദ്ധം തീരും. 1400 യഹൂദന്മാരെ കൊന്നിട്ടുണ്ട്. 14,000 പേരെ എന്ന് കൊല്ലുന്നു, അന്നവൻ യുദ്ധം തീർക്കും. സ്വോത്രം. അല്ലാതെ ഇനി ആര് പറഞ്ഞാലും അവ യുദ്ധം തീർക്കത്തില്ല. കഴിഞ്ഞ ദിവസം ലോകരാജ്യങ്ങൾ പറഞ്ഞതാ, ആർക്കെങ്കിലും അടിക്കാൻ തയ്യാറുണ്ട്, ഞങ്ങൾ അടിക്കാൻ തയ്യാറാണ്. സാധാരണ അല്ല, ഇവിടെ കോവിഡ് വൈറസ് ഇറങ്ങിയപ്പോൾ നമ്മൾ 14 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു സാധനം. അത് അന്തരീക്ഷത്തിൽ കുടഞ്ഞാൽ വൈറ്റ് ഫോസ്ഫറസ് എന്ന അതിൻ്റെ പേര്. അത് മൂക്കിലോട്ട് കയറിയ മനുഷ്യൻ്റെ നടു വളഞ്ഞു, പിന്നെ ഒരുത്തനും നൂന്ന് നിൽക്കത്തില്ല. യഹൂദൻ്റെ ഇരിക്കുന്ന സാധനമാണ്. ഈ ചില അമ്മച്ചിമാർ ഉന്തുവടിയായിട്ട് പോകുന്ന പോലെ ഇരിക്കുന്ന സാധനം അവൻ കുടയുമെന്ന് ഇന്നലെ ലെബനോനും സിറിയയോടും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കളിക്കാൻ വന്നാൽ പ്ലെയിനകത്തുനിന്ന് വൈറ്റ് ഫോസ്ഫറസ് കുറഞ്ഞാൽ ഒരൊറ്റ എണ്ണം മരിക്കത്തില്ല. പക്ഷേ നടു കുനിഞ്ഞു പോകുന്ന നട്ടലിനെ തകർക്കുന്ന വൈറ്റ് ഫോസ്ഫറസ് അവൻ്റെ ഇരിക്കുന്ന. സ്വോത്രം. അവൻ ചെറിയ പുള്ളിയൊന്നുമല്ല. യാക്കോബിൻ്റെ കൊച്ചുമോനെ കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ അവൻ്റെ കയ്യിലിരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഫെലിസ്ത്യ ദേശമേ നിനക്ക് കഷ്ടം. രണ്ടാമത്തെ പ്രവചന ഭാഗം ഇതെല്ലാം ബൈബിളിലുണ്ട്. യിരെമ്യാ പ്രവചനം 47:5-6 ഗാസ ഇസ്രായേൽ സംഘടനം. വായിച്ചിട്ട് മക്കളെ, ഇതെല്ലാം നാട്ടുകാർ അറിയട്ടെ. കാലം തീരാറായി, കാന്തൻ വരാറായി. യിരെമ്യാ പ്രവചനം 47:5-6 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചട്ടെ. 47:5-6 വാക്യങ്ങൾ വായിച്ചട്ടെ.
ഗസയ്ക്ക് കഷണ്ടി ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അപ്പൊ ചിലർ വിചാരിക്കും കാട്ടാക്കടയിൽ നിന്ന് ചില ബാർബർമാർ ഗസയെ ചെന്ന് അവിടുത്തെ നേതാക്കന്മാരെ മുടി വെട്ടിയെന്നല്ല. ഗാസയ്ക്ക് കഷണ്ടി എന്ന് പറയുന്നത് ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ ഇസ്രയേൽ കൊല്ലും. സ്വോത്രം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന കേട്ടോ. ഇന്ന് പലരെയും നോക്കി വെച്ചിരിക്കും. അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ലൈവ് പോവുമായിരിക്കും. ഈ ഹമാസിന്റെ നേതാക്കളിരിക്കുന്ന ഖത്തറിലാണ്. ഈ ഖത്തറിലിരിക്കുന്ന നേതാക്കളെ അവർ നോട്ടം മറ്റുകൊണ്ടിരിക്കുക. പക്ഷേ ഖത്തറിൽ അമേരിക്കയുടെ താവളമുണ്ട്, ഹുദ്ഹുദ് എയർബേസ്. അതുകൊണ്ട് അടിക്കാതിരിക്കുന്നത്. ഖത്തർ ഇരിക്കുന്നവനെ പോലും അടിക്കാൻ അവൻ തയ്യാറായി. ഇവൻ ഭയങ്കര സാധനമാണ്. കുടിച്ച വെള്ളത്തെ യഹൂദനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. 93-ൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ കാലത്ത് പലസ്തീൻ ഇസ്രയേൽ സംഘടന അത് ചർച്ച ചെയ്യാൻ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ആരെ വിളിച്ചു? ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഏരിയൽ ഷാനൂർ, പലസ്തീനിലെ PLOയുടെ യാസർ അറാബത്ത്, ബിൽ ക്ലിൻ്റൺ രണ്ടുപേർക്ക് ചായ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞ് സഹോദരന്മാർ അടി ഉണ്ടാക്കരുത്, നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാ, അതുകൊണ്ട് അടി ഉണ്ടാക്കരുത്. ഉടനെ ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഏരിയൽ ഷാനൂർ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇനി അടി ഉണ്ടാക്കത്തില്ല. ഉടനെ പലസ്തീൻ്റെ PLO നേതാവും പറഞ്ഞു, ഞങ്ങൾ റോക്കറ്റും പെടത്തില്ല. രണ്ടുപേരും ഒപ്പിടാൻ പറഞ്ഞു. അമേരിക്കയുടെ പ്രസിഡന്റ് ഞങ്ങൾ ഉപദേശിക്കുവാനാണെങ്കിൽ തലേ കൈവെക്കുന്ന പോലെ കൈവച്ച് രണ്ടുപേരെയും വിട്ടു. നാട്ടുകാർ വിചാരിച്ച് അടി തീർന്നില്ല. 4-ാം പക്കം കരാർ ഇതാ കിടക്കുന്നു. പലസ്തീൻ്റെ മണ്ടയ്ക്ക് അവൻ പിന്നെയും പോയി അടിച്ചു. സ്വോത്രം. അങ്ങനെ ഒരുവനായി ഇസ്രയേൽ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. സ്വോത്രം. ഇവൻ നിലവിളിക്കുന്ന കാലം വരാൻ പോയി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഈ ഗാസയിലെ ഹമാസിന്റെ സകല ലീഡറെ യവന്മാർ നായെങ്കിലും വഴി തുരങ്കത്തിൽ വിട്ട് കടിച്ചു കീറിയിട്ട് യവന്മാർ ഈ അടി നിർത്തത്തുള്ളൂ. സ്വോത്രം. അതുകൊണ്ട് 40 ദിവസമായിട്ട് അടി നിർത്തുന്നില്ല. ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അർത്ഥം ലീഡർഷിപ്പിനെ മുഴുവൻ കൊല്ലും. നിങ്ങളുടെ പത്രവാർത്തയും ഏഷ്യാനെറ്റ്, മനോരമ, 24 എടുത്തിട്ട് ഈ ബൈബിളൂടെ വായിക്കണം. അതിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. അടുത്ത വാക്ക് നമ്മുടെ 24 ദിലീപ്, ഇപ്പം ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ പണ്ട് ഏതോ ഒരു സയൻസ് പ്രസംഗിച്ചപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവനിപ്പോൾ ടെല്ലവീവിൽ നിന്നായി പരിപാടി നടത്തുന്നത്. ആ ടെല്ലവീവിലെ പരിപാടി നിങ്ങളുടെ ബൈബിളൂടെ ഈ വാക്യം കൂടെ വായിച്ചിട്ട് പറയണം, കർത്താവ് വരുമോ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. ഇസ്രായേലിന്റെ ബോർഡർ കേരളത്തിന്റെ അതിർത്തിയായി ഇഞ്ചിവിള പോലെ ഇസ്രായേലിന്റെ ബോർഡറിൽ കിടക്കുന്ന അഷ്കലോണിലെ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. സൂപ്പർ നോവ എന്ന് പറയുന്ന ഡാൻസിൽ 230 പേരെ വെടിവെച്ചു വന്ന് വീടുകളും എല്ലാം ഹമാസിന്റെ പോരാളികൾ തകർത്തു. അഷ്കലോൻ മുടിഞ്ഞു പോകും. അടുത്ത വാക്ക്. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. ഇസ്രായേലിലെ എത്രത്തോളം നീ അതിക്രമം കാത്തിരിക്കും, നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. അടുത്ത വാക്ക്. അയ്യോ യഹോവയുടെ വാളേ, നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. യഹോവയുടെ വാളെ നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. അടി നടന്നുകൊണ്ടിരിക്കുക മക്കള്. കാലം തീരാറായി, കാന്തൻ വരാറായി. അടുത്തത് സമുദ്ര. വായിച്ചട്ടെ. അടുത്ത നിന്റെ ഉറയിൽ വാളെ നിന്റെ ഉറയിൽ കടക്ക. വിശ്രമിച്ച് അടങ്ങിയിരിക്കാം. കുറച്ച് സമയം നീ വിശ്രമിച്ചോടെ. സ്വോത്രം. ഇന്നിപ്പോ ഇത് കേൾക്കുമ്പോ എല്ലാവരും വിചാരിക്കും നാളെ 3-ാം ലോകമഹായുദ്ധം നടക്കുമെന്ന്. നടക്കത്തില്ല. 3-ാം ലോകമഹായുദ്ധം ഒന്നും ഉടനെ നടക്കത്തില്ല. ഇത് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നുള്ളൂ. ഈറ്റുനോവിന്റെ ആരംഭം. കാട്ടാക്കട മമ്മൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഗൈനക്കോളജി ഡോക്ടർ പെൺകുട്ടിക്ക് ആദ്യം കൊടുക്കും പ്രഗ്നൻസി. അവൾക്ക് കൊടുക്കുന്നതാ എന്താണെന്നറിയാമോ? നമ്മുടെ ഇത് അയൺ ടാബ്ലറ്റ്. അത് കൊടുക്കുന്നത് പോലെ ഗർഭിണിക്ക് പ്രസവവേദന അയണും ഫോളിക് ആസിഡും കൊടുക്കുന്നത്. അതുപോലെ പ്രസവവേദന വരുന്നവരെ തുടങ്ങിയതേ ഉള്ളൂ. ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ബന്ധുക്കോസുകാരും നാട്ടുകാരും യോഗം കണ്ട് പേടിക്കണ്ട. 3 കാര്യം ഇവിടെ നടക്കണം കർത്താവിൻ്റെ വരവിന്. 1, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും ഭൂതലത്തിലൊക്കെ സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. അപ്പോൾ കർത്താവ് വരും. മിണ്ടുന്നില്ല. 2-ാമത്തെ കാര്യം, ജാതികളുടെ പൂർണ്ണ സംഖ്യ. പത്രോസ്ലീഹ പറയുന്ന പോലെ ചിലർ കൂടെ ഈ പെട്ടകത്തിനകത്ത് കയറണം. 3, ഇസ്രയേലിന് അംശമായ കാഠിന്യം സംഭവിക്കണം. ആ കാഠിന്യത്തിന്റെ തുടക്കമായിപ്പോൾ ഇനി അനവധി കാഠിന്യങ്ങൾ വരാനുണ്ട്. അത് അന്തിമ യുദ്ധം. അടുത്ത വാക്കൂടെ കുഞ്ഞു വായിച്ചട്ടെ. വായിക്കാം. അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ ഇതാ കിടക്കുന്നത്. ഇന്ന് അഷ്കലോൻ എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ അവർ കാലിയാക്കുക. ഇനി അവർ അവിടെ പണിയത്തില്ല. ഇതാ ഇസ്രയേൽ ഗാസ സംഘടന. നിങ്ങളുടെ വാർത്തയ്ക്കകത്ത് അഷ്കലോൻ, അഷ്തോദ്, ലൂദ്, സദത്ത് ഇതെല്ലാം പറയുന്നത്. അടുത്ത് കഴിഞ്ഞ് 3-ാമത്തെ വാക്യമായി കുഞ്ഞ സെബന്യാവിന്റെ പ്രവചനം. 2, 4, 5, 6 ഗാസ വിഷയം കണ്ടോ. ഇത് ബൈബിളിലുണ്ട്. ഇതൊരു അന്ത്യകാല പ്രവചനമാണ്. സെബന്യാവിന്റെ വിഷയം 2-ാം അധ്യായം, സെബന്യാവിന്റെ 2, 4, 5, 6 വാക്യങ്ങൾ വായിച്ചാട്ടെ. കിടക്കുന്ന. അതുകൊണ്ട് ഇസ്രയേൽ പ്ലെയിനകത്ത് നിന്ന് ലഘുലേഖ കൊടുത്തിരിക്കുക എല്ലാവരും നടക്കാൻ.
കണ്ടില്ലേ? ടെലിവിഷൻ ഒന്ന് കാണണം. കറുത്തമുത്തും ചന്ദനമഴയല്ല, ഗസയ്ക്കകത്ത് ഒരെണ്ണമില്ല, സകലതും പെട്ടിയും കടക്കെടുത്ത് യാത്ര ചെയ്യുന്നു. പണ്ട് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടന്നതുപോലെ ഗാസ നിർജ്ജനമാകും. തെക്കൻ ഗാസയിൽ കുഞ്ഞുമില്ല, മാഞ്ചാതിയില്ല, മരങ്ങളുമില്ല, എല്ലാം തകർത്ത് കളഞ്ഞു. എത്ര ക്ലിയർ! ഗാസ നിർജ്ജനമാകും. അടുത്ത വാക്ക് അസ്കലോൻ ശൂന്യമായി തീരും. അഷ്കലോൻ, അതായ ഒക്ടോബർ മാസം 7-ാം തീയതി പെരുന്നാളിന് രാവിലെ അടിച്ചത് അഷ്കലോന് ഒരു കുഞ്ഞുങ്ങളുമില്ല, 5-6 പട്ടാളക്കാർ മാത്രം. അടുത്തത് അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. ഉച്ചയ്ക്ക് റോക്കറ്റ് വരും. അതാ പെങ്കൊച്ചുങ്ങൾ പറയുന്നത് സൈറൺ മുഴങ്ങുന്നു, സൈറൺ മുഴങ്ങുന്നു. അമ്മച്ചിമാരെ അപ്പച്ചമാരെയും കൊണ്ട് പെങ്കൊച്ചുങ്ങൾ ബങ്കറിനകത്ത് പോയി നിലവിളിക്കുന്നു. സൈറൺ മുഴങ്ങുന്നു, മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. അടുത്ത വാക്ക് എക്രോന് നിർമൂലനാശം വരും. ദാ കിടക്കുന്ന എക്രോൻ, അഥവാ ഗാസയുടെ ആദ്യത്തെ ബോർഡറാ എക്രോൻ, ഗാസയിലോട്ട് കയറുന്നത്. അവിടെ പച്ചക്കടിച്ച് ഗാസേവൻ തീർത്ത് കളയും. അന്ത്യകാലം. അടുത്തത് സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്ക്. ഇത് കണ്ടിട്ട് അറബ് ലീഗ് മൊത്തം കരയുന്നില്ലേ? യുദ്ധം നടക്കുന്നത് ഇസ്രയേലും പലസ്തീനുമാ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ദാണ്ട് ജോർദാൻ, സിറിയ, ലബനോൻ, അത് കഴിഞ്ഞ് എത്യോപ്യ, സൗദി അറേബ്യ, ഇറാൻ, ഇവരെല്ലാം ഇന്ന് നിലവിളിക്കുന്നു. സമുദ്ര തീരത്തുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ ഈ യുദ്ധത്തിൻ്റെ പിൻപിൽ ഒരു വല്ലാത്ത ഭയപ്പാടിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, കാലം ഏറെയില്ല. ഇന്ന് രാത്രി നമ്മുടെ ബൈബിളിലെ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. തീർന്നില്ല. അടുത്ത 4-ാമത്തെ പ്രവചനം ഇസ്രായേൽ ഗാസ. നിങ്ങളുടെ പത്രം ബൈബിൾ സെക്കരിയ പ്രവചനം 9, 5, 6 വാക്യങ്ങൾ. അടുത്തത് എല്ലാം നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാം, ഞങ്ങളുടെ ബൈബിളിലുണ്ട് കുഞ്ഞുങ്ങളെ, 40 ദിവസമായിട്ട് നടക്കുന്ന അടി മൊത്തം ബൈബിളിലുണ്ടെന്ന്. സെക്കരിയ പ്രവചനം 9, 5, 6 ഗാസ. വായിക്കുമ്പോളേ അസ്കലോൻ അതുകൊണ്ട് ഭയപ്പെടും. അതാ ഒക്ടോബർ മാസം 7-ാം തീയതി ഏകദേശം 1400 പേരെ കൊന്ന്. ഭയപ്പെട്ടില്ലേ? പലരും മൊബൈൽ കണ്ടില്ലേ? മനുഷ്യന്റെ കഴുത്തറത്തു, കരമുയരുന്നില്ലല്ലോ. നിങ്ങളുടെ മൊബൈലിനകത്ത് കണ്ടില്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലും വണ്ടിക്കകത്ത് കയറ്റിയിട്ട് പച്ചയ്ക്ക് കഴുത്തറത്തു. ഒരു തീവ്രവാദി കഴിഞ്ഞ ദിവസം പറയാ, എനിക്ക് കൊതി തീർന്നില്ല, ഇനി അനവധി പേരെ കഴുത്തറക്കണമെന്ന്. ഒരുത്തൻ വീഡിയോ ഇട്ടിരിക്കുക, ഇനിയും അനവധി പേരെ കഴുത്തറക്കണമെന്ന്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ ഇസ്രയേലിനകത്ത് പാർട്ടിയുണ്ട്, സൂപ്പർ നോവ. അതൊക്കെ യഹൂദന് കിട്ടേണ്ടതാ. സൂപ്പർ നോവയ്ക്കകത്ത് ആടിയും പാടിയും ചെയ്യുന്ന സുന്ദരികളായ പെൺകുട്ടികൾ, ഹമാസിന്റെ പോരാളികൾ പിക്കപ്പിനകത്ത് കൊണ്ടുപോയി പച്ചയ്ക്ക് ബലാത്കാരം ചെയ്തിട്ട് അവരെ മരുഭൂമിയിലിട്ട് നായ ഓടിച്ചിട്ട് കൊല്ലുന്നത് പോലെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച നിങ്ങളുടെ മൊബൈലിൽ കണ്ടില്ലേ? ഗാസ ഇസ്രായേൽ സംഘടന കഴുത്ത് പച്ചയ്ക്ക് തല ചേർത്ത് വെച്ച് പിക്കപ്പിനകത്ത് അറക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? അഷ്കലോൻ ഇതുവരെ കാണാത്ത സംഭവങ്ങൾ അന്ത്യദിനങ്ങളിൽ കാണും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. അടുത്ത വാക്ക് വായിക്കാം മക്കളെ, അടുത്ത വാക്ക് വായിച്ചട്ടെ. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ദാ കിടക്കുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായി അറബ് ലീഗ് എല്ലാം കരയുന്നില്ലേ? ഗസയും എക്രോനും കണ്ട് വിറയ്ക്കുമെന്ന്. ഗാസയിൽ നിന്ന് ലക്ഷക്കണക്കിന് 23,11,000 വടക്കൻ ഗാസയിൽ കയറിപ്പോയി. വീടില്ല, കൂടില്ല, എല്ലാം കിടന്ന് കരയുന്ന നിങ്ങളൊന്ന് കാണണം ടെലിവിഷനകത്ത്. പെട്ടിയും വീൽ ചെയർ തലയ്ക്കകത്ത് ബെഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ തിന്നും കുടിച്ചും നല്ലതുപോലെ ചിക്കനും ഒക്കെ കഴിച്ചിട്ട് ഇവിടെ കല്ലേലിയ വിളിക്കാത്ത കുറേ കൂട്ടക്കാരുണ്ട്. നീ വിളിച്ചേ മതിയാകും. സ്വോത്ര സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയതാ. അതുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. ചില ചേട്ടന്മാർ വിചാരിക്കും ഇവിടെ ഈ ഉപദേശിമാർ വെറുതെ ഞങ്ങളെ പേടിപ്പിക്കുവാന്ന്. ഇതിലും വലിയ കഷ്ടമായിരുന്നു കുവൈറ്റുകാർ. കുവൈറ്റിലെ ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. ഏറ്റവും വലിയ പൈസക്കാരാണ് കുവൈറ്റുകാർ. അവരുടെ പ്രത്യേകത എന്തായിരുന്നെന്നറിയാമോ? പെപ്സി കുടിക്കുന്ന കുപ്പി വഴിയെ പോകുന്നവൻ്റെ തലയ്ക്കറിയും. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയോ. അവൻ്റെ കാശുണ്ടെന്നുള്ള അഹങ്കാരമാണ്. ഒരു രാത്രി സദാം ഹുസൈൻ ഒന്ന് കയറിയപ്പോൾ 4-ാം പക്കം കുവൈറ്റിലെ അറബികൾ മരുഭൂമിയിൽ ഒരു നേരത്തെ പാലിനും ബ്രെഡിനും ക്യൂ നിന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി കുരുതങ്കോടെ തലേക്കോണമേ കറുത്തമുത്തൻ ചന്ദനമഴയും കണ്ടൊന്നും നീ വീട്ടിനകത്ത് ഇരിക്കത്തില്ല. നിന്റെ കേബിളും കാണത്തില്ല, ഇന്റർനെറ്റും കാണത്തില്ല, അൽപകാമും കുഴിമന്തിയും പൊരിച്ച കോഴിയും കിട്ടത്തില്ല. ഗാസയ്ക്കകത്ത് നടക്കുന്നത് പോലെ നീ നടക്കുന്ന കാലം വരാൻ ദിവസങ്ങളായി. അതുകൊണ്ട് ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇസ്രായേലെ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ മക്കളെ. ഗാസയ്ക്ക് കഷണ്ടി. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. സെക്കരിയ 9, 5, 6 വായിക്കാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. 5, 6 വാക്യം. അവളുടെ
അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അറബ് ലീഗിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നത് എത്ര ദിവസം കൊണ്ട് കൂട്ടുകൂടുക? UN പറയുന്നു വെടി നിർത്താൻ, നാട്ടുകാർ പറയുന്നു വെടി നിർത്താൻ, യമൻ ഒരിക്കലും അനുസരിക്കത്തില്ല. സകല ആൾക്കാരും പറയുന്നു വെടിവെടുത്താൻ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. അടുത്ത വാക്ക്, ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ദാ കിടക്കുന്ന ഈ യുദ്ധം എന്ന് തീരണമെന്ന് ഇന്ന് രാത്രി സുവിശേഷ പ്രഭാഷകനാണെന്ന് ഞാൻ പറയുന്നു. ഹമാസിന്റെ ലീഡറെ മുച്ചൂട് മുടിച്ചു കഴിയുമ്പോൾ ഇസ്രയേൽ കമ്പിവേലിയിടും ഗസയ്ക്കകത്ത്. എന്നിട്ട് പട്ടാളക്കാരെ നിൽക്കുക. ഇവിടെ മണ്ഡപത്തിൻ കടവ് ചെക്ക് പോസ്റ്റ് നിൽക്കുന്നത് പോലെ ഇനി ഒരു അഭയാർത്ഥി ക്യാമ്പായിട്ട് ഗസയെ അവർ മാറ്റ്. ഒരന്ത്യ ദിനത്തിലേക്ക് ലോകം വന്നിരിക്കുന്നു. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം. UN ജനറൽ സെക്രട്ടറി പറഞ്ഞു. എന്താ പറഞ്ഞത്? യുദ്ധം നിർത്താൻ. അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു യുദ്ധം നിർത്താൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ആരാണ്ട് പറഞ്ഞു, നരേന്ദ്രമോദി സാർ പറഞ്ഞ യുദ്ധം നിർത്തുമെന്ന്. UN ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം പറഞ്ഞു യുദ്ധം നിർത്താൻ. ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നില്ലേ നിനക്ക് കുപ്പായ ഇടാനുള്ള പൈസ തരത്തില്ലെന്ന്. സ്വോത്രം. ആരാവിന് പൈസ കൊടുക്കുന്ന? അമേരിക്ക, ഇസ്രയേലുവാ. നമ്മുടെ നാടൻ ഭാഷ. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. നമ്മുടെ സഖാവ് പിണറായി വിജയനെതിരെ ഇവിടെ ഒരു ആരോപണം വരുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ക്യാമറമാൻ പുള്ളിയോട് സംസാരിക്കുമ്പോൾ അഭിമുഖം കൊടുക്കത്തില്ല. ഉടനെ ഡൽഹി വിളിച്ച് പറയുന്നതാണ്ട് സീതാറാം യെച്ചൂരി അവിടെ നിൽക്കുന്നു, ഒന്ന് ചോദിച്ചേക്കാം. സീതാറാം യെച്ചൂരിയുടെ അടുത്ത് ഇംഗ്ലീഷ് എന്ന ഏഷ്യാനെറ്റിൻ്റെ ക്യാമറമാൻ ചോദിക്കും, സാർ ദ പ്രോബ്ലം ഈസ് ഗോയിങ് ഇൻ കേരള ടു മച്ച് ഡിസ്റ്റർബ്. അത് വലിയ പ്രശ്നമായിട്ട് പോകുന്നത്. അതുകൊണ്ട് സാറിൻ്റെ അഭിപ്രായം എന്താ? ടുഡേ യുവർ കമൻറ്റ്. ഉടനെ സീതാറാം യെച്ചൂരി പറയും നത്തിങ് ഒന്നുമില്ലെന്ന്. കാര്യം എന്താ? ആ സീതാറാം യെച്ചൂരി മുണ്ടും ഉടുപ്പും പേടിക്കുന്നത് പിണറായി വിജയൻ അയച്ചു കൊടുക്കുന്ന കാശില്ല. പിന്നെ വല്ലതും പറയാൻ പറ്റുമോ? സ്വോത്രം. അതുകൊണ്ടാണ് ഇന്നത്തെ UN ജനറൽ സെക്രട്ടറി സ്വോത്രം ഈ അന്തോണീസ് കുട്രാസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ്റെ കാറിൽ പെട്രോൾ അടിക്കുന്നതും അവനിടുന്ന കുപ്പായം കൊടുക്കുന്ന അമേരിക്ക, ഇസ്രയേലിൻ്റെയും കാശ. ഇതൊക്കെ ഒരു പടമാ. ഒറ്റ പരിപാടി നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ അറബ് ലീഗ് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എവിടെ കൂടി? സൗദി അറേബ്യയിൽ കൂടി. ആര് കൂടെ? ഇറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സിറിയ ഉണ്ട്, തുർക്കി ഉണ്ട്. ഇപ്പോൾ ഒരേ സമയം 3 അടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. 1 ഇസ്രയേൽ ഗാസ, 2 സിറിയ. അങ്ങനെയെങ്കിൽ സിറിയയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇസ്മായേലിലെ കൂടാരങ്ങൾ, യേശാവിൻ്റെ മക്കൾ ഇവിടെ ഒരുമിക്കുന്ന കാലം വരാറായി. വായിക്കാം ബൈബിളിനകത്തോ യെശയ്യാ പ്രവചനം 17:1-2. ഇന്ന് ചാനലിൽ കാണുന്ന അടിയല്ല നമ്മുടെ ബൈബിളിനകത്തുണ്ട്. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. വായിക്കാം. ദമശ്കേക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഡമാസ്കസ് ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ്. ഡമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം വായിച്ചാട്ടെ. ഇതാ ദമശ്കേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. സിറിയയുടെ മണ്ടക്കിട്ട് ഇസ്രായേൽ അടിക്കും. അതാ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ 2 എയർപോർട്ടിനെ പച്ചക്ക് അടിച്ചു നിർത്തി. 1 ഡമാസ്കസ്, 2 ആലപ്പോ വിമാനത്താവളം. 2 വിമാനത്താവളം സിറിയയിലുണ്ടായിരുന്നു. 2നെ ഇസ്രായേൽ അടിച്ചു. ദമ്മശേക്ക് ഒരു പട്ടണമാകാതിരിക്കാൻ നീങ്ങിപ്പോവും. അടുത്തത് ലെബനോൻ. വായിക്കാൻ മോളെ അടുത്ത വാക്ക്. അത് ശൂന്യ കൂമ്പാരമായി തീരും. കിടക്കുന്ന ഈ രാത്രി ചിലപ്പോൾ നാളെ നിങ്ങൾ പേപ്പർ വായിക്കുമ്പോൾ സിറിയ കയറി അടിക്കുക. അവസരം തക്കത്തെ ഉപയോഗിക്കുക. ഈ കെയർ ഓഫ് സിറിയയുടെ മണ്ടയ്ക്ക് കൊടുക്കും. അടുത്ത വായിച്ചാട്ടെ. അരോവർ. അതാ ഇന്നത്തെ ലെബനോൻ, ഹിസ്ബുള്ളയുടെ ലെബനോൻ. അവനെ അവൻ അടിച്ചുകൊണ്ടിരിക്കുക. 3 രാജ്യങ്ങൾ ഒരേ സമയം ഇസ്രയേൽ അടിക്കുന്നു. 1 ഗാസ, 2 സിറിയ, 3 ലെബനോൻ. ഇന്ന് രാത്രി ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ജെറുസലേമിലേക്ക് വരുന്ന ദിനം അടുത്തുപോയി. ഇന്ന് രാത്രി സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്ന കാലമെടുക്കുമ്പോൾ ശൂന്യകാലത്തിലേക്ക് വരുന്നു. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഈ വാക്യം ചില TPMന്റെ പെന്തക്കോസിന്റെ മതിലേ കാണും, ചില പെന്തക്കോസിന്റെ ചർച്ചകളിൽ കാണും, അതുപോലെ തന്നെ ചില ബുക്കിലെറ്റിനകത്ത് ഇത് കാണും. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കാര്യം എന്താ? ഇന്ന് ഇതാരും പ്രസംഗിക്കുന്നില്ല. ദേവദാസ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വീട്, കാറ്, കമ്പ്യൂട്ടർ, ഏക്കറ് കടന്നു വരൂ, അനുഗ്രഹം പ്രാപിക്കൂ. അങ്ങനെ ഒരു കാലമായല്ലോ. കർത്താവിനെ കണ്ടാൽ ഇന്ന് വീട്, കാറ്. കഴിഞ്ഞ ദിവസം ആരണ്ട് പറയുന്നിട്ട് 1.5 കോടിയും കിട്ടുമെന്ന്. സ്വോത്രം. എനിക്കറിയത്തില്ല. കൊല്ലങ്ങളായിട്ട് ഞാൻ ഈ കവലകളിൽ കിടന്ന് പ്രസംഗിക്കുന്നു. ഒരു 5 ലക്ഷം തികച്ചു വന്നിരുന്നേ പുതിയൊരു വണ്ടി ഞാൻ എടുത്തേനെ. സ്വോത്രം. വരുന്നു, മറുപടി പോകുന്നു. 5 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ വന്നില്ല. സ്വോത്രം. ചില പ്രവാചകന്മാർ പറയുന്നു 1.5 കോടി വരുമെന്ന്. സ്വോത്രം. ഇതെല്ലാം തട്ടിപ്പിൻ്റെ സുവിശേഷം. ഈ ലോകത്തിൻ്റെ ദൈവം ഇവിടുത്തെ ദൈവമക്കളുടെ കണ്ണുവരെ അടച്ചു കളഞ്ഞു. സ്വോത്രം. ഇന്ന് നല്ല ശുശ്രൂഷ ചെയ്യുന്ന സഭകളെ പോലും യവന്മാർ കയ്യിലാക്കി കഴിഞ്ഞ് ഞങ്ങൾ ആളെ കൂട്ടി
കൂട്ടിത്തരാം, പിന്നെ മറ്റവരെ ഒത്തിരി പേരെ കൂട്ടിത്തരാം. ഇങ്ങനെ പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കാത്ത, യേശുവിനെ പ്രസംഗിക്കാത്ത കുറേ ആൾക്കാർ വരും. അതാണ് ഈ കുഴപ്പമായത്. കർത്താവിൻ്റെ വരവ്, നിത്യതയുടെ കവാടങ്ങൾ, മനുഷ്യൻ്റെ മാനസാന്തരം, ഇതൊക്കെ പ്രസംഗിക്കാത്ത സുവിശേഷ യോഗമല്ല. TPM-ൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് കർത്താവിൻ്റെ വരവിനെ പറ്റി. ഒരിക്കൽ 1 വർഷം മുമ്പ് TPM-ൽ ഒരു അപ്പച്ചൻ എന്നെ തിരുവല്ല എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററിൻ്റെ കുറേ പ്രസംഗങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്തിടുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ച, എൻ്റെ കൂടെ ക്യാമറമാനും ആരുമില്ല, പിള്ളേരെടുക്കുന്ന അവരൊക്കെ എടുത്ത് എത്രയോ വിടുന്നു, അപ്പച്ചൻ ഇട്ടോളാം. സ്വോത്രം. ഇന്ന് രാത്രി 260 പ്രസംഗങ്ങൾ. ഒരന്യ പെന്തിക്കോസുകാരനെ കയറ്റത്തുമില്ല, അവരെ പ്രസംഗവുമാർ ഇടത്തുമില്ല. സ്വോത്രം. എൻ്റെ പ്രസംഗം 260 പ്രസംഗം തേനിലും മധുരം എന്ന് പറഞ്ഞ TPM ചാനൽ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുക. അപ്പച്ചൻ പറയും, നല്ല പോളിംഗ് ഉണ്ടെന്ന് ആൾക്കാർ. ഞാൻ പറഞ്ഞു, അപ്പച്ച, അവിടെ പ്രസംഗിച്ചില്ലേലും വേണ്ടിയില്ല, അതെങ്കിലും കണ്ട് നിങ്ങൾ അക്കരെ നാട്ടിൽ കയറട്ടെന്ന്. കണ്ടോ, ഇത് ഈ പെന്തക്കോസ് മിഷൻ്റെ സൈറ്റാ തേനിലും മധുരം. അതിനകത്ത് TPM-നകത്ത് കൺവെൻഷന് പോയാൽ കാട്ടാക്കടയോ പാലിയോടോ TPM-നകത്ത് കൺവെൻഷൻ പോയാൽ വേറെ ആരെങ്കിലും കയറ്റുമോ? അവർ കയറ്റത്തില്ല, ഇന്നും കയറ്റത്തില്ല. അപ്പച്ച എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നോടൊന്നും പറയരുത്, ഞങ്ങളുടെ ആൾക്കാർ ഈ CEO പറയുന്നില്ല, അതുകൊണ്ട് പാസ്റ്റർ പ്രസംഗം വിടുക. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് വിട്ടോളാം. സ്വോത്രം. എന്തോ ഒരു നല്ല സന്തോഷം അവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കണമോ? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗീയ സിയോന. അതിനുവേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കുന്ന സുവിശേഷകർ ഇന്ന് രാത്രി. ഇനി അറബ് ലീഗ് എല്ലാം കൂടെ ഒരുമിക്കാൻ പോവാ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന, ഇറാൻ, ഇറാഖ്, കേരളത്തിൻ്റെ 3/1 കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, 1 ലക്ഷം ജനം, 1 കോടി ജനം പോലുമില്ലാത്ത ഇസ്രയേലിൻ്റെ മണ്ടയ്ക്ക് ഹല്ലേലൂയ, അറബ് ലീഗിൻ്റെ, റഷ്യയുടെയൊക്കെ ആയുധപ്പര തുറക്കാറായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച, പലസ്തീൻ്റെ നേതാക്കൾ റഷ്യൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനെ കാണാൻ പോവുക. ഹമാസിൻ്റെ പോരാളികളെ റഷ്യ വിളിച്ചിരിക്കുന്നു. അതുപോലെ ഇന്ന് ഇറാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാമെങ്കിൽ ലോകം 2 ചേരിയിലേക്ക് വന്നു മക്കളെ. ഇന്ന് രാത്രി പൗലോസ് ലീഗോട് ചേർന്ന് പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയായികയാ. രാത്രി കഴിവാറായി, പകൽ അടുത്തു പോയി. കരമുയരുന്നില്ലല്ലോ. നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ ഉദിച്ചു വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. എന്താ ഒഴിച്ചുമാറ്റൽ? 1945 ഞാൻ സ്വതന്ത്രാഴ്ചയിലേക്ക് പോകും. 1945 2-ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. ബ്രിട്ടന്റെ ആക്രമണം കണ്ടിട്ട്, അല്ല, ജർമ്മനിയുടെ ആക്രമണം കണ്ടിട്ട് ബ്രിട്ടൻ അനവധി പേരെ ഒഴിച്ചു മാറ്റി. ദൈവകുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. 90-ൽ കുവൈറ്റ് ഇറാഖ് യുദ്ധം മനസ്സിലാക്കണം. ഈ ടയോട്ട സണ്ണിച്ചാൻ എന്ന് പറയുന്ന ഒരു അച്ചായൻ നമ്മുടെ ജോർദാൻ വഴി മലയാളികളെ മൊത്തം ഒഴിച്ചു മാറ്റി. ബാക്കി 2013 യമനിൽ കലാപം. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, ഹല്ലേലൂയ, മരണപ്പെട്ട ഉമ്മൻചാണ്ടി സാർ യമനിൽ നിന്ന് മലയാളി നേഴ്സുമാരെ കൊണ്ടുവന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പൂച്ചെണ്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു. 2016 സുഡാനി കലാപം. സഖാവ് പിണറായി വിജയൻ നേഴ്സുമാരെ കേന്ദ്രത്തെ ഇടപെട്ടിട്ട് കേന്ദ്രമന്ത്രിസഹിതം ഇവിടെ വന്നു. 2018 കാട്ടാക്കടയും വിഴിഞ്ഞത്ത് ഓക്കി ചൂടിലേക്കാറ്റടിച്ചു. കുറേ പേരെ സ്കൂളിനകത്ത് കയറ്റി. 2020 ഒഴിച്ചു മാറ്റാനുള്ള പ്രസക്തി. കോവിഡ് കാലത്ത് വന്ദേ ഭാരത് കേട്ട എത്ര പേരുണ്ട്? ഇന്ത്യയിൽ നിന്ന് വെളിനാട്ടിലുള്ള മക്കളെ കൊണ്ടുവരുവാൻ ഒരു പരിപാടി ഇന്ത്യ കൊണ്ടുവന്നു, വന്ദേ ഭാരത്. കേട്ടവാർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. കോവിഡ് കാലത്ത് പിള്ളേരെ കൊണ്ടുവരാൻ വിമാനം പോയി, എയർ ഇന്ത്യ, വന്ദേ ഭാരത്. അതിനുശേഷം ഉക്രൈനിൽ ആക്രമണം നടന്നു. ഈ മണ്ണാങ്കോണം, വെള്ളറട, അവിടെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ഉക്രൈന് MBBS പഠിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം. അവരെന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ എടുക്കുവാൻ വിമാനം വന്നു. ആ വിമാനത്തിൻ്റെ ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ഗംഗ. അതാ ഉക്രൈൻ ദൗത്യം. ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നു ഓപ്പറേഷൻ ഗംഗ. തീർന്നില്ല. കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ആക്രമണമുണ്ടായപ്പോൾ ഇന്ത്യയുടെ 4 വിമാനങ്ങൾ ജയശങ്കർ അവിടെ ഇറക്കി. ബാക്കി 4 കൂടെ ഇറക്കിയപ്പോൾ മലയാളി നേഴ്സുമാർ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ചത്താൽ ഇവിടെ കിടക്കുക, മാസം 2 ലക്ഷം കൂടി വിട്ട് നാട്ടിൽ വന്നാൽ 10 ഉലുവ കിട്ടത്തില്ല, അതുകൊണ്ട് ബോംബ് വീണാലും ഇവിടെ കിടക്കുമെന്ന്. സ്വോത്രം. വിമാനം കാലിയായിട്ട് വന്ന് കേട്ടോ, നാട്ടുകാർ കേൾക്കണം. കേരളത്തിലോട്ട് വരത്തില്ല അവർ. അവിടെ 2 ലക്ഷത്തി ചില്ലുവാനും രൂപ ഒരു മാസം ശമ്പളമുണ്ട്. ചാപ്പാട് ഫ്രീ, മൊബൈൽ ഫ്രീ, എല്ലാം ഫ്രീ. അതുകൊണ്ടാണ് നേഴ്സുമാർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലേക്ക് കിട്ടില്ല, മിസൈൽ വീഴുന്ന നഷ്ടപരിഹാരം വീട്ടിൽ കിട്ടുമെന്ന്, പിള്ളേർ തിന്നോളൂ എന്ന്. സ്വോത്രം. 4 വിമാനത്തിനകത്ത് പഠിക്കുന്ന പിള്ളേരെ ചേർക്കാൻ പോയി. ആ ഓപ്പറേഷന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ നേതൃത്വം കൊടുത്ത് അതിനിട്ട പേപ്പറിനകത്ത് അടിക്കണം. നിങ്ങളുടെ മൊബൈലിൽ കിടപ്പുണ്ട്. ഓപ്പറേഷൻ അജയ് 1. കോവിഡ് കാലം വന്ദേ ഭാരത്. ഉക്രൈനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഓപ്പറേഷൻ ഗംഗ. ഇപ്പം ഇസ്രയേലിൽ നിന്ന് മടങ്ങി വരുന്നവരെ ഫ്രീ ടിക്കറ്റിൽ കൊണ്ടുവരുവാൻ ഒരു ഓപ്പറേഷൻ വന്നു, ഓപ്പറേഷൻ അജയ്. ഇന്ത്യയുടെ വിമാനം അവിടെ ഇറങ്ങി. പണം ചോദിച്ചില്ല. അത് കഴിഞ്ഞ് അവരോട് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചോളൂ. ഇന്ത്യയുടെ പാസ്പോർട്ടുള്ളവരെ കയറ്റിയിരുത്തി, ബംഗാളിയെ കയറ്റി
കയറ്റിയോ, അത് കഴിഞ്ഞിട്ട് അമേരിക്കക്കാരനെ കയറ്റിയോ, പാകിസ്ഥാൻകാരനെ കയറ്റിയോ, ചൈനക്കാരനെ കയറ്റിയോ. ഇന്ത്യയുടെ വിമാനം എവിടെ ഡേവിഡ് ബെൻഗൂറിയൻ അന്താരാഷ്ട്ര വിമാനത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ അതിനകത്ത് കയറ്റി ന്യൂഡൽഹി വിമാനത്താവളത്തിൽ ഇറക്കിയതുപോലെ 3-ാം ലോകമഹായുദ്ധം ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കും. അജയല്ല, ഗംഗയല്ല, വന്ദേ ഭാരതല്ല, ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാൻ കാലമായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കുരുതൻകോടിനോട് പ്ലാവൂരിനോട് കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സൈഡിൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനിച്ചിട്ടില്ല. മറു സൈഡിൽ ഇസ്രയേൽ 3 രാജ്യങ്ങളെ ആക്രമിക്കുന്നു. 1 ഗാസ, 2 സിറിയ, അത് കഴിഞ്ഞിട്ട് ലെബനോൻ. ഇതൊരു അന്തിമ യുദ്ധത്തിൽ പോകണമെങ്കിൽ ഒരു റോഡ് ഇവിടെ ശരിയാകണം. അതാ G20 ഉച്ചകോടി ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, നമുക്കൊരു ബിസിനസ് വേ വേണം. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രയേലിലെ തുറമുഖ നഗരം ഹൈഫ 1500 കോടി രൂപ മുടക്കിയിട്ടുണ്ട് ഇന്ത്യ. ഒരു തുറമുഖം ഇസ്രയേലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ മധ്യപകുതിയിൽ. അവിടെ എത്തിക്കണമെങ്കിൽ ഒരു റോഡ് വേണം. ആ റോഡിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. 3-4 കാര്യം പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും, ബാക്കി നാളെ. ബൈബിളിനകത്തുണ്ടോ ചൈനയിൽ നിന്ന് ഒരു സിൽക്ക് പാത ഈ ലോക രാജ്യങ്ങളിലേക്ക് എത്തും? അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ചൈനയുടെ സിൽക്ക് പാത? G20 ഉച്ചകോടി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിൽ പറഞ്ഞ കാര്യം വായിച്ചിട്ട് കുഞ്ഞെ. യെശയ്യാ പ്രവചനം ബൈബിളുള്ളവരെല്ലാം എടുക്കണം. നിർമ്മലാ സീതാരാമൻ പറഞ്ഞതാ ചൈനയുടെ സിൽക്ക് പാത. യെശയ്യാ പ്രവചനം 49:12 വാക്യം. ഇതെല്ലാം ബൈബിളിലുണ്ട്. എന്ത് ചെയ്യാലും 49:12 വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 49:12 വാക്യം. ഇതാ ഇവർ ദൂരത്തിൽ നിന്നും. ഈ വാക്യമുള്ളവരെല്ലാം മനസ്സിലാക്കണം, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന വഴിയായത്. ഇതാ ഇവർ ദൂരത്ത് നിന്നും, ഇവർ വടക്കു നിന്നും, പടിഞ്ഞാറ് നിന്നും, ഇവർ സീനീം ദേശത്ത് നിന്നും വരുന്നു. സിനീം ആ ചൈന, പഴയ നിയമത്തിൽ സിനീം എന്ന് എഴുതിയേക്കുന്ന ചൈനയാ. ആ ചൈനയുടെ സിൽക്ക് പാതയാ നമ്മുടെ ബൈബിളിനകത്ത് ഇത് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത കേട്ടോണേ ദൈവമക്കൾ, ഇതെല്ലാം കേട്ടോണം. ഈ റോഡ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കന്യാകുമാരി ഒരു സൈഡ്, കാശ്മീർ വരെ രാഹുൽ ബോഡോ യാത്ര നടത്തി. അതുപോലെ കന്യാകുമാരി ടു കാശ്മീർ കഴിഞ്ഞാൽ ഈ പാത നേരെ ഗൾഫ് രാജ്യത്തേക്ക് കയറും. ആ റൂട്ടാണ് കാശ്മീർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. അതിൻ്റെ ഒരു പാർട്ടി കൂടെ ചൈനയും കയറി വരും. ആ ചൈനയിൽ നിന്ന് ഇറാഖിലെത്തുമ്പോൾ ഒരു നദിയുണ്ട്. ആ നദിയാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. ആ നദിയുടെ അക്കരെ 1-ാമത്തെ സ്ഥലം തുർക്കി കഴിഞ്ഞാൽ സിറിയ. ഗോലാങ്കുന്നിൽ കൂടെ ഇസ്രയേലിൻ്റെ മണ്ടയിലോട്ട് ഇറങ്ങിച്ചെല്ലാം ആ പാതയാ ചൈനയുടെ സിൽക്ക് പാത. ബൈബിൾ പഠിക്കണം, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണം ഒരിക്കലും മാറ്റാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഡയറിക്കകത്ത് നല്ലൊരു പ്രസംഗം എഴുതി വെച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 4 പ്രസംഗം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 4 രാത്രി പ്രസംഗിക്കാൻ മോഹനം ബ്രദറെ. വന്ന കുഞ്ഞാട്, നിന്ന കുഞ്ഞാട്, പോയ കുഞ്ഞാട്, മടങ്ങി വരുന്ന കുഞ്ഞാട്. ഡയറിയിൽ ഇപ്പോഴും പ്രസംഗം ഇരിപ്പുണ്ട്. 4 രാത്രി കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്. ഞാൻ എന്നിട്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇത് പ്രസംഗിക്കണോ. അപ്പം ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം അവിടെ ഇരിക്കട്ടെ, സമയം തരാം. ഇപ്പം ഈ കത്തുന്ന പ്രശ്നം ഒന്ന് നല്ലോണം പഠിച്ചോളാൻ പറയും. സ്വത്രം. അതിൻ്റെ കാര്യം എന്തുവാ? ഇത്രയും എഴുതി പ്രസംഗിക്കുന്ന കാര്യം. ഇന്ന് ഷൈനി പടം എടുക്കുന്നുണ്ട്. ഈ പെന്തിക്കോസ് കോളത്തിൽ സുവിശേഷത്തിന് പോയ ദേവദാസ് ഭാഷക്കറിയാം, 1 മണിക്കൂർ 10 മിനിറ്റ്. അത് തന്നെ ഭാഗ്യം. സ്വത്രം. 8-ാം മണിക്ക് മൈക്ക് തരും, 9:10 നിർത്തും. അതിൻ്റെ ഇടയ്ക്ക് അനൗൺസ്മെൻറ്റ്, വണ്ടിയുടെ റൂട്ടൂടെ ഇങ്ങോട്ട് പോകുന്ന കാട്ടാക്കട പോകണോ കറുകച്ചാലി പോകണോ അതുകൂടെ പറയണം. സ്വത്രം. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും വലിയ കമ്പനിയൊന്നുമില്ല. സ്വത്രം. ഞാനൊരു കവലപ്രാസംഗികൻ, എനിക്ക് ആരോടും വലിയ കമ്പനിയില്ല. ഈ പെന്തിക്കോസി പ്രസംഗിച്ച് അതിനത് ക്ലിയർ ആക്കിയിട്ടാണ്. പെന്തിക്കോസി പ്രസംഗിക്കുന്ന പ്രാസംഗികർക്ക് 500 പേരുള്ളൊരു സഭയുണ്ട്. സ്വത്രം. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ചുമതല കാണണം. അപ്പം വല്ല സ്വസ്ഥതയുണ്ടോ? രാവിലെ വീടിന് കല്ലിടാൻ പോകണം, ഉച്ചയ്ക്ക് ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണം ഉറപ്പീരിന് പോകണം, വൈകിട്ട് ഉച്ച 3:30 വട്ടിയൂർക്കാവി അമ്മച്ചി അടക്കാൻ പോകണം. പിന്നെ എവിടെ പ്രസംഗം എഴുതും? ആ വണ്ടി ഇരുന്നുകൊണ്ട് പേയാട് വരുമ്പോൾ ഉടുപ്പ് മാറ്റിയിട്ട് നേരെ സ്റ്റേജ് വരും. ഒരു പുണ്ണാക്കും പറയത്തില്ല. സ്വത്രം. പച്ചയ്ക്ക് ഞാൻ പറയാം. സ്വത്രം.
ഈ പെന്തിക്കോസിലെ ഈ സുവിശേഷ പ്രസംഗിനോട് പ്രത്യേകിച്ച് ഒരു വാക്ക്, പോയാലും കേട്ടാലും നിങ്ങൾക്ക് പ്രസംഗിച്ച് മാന്യമായിട്ടുള്ള വണ്ടിക്കൂലി ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് ഇനി 400 പേരുള്ള സഭയും കെട്ടിപ്പിടിച്ചിരിക്കുകയും നിൽക്കുകയും ചെയ്യരുത്. അല്ല സഭയെ പിടിച്ചിരുന്നു സ്റ്റേജിൽ പ്രസംഗിക്കരുത്. സ്വോത്രം. ഏത് റാന്നി ആയാലും കോന്നി ആയാലും പിറവായാലും ഏത് ഉണ്ണാക്കം വന്നാലും 1 മണിക്കൂർ 10 മിനിറ്റ്. സ്വോത്രം. ബാക്കി അവരോട് ചോദിച്ചാൽ മതി. സ്വോത്രം. ഇത് വർക്ക് ചെയ്യത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, നോട്ട്സ് തയ്യാറാക്കത്തില്ല, ഒരു കാര്യമില്ല. ഇന്നും അബ്രഹാം മലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രസംഗിച്ച് അവറാച്ചാൻ്റെ മോൻ രാജാക്കന്മാരുടെ രാജാവായിട്ട് വരാറായി. ഇന്നും അബ്രഹാം മലയിൽ പോയതും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. കണ്ടില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗത്തിൽ വന്നാൽ നിങ്ങൾക്ക് വല്ലതും കേൾക്കാം. ഈ അടുത്ത സമയത്ത് ഞാനിവിടെ മണ്ഡപത്തിൽ കടവ് മണക്കാല ഏജിക്കാർ മൊത്തം ഇരുന്ന് പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് മണിച്ചം വന്നാലും രവിച്ചേട്ടൻ വന്നാലും ഒരു പുണ്ണാക്കും പറയത്തില്ല. സ്വോത്രം. അവർക്കൊന്നും ഈ സമയമില്ല. ഇതൊക്കെ വല്ലതും കേൾക്കണമെങ്കിൽ ഇതുപോലുള്ള യോഗത്തിൽ വന്നാൽ വല്ലതും എഴുതിയെടുത്താൽ നിങ്ങൾക്ക് വല്ലതും കേൾക്കാം. സ്വോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗത്തെ നിങ്ങൾ അവജ്ഞയായിട്ട് കാണരുത്. ഞാൻ ഒരുത്തരെയും കുറ്റം പറയല്ല. ഇന്ന് പെന്തിക്കോസിലെ പ്രസംഗം, അതിൻ്റെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ കാണും പോയി കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരെ ഉയർത്തക്കം കേൾക്കണം. റവറൻഡ് ഡോക്ടർ ഇന്നലെ അമേരിക്കയിലായിരുന്നു, ഇന്ന് കാലിഫോർണിയയിലായിരുന്നു. നമുക്ക് വേണ്ടി ആ സ്വോത്രം ഇന്ന് പ്ലെയിനകത്ത് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്. സ്വോത്രം. അപ്പം കർത്താവ് പറയും, ഇനി നിങ്ങളായിക്കോ, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാമെന്ന്. സ്വോത്രം. എടാ കുഞ്ഞെ, സ്വോത്രം. ഈ പുസ്തകം എടുത്തതാ നിൻ്റെ കരുണ. സ്വോത്രം. ഈ പുസ്തകം എടുത്തതാ നിൻ്റെ മാന്യത. ഈ പുസ്തകം എടുത്തിട്ടാ നിൻ്റെ പോക്കറ്റിനകത്ത് 4 നോട്ട് വന്ന് റവ ഡോക്ടർ അഭിഷിക്തൻ അങ്ങ് തേച്ച് കാച്ചുവാ. സ്വോത്രം. അതിനൊക്കെ CSIക്കാരെ ഞാൻ കുറ്റം പറയില്ല. ഇവിടെ എല്ലാ CSIയിലും ഞാൻ പ്രസംഗിക്കുന്നതായിരുന്നു. ഇപ്പോഴും ഈ അടുത്ത സമയത്ത് സൂരാജിനൊക്കെ അറിയാം. സ്വോത്രം. അവിടെ ചെല്ലുമ്പോൾ 8 അച്ഛന്മാർ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ഇരുന്നാലും അച്ഛന്മാരൊരു കാര്യം പറയാറുണ്ട്, ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ വചനം പ്രസംഗിക്കും, ക്ഷണിച്ചു കൊള്ളുന്നു. റവയില്ല, ഡോക്ടറും ഇല്ല, അഭിഷിക്തനുമില്ല, പ്ലെയിനിൽ വന്നതുമില്ല, ട്രെയിനിൽ വന്നതുമില്ല. സ്വോത്രം. ഇതെല്ലാം വന്നത് ഈ പെന്തിക്കോസിലാണ്. സ്വോത്രം. പണ്ടത്തെ കാലത്ത് സുവിശേഷവും കേൾക്കണം. ഒരപ്പച്ചൻ പറയും, കർത്താവിൻ്റെ ദാസൻ വന്നിട്ടുണ്ട്, വിലേറിയ വചനം സംസാരിക്കും. സ്വോത്രം. അപ്പം നമുക്ക് ഈ ഗ്രേഡ് കൂടിയില്ലയോ? സ്വോത്രം. അതുകൊണ്ട് അച്ചാറും ചമ്മന്തിയൊക്കെ മാറി അൽപകമായപ്പോൾ ഇപ്പം നമ്മുടെ ഗ്രേഡ് മാറിപ്പോയി. കോവിഡ് വന്നിട്ടും ഗുണപ്പെടാത്ത പെന്തിക്കോസുകാരാ, നീ മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. സന്തോഷമില്ലല്ലോ? ആദ്യം കർത്താവ് അടിക്കുന്ന നിങ്ങളെയല്ല, ഞങ്ങളെ. യോഗത്തിന് വിളിച്ചാൽ ചോദിക്കും, 4000 കൂടുമോ? ആരാ സൗണ്ട് സിസ്റ്റം? ആരാ പാട്ടുകാർ? പിന്നെ ഞങ്ങൾക്ക് എത്ര തടയുമെന്ന്. പിന്നെ എങ്ങനെ ദൈവം അവനെയൊക്കെ നാം സന്ദർശിക്കാതിരിക്കും? സ്വോത്രം. ഇതൊക്കെയാ വലിയ കുഴപ്പം. വേറെ ഒരിടത്തുമില്ല. പച്ചയ്ക്ക് ആ സ്റ്റേജിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവരാരും ഇത് തയ്യാറാക്കത്തില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞാനൊക്കെ ഇത് തയ്യാറാക്കി നോട്ട്സ് കൊണ്ടുവരുന്നത്. വളരെ പാടുപെട്ട് എത്ര തുണ്ടെഴുതി, എത്ര കട്ടൗട്ട് എഴുതി, എല്ലാം ക്ലിയർ ആക്കിയിട്ട് അവർ പ്രസംഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് നാളെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ശെൽവരാജ് ഭാഷ നാട്ടുകാർ പിടിക്കും. സ്വോത്രം. ഇദ്ദേഹം എന്തോ പറഞ്ഞത്. അതുകൊണ്ട് ആക്കുറേറ്റ് ക്ലിയർ ആയിട്ടേ പറയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വരുന്നു ചൈനയുടെ സിൽക്ക് പാത. അടുത്തത് കണ്ടോണേ. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ക്ലിയർ തരാം. ഇന്ത്യ, അഫ്ഗാൻ, പാകിസ്ഥാൻ, ചൈനയിൽ നിന്ന് വരുന്നവർ ഇറാൻ വഴി ഇറാഖിൽ ചെല്ലുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അക്കരെ തുർക്കി, സുറിയ കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഗോലാനി കൂടെ ഒറ്റയടിക്ക് അടിക്കാം. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സഹോദരങ്ങളെ, ഒരു നദി പറ്റുന്നു അന്തിമ യുദ്ധത്തിന് വേണ്ടി. വായിക്കാം വെളിപ്പാട് പുസ്തകം 16-12 എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തോണം. എന്നിട്ട് നിങ്ങൾ മൊബൈലിൽ ചോദിച്ചാൽ മതി, അവരിത് വരച്ച് കാണിച്ചു തരും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചിട്ട് കുഞ്ഞ്. വെളിപ്പാട് 16-12. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, അഫ്ഗാൻ, ഇവിടെ നിന്ന് അന്തിമ യുദ്ധത്തിന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കരം ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. കേൾക്കണം, ഇതൊക്കെ കേൾക്കണം. ഇന്ന് തുർക്കി ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ ഡാം പണിഞ്ഞപ്പോൾ ഇറാഖിലെ യൂഫ്രട്ടീസ് കത്തുനിന്ന് പറ്റുന്നു. അതുകൊണ്ട് ആ പാസ്റ്റർമാരുടെ മൊബൈലിനകത്ത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഉണങ്ങുന്നു. പന്തയിലെ ചെളി കിടക്കുന്ന പോലെ യൂഫ്രട്ടീസ് ഉണങ്ങി തുടങ്ങി. ദാണ്ട ചെങ്കടൽ കൂടി ചെങ്കൽപ്പാത ഒരുക്കി ഇസ്രായേൽ ജനം കടന്നതുപോലെ യൂഫ്രട്ടീസ് ഉണങ്ങുന്നു. എന്തിനു വേണ്ടി? അന്തിമ യുദ്ധം. അതാ ഇന്നലെ മെനഞ്ഞാന്നും സൗദി അറേബ്യ നടന്ന സംഭവം. വീട്ടിൽ ചെല്ലണം. അറബ് രാജ്യങ്ങൾ ഒരുമിക്കും. 3 കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇപ്പം നിർത്തിത്തരാം. 1, ചൈനയുടെ സിൽക്ക് പാത. 2, നദി ഉണങ്ങുന്നെങ്കിൽ യേശാവിൻ്റെ മക്കൾ ഒരുമിക്കും. വായിക്കാം മോളെ. യെശയ്യാ പ്രവചനം 19, 21, 24 സുവിശേഷ പ്രസംഗം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 19, 23, 24 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അറബ് ലീഗിന്റെ നേതാക്കൾ ഒരുമിക്കും. അശ്ശൂർ, സിറിയ, മിസ്രയീം, ഈജിപ്റ്റ്,
അതാ ഇന്ന് സൗദി കണ്ടത്. ഇന്നലെ രാത്രി മുഴുവൻ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൊടി ഉയർത്തി രാജാക്കന്മാർ സംസാരിക്കുന്ന കണ്ടില്ലേ? അശൂർ മിസ്രൈമരുമായി. വായിച്ച മോളെ അടുത്ത വാക്ക്. അശൂര്യർ മിസ്രൈമിലേക്കും അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമ്യർ അശൂരിലേക്കും ചെല്ലും. അറബ് ലീഗ് മുഴുവൻ ഈ വിഷയത്തിൽ ഒത്തുകൂടും. അടുത്തത് മിസ്രൈമ്യർ അശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. അതാ സുന്നി ഷിയ മുസ്ലിം ഒരുമിക്കും. കരമുയരുന്നില്ലല്ലോ. വെളിനാട്ടിക്ക് പോയവർക്കറിയാം സൗദി അറേബ്യ ഇറാനും തങ്ങളെ വേലി കെട്ടിയിരുന്ന സ്വോത്രം. ഇവർ തങ്ങളെ അടുക്കത്തില്ല സുന്നി ഷിയ. പക്ഷെ ഇസ്രയേലിൻ്റെ ആക്രമണം വന്നപ്പോൾ ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് സൗദി അറേബ്യയിലെത്തി. കരമുയർത്തിയാട്ട് മക്കളെ, ഇതൊക്കെ ബൈബിൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഒരന്തിമ യുദ്ധത്തിന്റെ ചാലിവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത വാക്കും കൂടെ. ആ കാലത്ത് ഇപ്പോൾ ആരാ ഇസ്രായേൽ? വായിക്കാൻ മോളെ അടുത്ത വാക്ക്. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തേക്ക് അവരെ മടക്കി കൊണ്ടുവന്ന് അവരൊരു അനുഗ്രഹമായി. അനുഗ്രഹം ആർക്കാ? മിസ്രൈമിനോടും അശൂരിനോടും. മതി മക്കളെ, അവനൊരു അനുഗ്രഹം. അവനെ ഇപ്പൊ തകർക്കാൻ പറ്റത്തില്ല. അനുഗ്രഹം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ പറയും ഇസ്രായേൽ അനുഗ്രഹമാണ്. മിണ്ടുന്നില്ലല്ലോ. കാർഗിൽ യുദ്ധം അത്തി തളിർത്തു കൊമ്പളതായി. നാട്ടുകാർ കേൾക്കണം. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ മണ്ടക്കടിച്ച തോക്കിന്റെ പേരാ ടൈവർ ടാർ 21. പറയാം. പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ഇരിപ്പുണ്ട്. ബൈബിൾ യെശയ്യാ പ്രവചനം 54:16 വീട്ടിൽ ചെന്ന് വായിക്കണം. തീക്കൊള്ളി പോലെ ഒരു ആയുധം നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും ഞാൻ എൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇസ്രായേൽ. 2 ബാലാക്കോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാൻ ഇന്ത്യയുടെ മണ്ണിൽ അടിച്ചു. ആ സമയത്ത് പാകിസ്ഥാൻ്റെ ബാലാക്കോട്ടിന് വേണ്ടി ഇസ്രയേലിൻ്റെ ഒരു മിസൈല അടിച്ചിട്ട് കൊടുത്ത മോഡി സാർ താണ്ട് ഞാൻ ചന്ദനമഴ കാണുന്ന പോലെ ഡൽഹി ഇരുന്ന് കണ്ടത്. സാറ്റലൈറ്റ് ഇസ്രയേല ഇട്ട് കൊടുത്ത പടം. അതിൻ്റെ അർത്ഥമാ അന്നടിച്ച മിസൈലിൻ്റെ പേരാ സ്പാരോ. തീർന്നില്ല. ഈ തിരുവനന്തപുരത്ത് ചാക്കയിൽ നിങ്ങൾ പോകുമ്പോൾ ബ്രഹ്മോസ് എന്നൊരു പ്ലാന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് പണ്ട് റഷ്യയുടെ ആയിരുന്നു. അതിപ്പോൾ ഇസ്രയേലും ഇന്ത്യയും കയ്യിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ആ ബ്രഹ്മോസിൻ്റെ ഈ മലയാളമാ സെക്കരിയ പ്രവചനം 10. പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. തീർന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്തുവാ? യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. അതല്ലേ വെച്ചാൽ ഇന്നത്തെ ടെലിവിഷൻ തുറന്നാൽ റേഡിയോ തുറന്നാൽ രാവിലെ ഏഷ്യാനെറ്റ് ഇന്നെല്ലോ, നാളെ മാംഗോ, മറ്റന്നാൾ പൈനാപ്പിൾ. സ്വോത്രം. ഇങ്ങനെ അലർട്ട് തന്നുകൊണ്ടിരിക്കുകയല്ലോ. പണ്ട് നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ലേ? തിരുവനന്തപുരം എയർപോർട്ട് കാലാവസ്ഥ. വിമാനം ട്രിച്ചിയിലേക്ക്, വിമാനം കോയമ്പത്തൂർ, വിമാനം വേറെ ചെന്നൈയിലേക്ക് തിരിച്ചു വിട്ടു. ഇന്ന് യെല്ലോയും മാങ്കോയും പൈനാപ്പിളും കിടന്ന് അടിയോടടിയ. സ്വോത്രം. ശംഖുമുഖത്ത് വെള്ളം കയറിയാലും പ്ലെയിൻ ഇറങ്ങുക. സ്വോത്രം. ഞാൻ പഠിപ്പിച്ച പയ്യനെ എയർപോർട്ടിൻ്റെ റൺവേയുടെ സൂപ്പർവൈസർ ചാക്കെ താമസിക്കുന്നു. മാർത്താണ്ഡുള്ള സാറിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ട് ആള്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സാറേ, ഇനി എത്ര പെരുമഴ വന്നാലും സുനാമി ശംഖുമുഖത്ത് അടിച്ചാലും പ്ലെയിൻ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. റൺവേ മുഴുവൻ ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റിൻ്റെ പരിപാടി, ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡിങ്. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനം. യേശു പറഞ്ഞു, അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലടുത്തു. സ്വോത്രം. തലമുറ കർത്താവ് വരാൻ പോവാ. ലോകത്തിൽ ഒരു രാഷ്ട്ര നേതാക്കൾ വന്നാലും മോഡി സാറ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങത്തില്ല. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകെയാണ്. തമിഴൻ പറയുന്നത് തമ്പി വന്നിരിക്കുന്നതെന്ന്. സ്വോത്രം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ 42% ആയുധം കൈകാര്യം ചെയ്യുന്നത് ആരാ? ഇസ്രയേലാണ് കൊടുക്കുന്നത്. അത് പറഞ്ഞ് ഒറ്റ രാഷ്ട്രീയക്കാരും പറഞ്ഞില്ല. അവരെല്ലാം വളരെ മോശപ്പെട്ട ആൾക്കാർ. നമ്മുടെ പട്ടാളത്തിൻ്റെ നേതാവ് മേജർ രവി നാളെ ഒരു ചാനലിൽ എല്ലാവരും കേൾക്ക പറഞ്ഞു, അദ്ദേഹം പട്ടാളത്തിൻ്റെ മേജർ. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 42% ആയുധങ്ങൾ BJP ഭരണത്തിൽ വന്നതിന് ശേഷം കോടിക്കണക്കിന് കൊടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് ആ ചൈനക്കാരൻ കയ്യാലമാന്തം വന്നപ്പോൾ ഇന്ത്യ പറയുന്ന മര്യാദയ്ക്കിരുന്നിൽ അടി നനക്ക് ഉറപ്പാന്ന്. സ്വോത്രം. പാകിസ്ഥാൻ ഇപ്പോൾ കയ്യാലമാന്തം വരുന്നു. സ്വോത്രം. വരത്തില്ല. ഇസ്രായേലിലെ മിസൈലായിരിക്കുന്ന പാകിസ്ഥാൻ്റെ പ്രസിഡന്റിൻ്റെ മണ്ടക്കടിക്കാൻ മിസൈൽ വിട്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ടാണ് മോഡി സാറും അമിത്ഷായും അത് കഴിഞ്ഞിട്ട് രാജ്നാഥ് സിംഗ് ഇങ്ങനെ പൊങ്ങുന്നതല്ല. BJPയുടെ കൈ കണ്ടിട്ടല്ല, പിറകിൽ ആളുണ്ടായിട്ടാണ്. മിണ്ടുന്നില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. സജു ചാത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് പല കാര്യം പറയും. പാവപ്പെട്ടവർ വിചാരിക്കും പാവപ്പെട്ട ഒറ്റയ്ക്കുള്ളത്, പുറകിൽ എത്ര പേരുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. സ്വോത്രം. അടി വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. സ്വോത്രം. കണ്ടില്ലേ? സ്വോത്രം. ഇത് കണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ കാര്യം ഞങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാതെ നടക്കും. പക്ഷേ ഞങ്ങളുടെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അതുപോലെ അതുകൊണ്ട് ഈ ഇസ്രായേൽ ഉണ്ടായോണ്ട ഇന്ത്യ ഇങ്ങനെ ഇന്ന് ചൈനയോടും പാകിസ്ഥാനോടും വെല്ലുവിളിക്കുന്നത്. എന്താ?
ഇസ്രയേൽ ഇന്ത്യ ചേർന്ന് നിൽക്കുന്നത്. ചൈന അടിക്കാൻ വന്നപ്പോൾ നാട്ടുകാർ കേൾക്കണം, നമ്മുടെ കൂടെ ചായ കുടിക്കുന്ന ഒറ്റ രാജ്യങ്ങളും നമുക്ക് സപ്പോർട്ടില്ല. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചൈനയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മര്യാദയ്ക്ക് നിന്നില്ലേ ലോക ചരിത്രത്തെ നീ കാണത്തില്ല, നിന്നെ ഞാൻ തീർക്കുമെന്ന് ഇസ്രായേലിനെ തൊട്ടാൽ. അതിൻ്റെ അടിയിൽ ഒരു നല്ല ലേഖനം ഉണ്ടായിരുന്നു, 5 വൻകരകളിൽ യഹൂദൻ ചിതറി, നാട്ടുകാർ മുഴുവൻ അവനെ ചവിട്ടി തേച്ചു, തുള്ളി വെട്ടുക്കിളി വെട്ടി, പച്ചപ്പുഴു നാക്കി, എല്ലാവരും അവനെ ചവിട്ടി മതിച്ചു, ഹിറ്റ്ലർ സഹിതം. പക്ഷേ ഇന്ത്യക്കകത്ത് വന്ന് ഒരു യഹൂദനെ പോലും ഇന്ത്യക്കാർ ദ്രോഹിച്ചില്ല. അതുകൊണ്ടാ ഇസ്രായേൽ ഇന്ത്യയായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അത് അബ്രഹാമിൻ്റെ അനുഗ്രഹം. മിണ്ടുന്നില്ലല്ലോ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കരമുയർത്തിയാട്ടെ, സ്തോത്രം. ലോക രാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തികമായിട്ട് തകർന്നപ്പോഴും ഇന്നും ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാ, രാഷ്ട്രീയക്കാരുടെ അനുഗ്രഹമല്ല, അബ്രഹാമിൻ്റെ അനുഗ്രഹം. സ്തോത്രം. ഇതൊക്കെ രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ചൈനയുടെ സിൽക്ക് പാത ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധം ഉടനെ വരുമോ? ക്ലിയറാക്കി തരാം. 2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. യെസക്കേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ വായിച്ചിട്ട് മകളെ. യെസക്കേൽ 21, 26, 27. ഈ വചനം നാട്ടുകാരോട് നാളെ പറയണം. കർത്താവ് വരുമോ? യെസക്കേൽ 21, 26, 27 വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദേവദാസ് ഭാഷയിലെ സെൽവരാജ് ഭാഷയിലെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതാ ഇന്നത്തെ ലോകഭരണം. കേട്ടോ, ഇയ്യോബ് എഴുതിയിട്ടുണ്ട്, അവൻ ബലശാലികളെ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് തനിക്ക് ബോധിച്ചവരെ അവിടെ കയറ്റിയിരുത്തും. സ്വത്രം. ആരാ? താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. ഇതെല്ലാം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടോണം. ആരാന്നറിയാമോ? അമേരിക്കയിലെ ഒരു ഭരണാധികാരി വന്ന് ബരാക് ഒബാമ, വെള്ളക്കാരനല്ല, ആഫ്രിക്കയിലെ കരിമ്പ് കൃഷി ചെയ്യുന്ന മകൻ, അവനായിരുന്നു ബരാക് ഒബാമ. നമ്മുടെ ഇന്ത്യ കോട്ടയത്ത് ഒരു നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഉഴവൂക്കാരൻ KR നാരായണൻ. മിണ്ടുന്നില്ലോ? ദരിദ്ര നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. തീർന്നില്ല. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ശ്രീ നരേന്ദ്രമോദി സാർ. ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ബായി ചായ് പറഞ്ഞ പുള്ളി 2ാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. കാട്ടാക്കടക്കാർക്ക് അറിയത്തില്ല, കണ്ണൂരിൽ തീയ കുടുംബത്തിൽ ചെത്ത് തൊഴിലാളി ഒരപ്പൻ്റെ 10 മക്കളിൽ ഒരാള് ആരാ? ശ്രീ പിണറായി വിജയൻ. അവരുടെ വീട്ടിനടുത്ത് അടുത്ത ദിവസങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോവുക. സ്വത്രം. സന്തോഷമില്ലല്ലോ? കണ്ണൂർ ആരുവോ, ചെറുപുഴ ആരുവോ, ഇരിട്ടിയിൽ ആരുവോ, കാസർഗോഡ് ആരുവോ, കാഞ്ഞങ്ങാട് ആരുവോ, നീലേശ്വരം ആരുവോ, പാണക്കാട് ആരുവോ, ബന്തടക്ക ആരുവോ, കരിവേടക ആരുവോ, സജുജാത്തൻ്റെ ഒരു, ബാക്കിയെല്ലാം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത്. സ്വത്രം. നിന്നെയൊക്കെ അടിക്കാൻ കർത്താവും വരാറായി. സ്വത്രം. മാനസാന്തരപ്പെട്ടോ. അവിടെ പാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഉപദേശിമാർക്ക് ചങ്ക് വേദന, നെഞ്ചുവേദന, കാലിന് പെരുപ്പേ, തരിപ്പേ, കോഴിപ്പേ. സ്വത്രം. നിന്നെയൊക്കെ അടിക്കും മക്കളെ. സ്വത്രം. കാസർഗോട്ട് ചെറുപ്പക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 50 പേരെ വരൂ, പാസ് വരാൻ തയ്യാറാവും. ഞാൻ പറഞ്ഞു 30 ഉണ്ടോ മോനെ, ഞാൻ അവിടെ വരാം. സ്വത്രം. ഒരു ചീനിവള ശരിയായിട്ടുണ്ടത്, ചീനി പറിച്ച സ്ഥലം യോഗം കാസർഗോഡ് ചീനിവള. സ്വത്രം. സന്തോഷമില്ലല്ലോ? സ്വത്രം. മാനസാന്തരപ്പെട്ടോ. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് വല്ലനി പോകുമ്പോൾ ഞാനാ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് രാവിലെ ചാണ്ടി എന്നെ വിളിച്ചതേ ഉള്ളൂ. സ്വത്രം. ചാണ്ടി ഉമ്മൻ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇത്രയും സ്ഥലം അറിയത്തില്ല, പാസ്റ്റർ ഇവിടെ എല്ലാം പോയി സുവിശേഷം പ്രസംഗിച്ചല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇതാ മക്കളെ ബൈബിൾ എടുത്താനുള്ള ഗുണമെന്ന്. സ്വത്രം. കാസർഗോഡ് എവിടെ, കരിവേടക എവിടെ, ബന്തടുക്ക എവിടെ, നീലേശ്വരം എവിടെ, ഉപ്പള എവിടെ, തൃക്കരിപ്പൂർ എവിടെ, തെരിയാതെയ്യ. സ്വത്രം. ഇടയ്ക്കൊക്കെ പോകണം. നമുക്കറിയാം കാട്ടാക്കട കല്ലൂർ മൈതാനം ഇരിക്കുത്, അങ്ങ് ഇരിക്കട്ടെ. സ്വത്രം. ഇന്ന് രാത്രി കേട്ടോ, അവൻ താഴ്ന്നവനെ ഉയർത്തും. തീർന്നില്ല. അടുത്തതാരാന്നറിയാമോ? സ്വത്രം. സഖാവ് പിണറായി. അത് കഴിഞ്ഞ് இந்த பக்கத்து தமிழ்நாடு முன்னாடி முதலமைச்சர் ஆரா? பன்னீர் செல்வம். யாரு? അണ്ണാടി MK ഓഫീസിൽ തട്ടുകട സായ പോട്ടാൾ മുന്നാടി മുതലമച്ചർ. തീർന്നില്ല. ഇന്ന് ഇന്ത്യയുടെ ആരാ പ്രസിഡന്റ് ആയിരിക്കുന്ന? മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഒരു ഹരിജൻ കുടുംബത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. ഇപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? കുഞ്ഞുങ്ങൾക്ക് പേടി ദ്രൗപദി മുർമു. എവിടുന്നാ വന്ന്? കോട്ടൂർ കാണികട അടയ്ക്കുന്നത്. സന്തോഷമില്ലല്ലോ? ഒറീസയിൽ ആദിവാസികൾ അടയ്ക്കുന്ന വന്ന അമ്മാമയ ഇന്ന് ഇന്ത്യയിലെ 145 കോടി ജനത്തെ ഭരിക്കുന്നത്. താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. കരമുയരുന്നില്ലല്ലോ? സ്വത്രം. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ 200 കൊല്ലം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ചെറുപ്പക്കാരെ കേട്ടോ, നോട്ട് എഴുതി പോയി, എവിടെയും പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 200 കൊല്ലം ഇന്ത്യ ചവിട്ടി മരിച്ചതാ. ഇന്ന് ബ്രിട്ടൻ്റെ പ്രസിഡന്റാ, ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു ഇന്ത്യക്കാരൻ, ഞാഞ്ഞൂല് റഷി സുനക്. മിണ്ടുന്നില്ലല്ലോ? വെള്ളക്കാരനെ ഇന്ത്യക്കാരൻ ഭരിക്കുന്നു. താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. സ്വത്രം. അതുകൊണ്ടല്ലേ പാവപ്പെട്ട രാഹുൽ ഇവിടുന്ന് ഭാരത് ജോഡോ യാത്ര നടത്തേണ്ടി വന്നത്. കസേരയിരുന്ന ഭാരത് ജോഡോയ്ക്ക് വരുമായിരുന്നു. സന്തോഷമില്ലല്ലോ? സ്വത്രം. ഇതെല്ലാം ഇവിടെ സംഭവിക്കും. ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയില്ല. എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വത്രം. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാഗം അതാ. അങ്ങനെയെങ്കിൽ ഈ തലമുറ ഒരു സംഭവം നടക്കാൻ പോവാ. അതിന് വേണ്ടി സുവിശേഷം വെച്ചിരിക്കുന്നത്. വായിക്കാൻ മോളെ അടുത്ത വാക്ക്. ഞാനതിന് ഉന്മൂലനാശം. 1914-17 നോട്ട് ചെയ്യണം ചെറുപ്പക്കാർ. 1 ലോകമഹായുദ്ധ ലോകം കണ്ടു. 2
ഉന്മൂലനാശം. അതും കണ്ട് 1939, 45 ഇനി ഒരു 3 വരാൻ പോവാ. അതാ ലോകം തീരാൻ പോവാ. അടുത്തത് ഉന്മൂലനാശം വരുത്തും. ഉന്മൂലനാശം വരുത്തും. 2 എണ്ണം കാട്ടാക്കടക്കാരും പ്ലാവൂരും കുരുതങ്കോടും കണ്ടെങ്കിൽ 3ാമതൊരു ഉന്മൂലനാശം വരാൻ പോന്നു. അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. അതുകൊണ്ടാണ് ന്യൂ ഹാർവസ്റ്റ് ചർച്ചിന് ഈ യോഗം സ്വർഗം ക്രമീകരിച്ചത്. ആ സംഭവത്തിന്റെ പേരൊന്ന് പറഞ്ഞാട്ട് വായിച്ചാട്ട് നാട്ടുകാർ കേൾക്കട്ടെ. അതിന് വായിച്ചാട്ട്. അതിന് അവകാശമുള്ളവൻ വരുവോളോ അത് ഇല്ലാതെ കരമുയർത്തിയാട്ട് അത് ആരംഭിക്കുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ 2 പടയാളികളുടെ 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ പരമയാഗമായി. ഇന്ന് രാത്രി അവൻ്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 3ാം ലോകമകായിത്തം ആരംഭിക്കുന്നതിന് കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേൽ ഗാസയല്ല, റഷ്യ ഉക്രൈനല്ല, അന്തിമ യുദ്ധം യെരുശലേമിലേക്ക്. നാളെ ആ ഭാഗം 1-2 വാക്യം വായിച്ച് നിർത്താം. മത്തായി 21:37 വായിച്ചാട്ട് കുഞ്ഞ്. മത്തായി 21:37 സമയം കറക്റ്റ്. മത്തായി 21:37 വായിച്ചാട്ട്. മത്തായി സുവിശേഷം 23:37 വാക്യം. യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. നിന്റെ അടുക്കൽ അയച്ച ദൈവ കുഞ്ഞുങ്ങളെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. അടുത്ത ഭാഗം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. സ്വർഗത്തിന് മനസ്സായിരുന്നു. അടുത്ത വാക്ക്. നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ടെ. കുത്തിയവങ്കിലേക്ക് നോക്കുന്ന കാലം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ. ഇന്ന് രാത്രി നാളെ ഇതിന്റെ ബാക്കി ഭാഗമാ സക്കറിയ പ്രവചനം 12:2-3. അതാ യുദ്ധം. ജെറുസലേം ഒരു പരിഭ്രമപാത്രം, അതൊരു ഭാരമുള്ള കല്ല്. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഈ റോഡെത്താൻ പോകുന്നത് ജെറുസലേം ആ ഭാഗത്തിലേക്ക് നാളെ കടക്കും. അതിനു മുമ്പ് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിനെ കാണിക്കുന്നു. സഹോദര സഹോദരി, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ടൈറ്റാനിക് കപ്പൽ അവസാനിപ്പിക്കാൻ പോവുക. ഒരു വാക്യം കൂടെ കുഞ്ഞ് വായിച്ച് സഹായിക്കണം. ടൈറ്റാനിക് കപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയാണ് ഉണ്ടാക്കിയത്. 50,000 ഹോഴ്സ് പവർ. ക്യാപ്റ്റൻ സ്മിത്ത് അതിൻ്റെ തലവൻ. സദാംപ്ടൺ ബ്രിട്ടനിലെ തുറമുഖം. 2224 കിലോമീറ്റർ ന്യൂയോർക്ക്. ആ കപ്പൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. 357 നീളം, 92 വീതി, 52 ഉയരം. ഈ കപ്പൽ ടൈറ്റാനിക് കപ്പൽ കന്യാത്ര 4 ദിവസത്തെ ആട്ടും പാട്ടം കഴിഞ്ഞപ്പോൾ അറ്റ്ലാന്റിക്കിനകത്ത് നീങ്ങുമ്പോൾ മഞ്ഞമല. ക്യാപ്റ്റൻ സ്മിത്തിനോട് കൂട്ടുള്ള ക്യാപ്റ്റന്മാർ പറഞ്ഞു, സാറേ വഴിമാറ്റം മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. അതിൻ്റെ എതിർ കപ്പലുകൾ പറഞ്ഞു തകരത്തില്ല. ഇദ്ദേഹം പല മുന്നറിയിപ്പുകൾ അവനിച്ചു. അവസാനം എന്ത് ചെയ്തെന്നറിയാം? ടൈറ്റാനിക് മഞ്ഞുമലയിലിടിച്ചു. അതല്ല എൻ്റെ പ്രസംഗം. ആ സമയത്ത് ഏറ്റവും ഉയർന്ന തട്ടില മെസ്സ് സാപ്പാട് കഴിക്കാൻ ഒരു ഇംഗ്ലീഷുകാരൻ വന്നു. അന്നേരം ടൈറ്റാനിക് തകരുന്നത്. അവൻ്റെ മുറി 4ാമത്തെ നിലയിലാണ്. അവിടെ തലയണയുടെ കീഴിൽ $3,00,000 ഉണ്ട്. അവന് പിടികിട്ടി കപ്പൽ തകരുകയാണ്. സ്തോത്രം. അവൻ ആ ഡോളർ എടുക്കാൻ പോയാൽ അവൻ ആലോചിച്ചു, ഈ മഞ്ഞുമലയ്ക്കകത്ത് ഞാനും താഴെ പോവും. അവൻ്റെ മുമ്പിൽ മെസ്സിനകത്തൊരു കാഴ്ച കണ്ടു, ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടു. സ്തോത്രം. അവൻ ഡോളറിനെ ഓർത്തില്ല. ആ ലൈഫ് ജാക്കറ്റ് കയ്യിലെടുത്ത് മേശപ്പുറത്തിരുന്ന് 3 ഓറഞ്ച് എടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് ചാടി അവൻ രക്ഷ പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിന് ഇന്ന് രാത്രി തലക്കോണത്ത് കൺവെൻഷൻ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, മറ്റൊരുത്തനിലും ഈ രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ 1 കാലില്ല 1.5 ഏകനാമം, യേശുവിൻ്റെ നാമം. ഇന്നലെ രാത്രിയും പറഞ്ഞു, പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ഈ രാത്രി സത്യവചനം കേട്ട് നെഞ്ചത്ത് കൈവച്ച് വീട്ടിനകത്തിരുന്ന് കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് നോക്കി പറയണം, അയ്യോ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000
2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി സത്യവചനം കേട്ട്, മകനെ മകളെ നീ ഒരു പാപിയാണോ? ആരാ പാപി? ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവൻ്റെ പേര് ധൂർത്തുപുത്രൻ എന്ന്. അവന് നല്ല സമ്പത്തുണ്ടായിരുന്നു. അപ്പൻ്റെ ഓഹരി മേടിച്ച് പട്ടണം വിട്ടവൻ കൂട്ടുകാരുടെ അടുത്ത് പോയി കള്ള് കുടിച്ച് മദ്യപിച്ച് കയ്യിലെ കാശും പോയി മുഖത്തിൻ്റെ സൗന്ദര്യമെല്ലാം പോയപ്പോൾ കൂട്ടുകാർ അവനെ ചണ്ടിക്കൂനയ്ക്കകത്ത് ചള്ളിയപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വിലപിച്ച മകൻ എവിടെ ചെന്ന് വീണു? പന്നിയുടെ കൂട്ടത്തിനകത്ത് ചെന്ന് വീണു. അവന് കൊടുക്കുന്ന പന്നിയുടെ കാടിയും വാളവര. ഒരു ഉപദേശി ചെന്നില്ല, ഒരച്ഛൻ ചെന്നില്ല. അവിടെ ഹല്ലേലൂയ അവരൊരു ബോധം വന്ന അപ്പൻ്റെ വീട്ടിനെ ഓർത്ത് അവൻ യാത്രയായി. ഇന്ന് രാത്രി സത്യവചനം കേട്ട് അപ്പച്ചൻ്റെ വീട്ടിനെ ഓർത്ത് യാത്രയായി. മുടിയൻ പുത്രനെ അപ്പൻ തള്ളിയില്ല. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം കേട്ടോ മക്കളെ, പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം എന്താ? ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിലെ അപ്പൻ അവൻ മടങ്ങി വന്നപ്പോൾ നോ നീഡ് ബാക്ക് ഹിസ്റ്ററി. അപ്പൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ മടങ്ങി വന്നു. ഇന്ന് രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ മദ്യപാനിയായ സഹോദര, കുടുംബജീവിതം തകർന്ന സഹോദര, നീ എങ്ങും പോണ്ട. ഇന്ന് രാത്രി അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കരം ചേർത്ത് മാറോടണയ്ക്കുന്ന കൃപയുടെ പ്രമാണം ഇന്ന് രാത്രി ഞങ്ങൾ കുരുതങ്കോട് ഉയർത്തുന്നു. വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 2, ഒരു സഹോദരി, ഒരു പെൺകുട്ടി പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവളെ എന്ത് ചെയ്യും? അവളെ ചുട്ടുകൊല്ലും. സ്വോത്രം. എന്നാൽ യേശുവിൻ്റെ മുൻപിൽ മോശയുടെ ന്യായപ്രമാണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. യേശുവിനോട് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണം ഇവളെ കല്ലെറിഞ്ഞ് തീ കത്തിച്ച് കളയണം. യേശു അവിടെ നിന്നൊരു കാര്യം പറഞ്ഞു. അവർ താഴെ നിലത്ത് കാര്യമല്ല എഴുതി. വന്നവന്മാരെല്ലാം പ്രതി അവസാനം വിട്ട് കാട്ടാക്കട സ്റ്റേഷനിൽ പോലീസ് വരും. അവസാനം പെങ്കൊച്ച് മാത്രമായപ്പോൾ യേശു അവിടെ തലേ കരയും വെച്ചിട്ട് പറഞ്ഞു, മോളെ ഇനിമേൽ നീ പാപം ചെയ്യരുത്. പഴയ നിയമത്തിൽ ഒരു പെൺകുട്ടി പാപം ചെയ്താൽ പാളയത്തിനകത്ത് കൊണ്ടുവന്നവളെ തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഏടുകൾ മാറ്റി കൃപയുടെ പ്രമാണവുമായി അപ്പച്ചൻ്റെ സന്നിധിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പാപിയെ സ്നേഹിച്ച് നിത്യതയിൽ കൊണ്ടുപോകുന്ന നല്ലൊരു യേശു അപ്പച്ചനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. മടങ്ങി വാ. ഇന്ന് രാത്രി മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ പാപം കടുംചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് നിത്യതയിൽ കൊണ്ടുപോകുവാൻ എൻ്റെ നാഥൻ വരാറായി. അവസാനിപ്പിക്കാം. ഈ വഴി പോകണം, വഴി പോകണം. നാളെ ബാക്കി വായിക്കാം. മത്തായി സുവിശേഷം 7, 13, 14. നാട്ടുകാർ കേൾക്കട്ടെ. ഇന്നലെ ഗിരി പ്രഭാഷ. ഇന്ന് രാത്രി ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിക്കാം. മത്തായി 7, 13, 14. വായിക്കാം മകളെ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും. കുരുതങ്കോട്ട് കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ വഴി നിങ്ങൾ പോയാൽ നെയ്യാറി വീഴും. സന്തോഷമില്ല. സ്വോത്രം. അല്ലേ മണ്ഡപത്തിൻ കടവ് പുഴയെ വീഴുമെന്നുള്ളൂ. സന്തോഷമില്ലല്ലോ തോടിനകത്ത്. നാശത്തിന്റെ വാതിൽ ഇടുക്കവും, നാശത്തിന്റെ വാതിൽ വഴി വിശാലവും. വായിച്ചിട്ട് മോളെ. വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, നിത്യതയിൽ എടുക്കപ്പെട്ടവർ ആ കൂട്ടത്തിൽ. അടുത്ത വാതിൽ ഞങ്ങൾ പരിചയപ്പെടുത്താം. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ. നിത്യതയിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. കഷ്ടം വരും, കണ്ണുനീര് വരും, ക്യാൻസർ വരും, മരണം വരും, സാമ്പത്തിക ഭാരം വരും. അന്ത്യം വരെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. നിനക്കൊരു വഴി വരുന്നുണ്ട്, നിത്യജീവന്റെ വഴി. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതിനുവേണ്ടി കൺവെൻഷൻ ഇവിടെ വെച്ചിരിക്കുന്നത് ആ നിത്യജീവന്റെ വഴി കണ്ടെത്തുവാൻ. ഇന്ന് രാത്രി ഹൃദയങ്ങളെ സമർപ്പിച്ച് പാപത്തിന്റെ പങ്കിലമായ ജീവിതത്തിൽ നിന്ന്, പോരാട്ടത്തിന്റെ സമരത്തിന്റെ രണാങ്കണ ഭൂമിൽ നിന്ന് മാറിക്കൊണ്ട് എൻ്റെ നാഥൻ കർത്താവായി മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിത്യജീവന്റെ മൊഴിമുത്തുകൾ നിന്നിലുണ്ട്. പരനെ സ്വോത്രം. അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഇന്ന് രാത്രി ആ നിത്യ വീട്ടിലേക്ക് പോകുവാൻ ഒരു കൂട്ടം ജനത്തെ പരിശുദ്ധ വാർത്തെടുക്കട്ടെ. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. രക്ഷിക്കപ്പെടാത്തവർ, മാനസാന്തരപ്പെടാത്തവർ, സ്നാനമേൽക്കാത്തവർ, നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാനൊരു വാതിൽ. ആ വാതിലിനകത്ത് നീ അകത്ത് കടന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. കഴിഞ്ഞ 2 രാത്രിയായി നിത്യജീവന്റെ നിത്യവചനങ്ങൾ കേട്ടുകൊണ്ട് ഇതുവരെയും നിത്യരക്ഷ അലക്ഷ്യമാക്കി ലോകത്തിന്റെ ഭോഗങ്ങളിലെത്ത് മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവും പുകവലിയും പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും വസ്തുതർക്കവും കൊലപാതകവും പൈസ അടിച്ചു മാറ്റായിട്ട് നിൽക്കുന്ന
കേട്ടാ കാലമിനി അധികമില്ല, കാഹളം ധ്വനിക്കാറായി, രക്ഷയുടെ വാതിലുകൾ അടയാറായി. അതിനു മുമ്പ് ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന ലൈഫ് ജാക്കറ്റിന് രക്ഷയുടെ വചനം ഏറ്റെടുത്ത് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് ചേർത്താൽ നിന്നെ ചേർക്കുവാൻ നാഥൻ വരാറായി. ഈ സത്യവചനം ഇന്ന് രാത്രി ചങ്കിനകത്ത് കയറിയ ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ഈ രാത്രി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നലെ കാൽവറി, ഇന്നലെ രാത്രി പറഞ്ഞതിൻ്റെ ബാക്കി ബറബാസ് കണ്ടു. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകളുണ്ട്. 1 ബറബാസ്, 2 യേശു. എന്താ? പടയാളികൾ പറഞ്ഞു യേശു ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഉച്ചയോട് കൊണ്ടുപോയി. തീർന്നില്ല. ബറബാസിന് വിധിന്യായം കിട്ടിയത് 3 മണിക്കാണ്. ഉച്ച കഴിഞ്ഞ് കോടതി കൂടിയപ്പോൾ ബറബാസിനെ വിട്ടുകൊടുത്ത വിധിന്യായം. വഞ്ചൂരിൽ നിന്ന് പകർപ്പ് കിട്ടുന്നവരെ കിട്ടിയ ബറബാസ് കൂട്ടിന് പുറത്തിറങ്ങി ചോദിച്ചു യേശു എവിടെ? അവർ പറഞ്ഞു യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവനോടി. കാൽവറി മലയിൽ കണ്ട കാഴ്ച ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ചേതനയേറ്റ എൻ്റെ നാഥൻ കിടക്കുന്നു. ബറബാസ് അവിടെ വെച്ച് നെഞ്ചത്ത് പടപടാ ചങ്കത്ത് കൈയടിച്ചിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ, ആ മരക്കുരിശ് എനിക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നു, എന്നാൽ എനിക്ക് പകരമായി ദാ ഒരു തെറ്റും ചെയ്യാത്തവൻ പരമയാഗമായി 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് വിധിക്കപ്പെട്ടവൻ യാഗമായി. അവസാനം അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവനോടി ആ കാലിൻ്റെ പാതാരബന്ധങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കർത്താവേ, എന്നോട് പൊറുക്കണമേ, ഒഴുകുന്ന രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഇന്ന് രാത്രി ബറബാസ് മടങ്ങിയതുപോലെ കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് മടങ്ങി അവൻ്റെ പാതാരബിന്ദങ്ങളിൽ അദൃശ്യമായി കെട്ടിപ്പിടിച്ച് ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് അവൻ്റെ പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിത്യതയുടെ കവാടങ്ങൾ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു തരും. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ട് ഇന്ന് രാത്രി പറ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. കരമുയരുന്നില്ലല്ലോ. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നെങ്കിൽ ഇനി അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്യുവാനല്ല, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വരും. ഈ വചനങ്ങളാൽ ഈ രാത്രി സ്വർഗം നിങ്ങളെ കാക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം ഈ രാത്രി നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രിയനുണ്ട്, സൂചേട്ടനുണ്ട്, എല്ലാവരോടും ചേർന്ന് ആർത്തുപാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഈ പട്ടണത്തിലെ കെട്ടുകളൊക്കെ പൊട്ടട്ടെ, ബന്ധനങ്ങളൊക്കെ അഴിയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജനം നിറയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് കുഞ്ഞാടതിൽ വിളക്കാണ്, അവിടെ ഒരു ലേശവും ഇരുളില്ല. എനിക്ക് ഓടിയതിനും അധ്വാനിച്ചതിനുമായി ഒരു പ്രതിഫലം തരും. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന അപ്പച്ചാമ്മച്ചി, ഇന്നത്തെ കാറ്റും യുദ്ധവും കണ്ട് ഭയപ്പെടേണ്ട. അക്കരെ നാട്ടിൽ നമ്മെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായ യേശു വരാറായി. എല്ലാ കരങ്ങളും പഠിച്ച് രഗത റിഗത ബൗഡ രീക ചാനകമോ എല്ലാ കരങ്ങളും പഠിച്ച് യെസ് ശക്തിയോടെ ഉണർവോടെ ഓ പട്ടണമുണരട്ടെ. ആയിരങ്ങളെ യേശുവിനെ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലൂടെ, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവലിച്ചു നീ വലങ്ങിടുമ്പോൾ, വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവലിച്ചു നീ വലങ്ങിടുമ്പോൾ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞാനതിൽ വിളക്കാണ്,
ഇരുളൊരു ലേശവും അവിടെയില്ല. ജ്ഞാനത്തിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. എനിക്ക് കീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. എനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവം. എല്ലാ കരങ്ങളും അടിച്ച് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. എനിക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാപ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാപ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു പ്രയാസം ഭയപ്പെടേണ്ട. കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. എനിക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എല്ലാ കരങ്ങളും അടിച്ച് ദേശം ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. വീട് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. നായകനവൻ നമുക്ക് മുൻപിലാൽ നൽവഴികളെ ഉയർത്തിയിടുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലാൽ നൽവഴികളെ ഉയർത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, കാണുന്നു ഘോഷിക്കും മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, കാണുന്നു ഘോഷിക്കും മഹാസ്നേഹത്തെ. നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരിവരും പ്രതികൂലമാകുമ്പോൾ ആരിലേക്കും പ്രിയരിവരും പ്രതികൂലമാകുമ്പോൾ ആരിലേക്കും പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടും. മക്കളിൽ കണ്ടു ഞാൻ യാത്ര ചെയ്തിടും. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടും. എല്ലാ കാര്യങ്ങളും ആരാധിച്ചാട്ട് എല്ലാ കെട്ടുകളും എല്ലാ വേദനകളും പരിശുദ്ധാത്മാവിന്റെ അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത കൃപ. കൃപയേ 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 കൃപയേ. എല്ലാ കെട്ടുകളും മാറ്റട്ടെ, എല്ലാ ബന്ധനങ്ങളും മാറട്ടെ. മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരണക്കെട്ട് പൊട്ടുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ അന്ത്യകാല അഭിഷേക സകല ജഡത്തിന്മേൽ ഈ രാത്രി പകരട്ടെ. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ, എല്ലാ ആർത്രൈറ്റിസുകൾ, എല്ലാ തൈറോയ്ഡ് രോഗങ്ങൾ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുണ്ട് യേശുവിൻ നാമത്തിൽ ഈ രാത്രി അടിയട്ടെ. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഹാഗാർ ഇറങ്ങുന്നു. പിഞ്ചു പൈതലുമായി അവൾ യാത്രയാകുന്നു. ചില നിമിഷങ്ങൾ കയ്യിലിരുന്ന വെള്ളമെല്ലാം പറ്റിപ്പോയി. ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരിക്കും. ബേർഷബ മരുഭൂമി, ഇന്നത്തെ ഇസ്രായേൽ ഗാസ ബോർഡറിൽ അവൾ വന്നു. ബേർഷബയിൽ വന്നപ്പോൾ 2 മരണമുറപ്പ്. ഒന്ന്, തൻ്റെ കുഞ്ഞ് മരിക്കും, വൈകാതെ താനും മരിക്കും. മരുഭൂമിയിലെ ഉച്ചവെയിലിനകത്ത് ഹാഗാർ മുട്ടുമടക്കി ഒരമ്പ് ദൂരത്തിൽ കുഞ്ഞിനെ ഇട്ടിട്ട് സ്വർഗത്തോട് നിലവിളിച്ചു, സ്വർഗമേ, ഒരു പൈതലിനെ തരുന്നത് നിന്റെ കരുണയാ. എങ്കിൽ ഈ പൈതൽ ഈ ചൂടിൽ മണലിനകത്ത് വീണ് മരിച്ചു പോവും. എൻ്റെ പൈതലിന് ദാഹം തീർക്കുവാൻ ഒരു തുള്ളി വെള്ളം തരുമോ?
ഹാഗാറിനോട് സ്വർഗം പറഞ്ഞില്ല കുഴൽ കിണർ അല്ലെ കിണർ വെട്ടുന്നവനെ വിളിക്കാൻ. ചരിത്രത്തിൻ്റെ സയൻസിൻ്റെ ഏടുകൾ ഞാൻ വായിച്ചു. 500 അടി താഴെ പോലും വെള്ളം മരുഭൂമിയിൽ കിട്ടത്തില്ല. പക്ഷെ ഒരമ്മ കുഞ്ഞിന് വേണ്ടി നിലവിളിച്ചപ്പോൾ അവൾ ഇരുന്ന സ്ഥാനത്ത് ആ മണൽക്കൂട്ടത്തിനകത്ത് ഒരു ഊറ്റ് തണ്ണി പോലെ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിൽ ഒരു ഉറവ ദൈവം തുറന്നു തരും. ഇന്ന് രാത്രി ആര് കരമുയർത്തും? എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ, എൻ്റെ രോഗത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ ജോലിയുടെ വിഷയത്തിൽ, എൻ്റെ എക്സാമിൻ്റെ വിഷയത്തിൽ, എൻ്റെ ഭവനത്തിൻ്റെ പണിയുടെ വിഷയത്തിൽ, എൻ്റെ കടഭാരത്തിൻ്റെ നടുവിൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒരു ഉറവ ദൈവം തുറന്നു തരാം. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. ബേർശബ മരുഭൂമിയല്ല. ഇന്ന് രാത്രി തലേക്കോണത്തെ ഈ ഗ്രൗണ്ടിലും അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാണും എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. ഒരു പഴയ ഗാനം. നിന്നെ കാണും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അപ്പച്ചമാർ പാടിയ രക്ഷാസ്ഥാനം പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം ആദിങ്കൽ കൈപ്പാകി അന്ത്യമോ ദൂരമത്ര ആദിങ്കൽ കൈപ്പാകി അന്ത്യമോ മധുരമത്ര പരപരമേശ വരമരുളീശ നീയത്രേയം രക്ഷാസ്ഥാനം സന്ധ്യയിൽ പരപരമേശ വരമരുളീശ നീയത്രേയം രക്ഷാസ്ഥാനം സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും വരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണി യേശു വരാറായി. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണി എല്ലാ കരങ്ങളും ഉയരട്ടെ. പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭമൂലം എന്റെ ഒന്നുകൂടെ പാടിക്കേ. നിന്റെ മുഖശോഭ നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം ഒരിക്കൽ കൂടി പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം പരപരമേശ വരമരുളീശ നീയത്രേയ രക്ഷാസ്ഥാനം